നമ ശിവായ. ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിലെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ ഓരോ നിമിഷവും ആകസ്മികമാണോ അതോ യഥാർത്ഥത്തിൽ അത് പ്രീ പ്ലാൻഡ് ആണോ. ഇപ്പോൾ കാഷ്വാലിറ്റി എന്നൊരു സംഗതി യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും പല ആളുകളും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. എല്ലാ നിമിഷങ്ങളും മുമ്പേ തന്നെ തീരുമാനിക്കപ്പെട്ടതാണ് എങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ പറയുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നത്? ഇത് ശരിക്കും നമ്മെ വല്ലാതെ വിസ്മയിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ എന്തായാലും ശരി, ആകസ്മികമാണെങ്കിലും ആകസ്മികമല്ലെങ്കിലും ഈ ഒരു നിമിഷത്തിനെ നമ്മൾ അംഗീകരിക്കുന്നു. ഈ ഒരു നിമിഷത്തിലാണ് നമ്മൾ ഉള്ളത്. ആ ഒരു ബോധ്യത്തോടു കൂടി പുതിയൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്, അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ എനിക്കൊന്നും അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഏതാനും ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ മാത്രം കണ്ട ഒരു പരിചയം മാത്രമാണ് ഉള്ളത്. ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. 2-3 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് വിളിച്ചിരുന്നു ഒരു അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തതിന് വേണ്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ജയരാജ് മിത്ര എന്നാണ്. അപ്പോൾ കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും താല്പര്യമുണ്ട്. അപ്പോൾ ഏറ്റവും ആദരവോടുകൂടി അദ്ദേഹത്തെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം. നമസ്തേ. നമസ്കാരം. അപ്പോൾ അടുത്ത കാലത്ത് ശരിക്കും ഫേസ്ബുക്കിൽ അങ്ങോട്ട് ഒരു പോസ്റ്റായിട്ട് കണ്ടത് ഭുവനേശ്വരി ദേവി സങ്കല്പത്തെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ അത് വളരെ കൗതുകകരമായ ഒരു കാഴ്ചപ്പാടായിട്ട് എനിക്ക് തോന്നുകയും, അപ്പോൾ നമ്മുടെ ഈ ഭാരതീയ സങ്കല്പത്തിൽ പ്രത്യേകിച്ചും കേരളത്തിലെ ഒരു ആരാധനാ സമ്പ്രദായങ്ങളിൽ നമ്മൾ സ്ഥിരം കേട്ടുവരുന്നൊരു പദമാണ് കുലദേവത എന്ന് പറയുന്നൊരു സംഗതി. അപ്പോൾ ഈ കുലദേവത യഥാർത്ഥത്തിൽ പലയിടത്തും പോകുമ്പോൾ പറയാറുണ്ട് കുലദേവത പ്രാതികൂല്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുലദേവതയുടെ ആരാധന ക്രമം ശരിയല്ലാത്ത രീതിയിൽ നടക്കുന്നത് കൊണ്ട് പല കുടുംബങ്ങളിലും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഭുവനേശ്വരി ദേവി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കുലദേവതയുടെ സങ്കല്പത്തിൽ വരുന്നതാണോ, അതോ എന്താണ് ഈ പറയുന്ന കുലദേവതാ സങ്കല്പം എന്ന് ഒന്ന് പറയാമോ? കേരളത്തിലെ ഭുവനേശ്വരി സമ്പ്രദായം എന്നത് ഞാൻ മനസ്സിലാക്കിയത്, ഞാനിത് പഠിച്ചിട്ടുള്ള ആളല്ല, അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അതിലൊട്ടും കലർത്താതെ പരമാവധി കുറച്ചിട്ട് അനുഭവങ്ങൾ കുറച്ച് പറയുന്നതാണ്. കാരണം ആൾക്കാർക്ക് അത്ര അനുഭവങ്ങളില്ലാത്ത ആൾക്കാർക്ക് പലതും ബുദ്ധിമുട്ട് തോന്നും. കാരണം ഇവൻ തള്ളുകയാണ്, സാധാരണ ഭാഷയിൽ പറഞ്ഞവൻ തള്ളി പറയുന്നുണ്ടത്. അപ്പോൾ അതുകൊണ്ട് പരമാവധി കുറച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അനുഭവങ്ങളിൽ. ഭുവനേശ്വരി സമ്പ്രദായം ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഗ്രന്ഥം എന്ന് പറയുന്നത് ദേവി മഹാത്മ്യം, ദുർഗ സപ്തശതി എന്നോ അല്ലെങ്കിൽ എന്താ ദശമഹാവിദ്യ എന്നൊക്കെ പറയുന്നത് എന്തൊക്കെയാണെങ്കിൽ എന്ത് പേരിട്ടാലും ശരി, അതാണ് കേരളത്തിൻ്റെ ഉപാസന സമ്പ്രദായം. പണ്ട് ഒരുവിധപ്പെട്ട തറവാടുകളിലെല്ലാം തന്നെ ഈ ദശമഹാവിദ്യയിലെ ഈ ദേവതമാരെ ഉപാസിച്ച് കൂടെ കൂട്ടിയ ഒരു കാരണവരുണ്ടായിരുന്നു. അത് എന്തിനാണെന്ന് വെച്ചാൽ അദ്ദേഹം ജീവിതമെല്ലാം അതിനുവേണ്ടി മാറ്റി വെച്ചാണ്. അത് ആരും നിർബന്ധിച്ചിട്ടൊന്നല്ല, എല്ലാ തറവാട്ടിലും അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായി വരുമെന്നുള്ളതാണ്. അതും ഈ സനാതന സംസ്കാരത്തിൻ്റെ പ്രത്യേകത. പ്രധാനപ്പെട്ട തറവാടുകളെല്ലാം തന്നെ ഒരാൾക്ക് വിവാഹം വേണ്ട എന്ന് തോന്നും, ദേവതകളെ അന്വേഷിക്കാൻ തോന്നും, തേടിക്കെട്ടി കൊണ്ടുവരിക എന്നൊക്കെയാണ് പറയാം. അപ്പം അങ്ങനെ അവർ ചിലർ മറ്റേ നീലിയെ ഉപാസിച്ചിട്ട് ആ വഴിക്ക് പോകും. പലരും അവരവർക്ക് ഇഷ്ടമുള്ള നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളെ ഏത് ദേവതയിലേക്ക് അടുപ്പിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. നമ്മുടെ കോശങ്ങളിൽ ആ ഭക്ഷണത്തിൻ്റെ ഏത് ദ്രവ്യമാണോ ചേർന്ന് പോകുന്നത് അത് ഇഷ്ടമുള്ള ദേവത നമ്മളിൽ പ്രഭാവമാവുക എന്നുള്ളത്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ പറഞ്ഞാൽ ദ്രാവിഡ മാന്ത്രികത്തിൽ പല വിളിച്ചൊല്ലി പറഞ്ഞത് 4448 കാളിമാർ എന്ന് പറയുമ്പോൾ 4448 കാളി നമ്മുടെ ശരീരത്തിലുണ്ട് എന്ന് ശരീരശാസ്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ 108 മർമ്മങ്ങളിലിരിക്കുന്ന ദേവതകളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിൽ ഏത് കാളിയാണ് പ്രസാദിക്കുന്നത് വെച്ചാൽ പൂവമ്പഴം തിന്നുന്നത്, താമരപ്പൂ തിന്നുന്നത്, ഇറച്ചി തിന്നുന്നത്, പച്ചമാംസം തിന്നുന്നത് പറഞ്ഞാൽ ഇതൊക്കെ കാളിയുടെ വിവിധ ഭാവങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പം അതിലേതാണ് നമ്മളിൽ പ്രഭാവത്തിലാവുന്നത് അതിലെയാണ് നമ്മൾ തേടി പിടിച്ച് കൊണ്ടുവരിക. അതല്ലാതെ ബോധപൂർവം ഇതിനോട് ചേരാത്തൊരു ദേവതയെ നിർബന്ധമായി ഉപാസിച്ച് കയറി കൊണ്ടിരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിനനുസരിച്ച് ആ ദേവതയ്ക്ക് എന്താണ് ഭക്ഷണമെന്ന് തീരുമാനിച്ച് അത് കൊടുത്ത് നിവേദിച്ചതിന് ശേഷം അത് കഴിച്ച് അവർ ഈ സാമ്യം വരുത്തും. ദേവതയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ദേവതയ്ക്കുള്ള ഇഷ്ടമുള്ള ഭക്ഷണത്തിൻ്റെ ദ്രവ്യം ശരീരത്തിൽ വരും. അപ്പോൾ ആ രീതിയിൽ അപ്പം അങ്ങനെ സ്വാഭാവികമായിട്ട് ഒരാൾക്ക് ദേവത വേണമെന്ന് തോന്നുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ തറവാടിന് ഇങ്ങനെ പോരാ ഉയർച്ച. അതായത് നാളെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ തലതെറിച്ചോർത്തൻ വരുന്ന ഉറപ്പാണ്. അവൻ കാണിക്കുന്ന പോക്കൃതരങ്ങൾ കൊണ്ട് മറ്റുള്ളവരൊന്നും ബുദ്ധിമുട്ടരുത്. 1. 2, ഈ കുട്ടികളെല്ലാം തന്നെ 7 തലമുറയ്ക്കെങ്കിലും നല്ല ഐശ്വര്യത്തിൽ കഴിയണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതം മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ അവർ കല്യാണം കഴിക്കില്ല, വീട്ടുകാരെ എല്ലാ കാര്യം വീട്ടിലൊക്കെ അവരൊക്കെ ചെയ്യും. പക്ഷേ രഹസ്യമായിട്ടായിരിക്കും ഒരു ഉപാസനകളൊക്കെ. അതായത് നവരാത്രി ദിവസങ്ങളിൽ രഹസ്യ ഉപാസനകളോട് കൂടിയിട്ട്
ആയിരിക്കില്ല. ഇപ്പോൾ കല്ലടിക്കോട് മലയിൽ പോയിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ആരും അറിയുന്നില്ല. കല്ലടിക്കോട് അദ്ദേഹം പോയി അറിയുന്നില്ല. ചിലപ്പോൾ കറങ്ങി തിരിഞ്ഞ് ചിലപ്പോൾ കാശിക്കൊക്കെ പോയി വരാം. പിന്നെ അവർ ഈ ദേവത അവർക്ക് പിടികിട്ടി കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ മാന്ത്രിക വടി ഉണ്ടാവാം. ചിലപ്പോൾ അത് വെറും ചോരൽ വടിയാവാം, ചിലരുടെ കയ്യിൽ മുടിയങ്കോലാവാം, ചിലരുടെ കയ്യിൽ നാഗവള്ളി എന്ന് പറയുന്ന അങ്ങനെ വളഞ്ഞു വളഞ്ഞിട്ടൊരു വടിയുണ്ട്, അതാവാം. എന്താണെങ്കിലും അത് അവരുടെ ദേവത ബലമുള്ളൊരു മാന്ത്രിക ദണ്ഡ് എന്നൊക്കെ പറയുന്ന ഒരു സാധനത്തിലുണ്ടാകും. പിന്നെ അവരുടെ ഉപാസനകൾ, അത് ഉപാധികളുണ്ട്. അതായത് ഈ ദേവതയിലേക്ക് ഇവരെത്താൻ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് കാര്യമുണ്ട്. ദേവി മഹാത്മ്യാണെങ്കിൽ ആ ഗ്രന്ഥം അവരുടെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ആത്മീയ വഴികളിലൂടെ പോകുന്ന ആൾക്കാരിൽ കുറച്ച് കഴിഞ്ഞാൽ ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ ഒരു രുദ്രാക്ഷം ധരിക്കണമെന്ന് തോന്നാറുണ്ട്. ആരും പരസ്യം ചെയ്തിട്ടല്ല. ഞാനും ഇപ്പോൾ രുദ്രാക്ഷം ഇട്ടത് ഒരാളെൻ്റെ അടുത്ത് രുദ്രാക്ഷം ഇടാൻ പറഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് ഒരു ദിവസമാണ് തോന്നുന്നത് രുദ്രാക്ഷം ഇടുന്നത്. അപ്പം അതുപോലെ രുദ്രാക്ഷമാല ഉണ്ടാവും, വലിയ പണിയുള്ള രുദ്രാക്ഷമാല ഉണ്ടാവും. അപ്പോൾ പൊതുവെ സ്പിരിച്വൽ യാത്രകൾ ആരംഭിക്കുന്ന ആൾക്കാർക്ക് എന്താ കാരണം എന്നറിയില്ല, അറിയാതെ ഉള്ളിൽ നമുക്കൊരു തോന്നൽ വരുന്നത്. അപ്പോൾ രുദ്രാക്ഷമാല ഇടണം എന്ന് തോന്നുന്നു. രുദ്രാക്ഷമാല ഇടുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ ഒരു മാറ്റം വരുന്നത്. അപ്പം എന്താണെങ്കിലും തറവാട്ടിൽ ഈ പറഞ്ഞ ഉപാസനായ ആളുകളിൽ എന്താണെങ്കിലും വലിയ മണികളുടെ രുദ്രാക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ഉണ്ടാവുമ്പോൾ ദേവതയെ അദ്ദേഹം ധരിച്ച് നടക്കുന്നു. പിന്നെ ഗ്രന്ഥം വായിക്കുന്നു. പിന്നെ കയ്യിൽ മാന്ത്രിക വടി ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളൊരു ആള് ചില സമയങ്ങളിൽ അദ്ദേഹത്തിൽ ദേവത ആവേശിച്ചേക്കാം. അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും സ്വാഭാവികമായിട്ടും വാളുണ്ടാവും, ദേവതയ്ക്ക് ഒരു വാളുണ്ടാവും. അപ്പം ഇതൊക്കെ പഴയ തറവാട്ടിലൊരു കോമൺ സാധനമായിരുന്നു. ഇവർ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഒരു പ്രകൃതിയിലുള്ളൊരു ഊർജ്ജത്തിന് അവരൊരു ആൾരൂപമാക്കി സങ്കല്പിക്കുന്നു. എന്നിട്ട് ആ ഊർജ്ജത്തിനെ അവർ തന്നെ സങ്കല്പം കൊണ്ട് ഒരു ദേവതയാക്കി മാറ്റി സൃഷ്ടിക്കുന്നു. ഊർജ്ജം തന്നെയാണ് അത്. അപ്പം അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഒരു മറ്റൊരു എന്താ പറയുക, തീയിനോട് നമുക്ക് വർത്താനം പറയാൻ പറ്റില്ല, വെള്ളത്തിനോട് വർത്താനം. അപ്പം അതിനെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലേക്ക് ആ എനർജിയെ മാറ്റി ഇവരുടെ മന്ത്രങ്ങൾ കൊണ്ടും ശക്തി കൊണ്ടും ഉപാസന കൊണ്ടും മാറ്റിയെടുത്തിട്ട് പിന്നെ ആ ദേവതയിൽ നിന്ന് ഊർജ്ജം തിരിച്ച് ഇങ്ങോട്ട് എടുക്കുകയാണ്. ഊർജ്ജത്തിനെ ദേവതയാക്കി ദേവതയിൽ നിന്ന് ഊർജ്ജം എടുത്തിട്ടാണ് പിന്നെ അവരുടെ വീട്ടിലെ കാര്യം. അപ്പം ആരെവിടെ പോയാലും അമ്മയെ കാത്തോളനെ എന്നൊരു വാചകം ഇറങ്ങിപ്പോകാൻ നേരത്തെ ആ വീട്ടിലെ ആരെങ്കിലും നെഞ്ചിത്തോട്ട് പറഞ്ഞാൽ അവരെവിടെ പോയാലും അമ്മ കാത്തോളും. കാരണം വെച്ചാൽ ആ അമ്മ തട്ടത്തിലെ ദേവി ഏൽപ്പിക്കും, ആ തട്ടത്തിലെ ദേവി അടുത്ത തട്ടത്തിലെ ദേവി ഏൽപ്പിക്കും. നമ്മൾ ഏതുവരെ പോയാലും പ്രകൃതിയിലെ ഇത്തരം ഊർജ്ജഭാവങ്ങൾ കൈമാറി 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 തിരിച്ച് തട്ടത്തിലെത്തുന്നവരെ ഒരു പോറലേൽക്കാതെ കൊണ്ടുവരുന്നുള്ളതാണ് ഓരോ വീട്ടിലെയും ഭുവനേശ്വരി സങ്കല്പത്തിന്റെ പ്രാധാന്യം. അപ്പൊ അതിനാണ് ഭരദേവത എന്നുള്ള രീതിയിൽ ഇത് ദ്രാവിഡ സമ്പ്രദായത്തിൽ കുലദേവത എന്ന് പറഞ്ഞാൽ അമ്മമാരാണ്. നമ്മൾ അങ്ങനെ എങ്ങനെ പറയുക? ഭരദേവത എന്ന് പറഞ്ഞാൽ നമ്മളെ ഭരിക്കുന്ന ദേവത, അല്ലെങ്കിൽ നമ്മൾ ഭരിക്കപ്പെടാൻ വേണ്ടി നിന്ന് കൊടുത്ത ദേവത. ചിലർ അടിമക്കാവ് എന്ന് പറയും. ചില ക്ഷേത്രത്തിൽ പോയിട്ട് ഞാൻ അടിമ കടത്തി കുട്ടിയെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് കിടത്തി കഴിഞ്ഞാൽ അടിമപ്പെടാറുണ്ട്. അപ്പോൾ എല്ലാ കൊല്ലം അത് പുതുക്കിക്കൊണ്ടിരിക്കണം. ഓരോ സമ്പ്രദായങ്ങളുണ്ട്. അതുകൊണ്ട് കുലദേവത ദ്രാവിഡ സമ്പ്രദായത്തിൽ അമ്മാവന്മാർ തന്നെയാണ്. അമ്മാവന്മാരാണ് ഒരു കുലദേവത എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, ജനറലി ആൾക്കാർ പറയുമ്പോൾ അതല്ല. അതായത് മലബാര സമ്പ്രദായങ്ങളിലൊക്കെ കുലദേവത അമ്മാവന്മാരാണെന്ന് പറയുന്നുണ്ട്. സാധാരണ കുലദേവതയ്ക്ക് 3 പറയുന്നില്ല, ശക്തയും ശൈവം അതുപോലെ തന്നെ വൈഷ്ണവം പറഞ്ഞിട്ടാണല്ലോ കണ്ടുപിടിക്കുന്നത്. പൊതുവെ നമ്മുടെ വീടുകളിൽ ശക്തയ പൂജ എന്ന് പറഞ്ഞ സാധനമാണ് ഈ പറഞ്ഞ ഭുവനേശ്വരിക്കൊക്കെ ചെയ്യാറ്. ശക്തിയെ ആരാധിക്കുന്നു, ശക്തിയെ ഉയർത്തുന്നു. ശക്തി തിരുവിതാംകൂറിലൊക്കെ പലയിടത്തും ഈ വൈഷ്ണവ സങ്കല്പങ്ങളിൽ വൈഷ്ണവ ഇത് കുലദേവതയായിട്ട് വരാറുണ്ട്, ശൈവവും വരാറുണ്ട്. അപ്പൊ വേട്ടക്കാരനൊക്കെ കുലദേവതയായിട്ടുള്ള അത് ശൈവ സമ്പ്രദായമാണ്. അതുമല്ലാത്ത ഇനി മലബാര സമ്പ്രദായം എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ടാവാം, ആദ്യ ദ്രാവിഡം എന്ന് പറഞ്ഞ സമ്പ്രദായം, ഇതൊക്കെ ഉണ്ടാവാം. ഇപ്പോൾ ആദിവാസികൾ എന്താണെങ്കിലും നമ്മളുടെ ഈ ഒരു സങ്കല്പമല്ല, അവർക്ക് കുറേയും കൂടി അവർ ചിലപ്പോൾ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് അവർക്ക് കിട്ടിയതായിരിക്കും. ഈ പറഞ്ഞ ഉപാസനം ചിലപ്പോൾ അവർക്ക് വേണ്ടിയല്ല, അവരുടെ സ്വത്തും വളരെ ശുദ്ധമായതുകൊണ്ട് നേരിട്ട് തന്നെ അവർക്ക് ചിലപ്പോൾ വിളിച്ചാൽ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണെങ്കിലും ഈ ഭുവനേശ്വരി കേരളത്തിൽ കാണുന്ന, കേരള തമിഴ്നാട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗത്തെ സമ്പ്രദായമാണ് തുടങ്ങി. അതിന്റെ പിന്നാലെ നടന്ന് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു മുണ്ടും ജാക്കറ്റൊക്കെ ധരിച്ചിട്ടുള്ളൊരു അമ്മമ്മ എന്നുള്ളൊരു സങ്കല്പത്തിലാണ് കാണപ്പെടുന്നത്. അതായത് ഇത് ചില സമയത്ത് നമ്മുടെ മുമ്പിൽ വന്ന് കാണും. നമുക്ക് ആ ഭുവനേശ്വരി നാളെ തെളിഞ്ഞു നിൽക്കുന്ന നേരത്ത് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ചില പ്രത്യേക സമയങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് സന്ധ്യാസമയത്ത് നമ്മൾ ലളിതാശ്രമം ചെല്ലാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ദേവി മഹാത്മ്യം ചെല്ലാൻ ഉദ്ദേശിക്കുന്നത്, വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭുവനേശ്വരിൽ നിന്ന് വന്ന് മുമ്പിൽ നിന്ന് വന്നിട്ട് നോക്കി തിരിച്ചിട്ട് പോകും. ഇത് കാണുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ വീടുകൾ ഇഷ്ടംപോലെ കാണുന്നു. അപ്പം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയ സമയത്ത് പേഴ്സണലി എന്നെ വിളിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് എന്നെ തട്ടി വിളിച്ചു രാവിലെ, ഇന്നലെ രാത്രി എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ചെയ്യണ പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു, എനിക്ക് പൂവും കൂടി വേണം, പഴം മാത്രം പോരാന്ന് പറഞ്ഞു. ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇവര്. അല്ലാണ്ട് ഇതൊന്നും ഹാലൂസിനേഷനോ അല്ല, തലയ്ക്ക് വെളിവില്ലാണ്ടായതോ പിരിവട്ടിയതൊന്നുമല്ല. അത് കൃത്യമായിട്ട് അവർക്ക് പക്ഷെ അത് പറയാൻ വേണ്ടിയാണ്. കാരണം അപ്പുറത്തെ ആൾക്കാർക്ക് അനുഭവം ഇല്ലാത്ത സാധനം ഞാൻ നിങ്ങളൊരു മുത്തശ്ശി വന്നതിൻ്റെ അടുത്ത് സംസാരിച്ച് പോയി എന്ന് പറഞ്ഞാൽ ഭക്തിമൂത്ത് ഭ്രാന്തായതാണെന്നേ പറയുള്ളൂ. പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ മനസ്സുമായിട്ട് സഞ്ചരിക്കുന്ന കേരളത്തിൽ അതിനങ്ങനെയാണ് വ്യാഖ്യാനം വരും. അപ്പം അതുകൊണ്ട് അവരത് ആരോട് പറയണം എന്നുള്ളൊരു സങ്കടത്തിൽ ഇരിക്കുമ്പോഴാണ് ഒരു പക്ഷേ
എനിക്കിത് പറഞ്ഞാൽ മനസ്സിലാവുന്നതുകൊണ്ട് എന്നെ വിളിക്കുകയാണ്. ഇത്ര ഒരു ദിവസം 5-6 മിനിമം വിളിക്കുന്നത്. അവരുടെ അനുഭവങ്ങളാണ് അവർ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടായിരുന്ന ഭുവനേശ്വരി ആ വീട്ടിലെ എല്ലാവരെയും കാത്തിരിച്ചു. അതൊരു വംശവൃക്ഷമാണെന്ന് വിചാരിക്കാം. ഞാൻ ചോദിക്കുന്നപ്പോ എല്ലാ വീടുകളിലും ഈ ഇതുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ മിക്കതും എല്ലാ വീടുകളും എന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം തറവാട്ടില് അംഗസംഖ്യക്കുള്ള വീടുകളിൽ, അല്ലാണ്ട് കൊച്ചു കൊച്ചു വീടുകളിലൊക്കെ ഉണ്ടോന്ന് വെച്ചാൽ എനിക്കറിയില്ല. സമ്പ്രദായവും ദേവതയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ ഒരാൾ തേടിക്കൊണ്ടൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം അങ്ങനെ ഒരാൾ ആ വീട്ടിൽ ഉണ്ടായിക്കൊള്ളുന്നത് കുറച്ച് അംഗങ്ങളാവുമ്പോഴാണ് ഇത് ഇനി ഈ അതായത് മനുഷ്യന് എല്ലാറ്റിനെയും നേരിടാൻ പറ്റില്ല, ചിലതിനൊക്കെ പുറത്തുനിന്ന് ശക്തി എടുക്കണം എന്നൊരു തോന്നൽ ഒരു കാരണവർക്ക് വരുമ്പോഴാണ് ഭുവനേശ്വരി വരുന്നത്. 1-2 ആൾക്കാരുടെ വീട്ടിലൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ഉപാസകൻ മരിച്ചു കഴിഞ്ഞാൽ, ഉപാസകൻ ദേവതയിലേക്ക് ദേവതയോട് ചേർന്ന് യാത്ര ചെയ്ത ആളായതുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ അടുത്ത ജന്മം എന്ന് പറഞ്ഞ സാധനത്തിന്റെ നോർമലി നമ്മൾ പറയുന്ന അടുത്ത ജന്മത്തിലേക്ക് അല്ല അദ്ദേഹത്തിന്റെ യാത്ര. അദ്ദേഹം ആ തറവാട്ടിൽ തന്നെ ആ ഊർജ്ജം അതുപോലെ തന്നെ ഉണ്ട്. ശരീരങ്ങൾ പോയെങ്കിൽ പോലും എന്താണോ അദ്ദേഹത്തിന്റെ രൂപം ഉണ്ടായിരുന്നത് അതേ രൂപത്തിൽ തന്നെ അദ്ദേഹം ആ തൊടിയിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുമുത്തൻ, ഗുരുമുത്തച്ഛൻ, ഗുരുമുത്തപ്പൻ, ഗുരുപീഠം എന്നൊക്കെ പറഞ്ഞ പല പേരിൽ വിളിക്കുന്ന ഒരു പീഠം ഉണ്ടായിരുന്നു. യോഗീശ്വര സങ്കല്പം അതാണ്. യോഗീശ്വരൻ പക്ഷെ സങ്കല്പം വേറെയാണ്. യോഗീശ്വരനും അവധൂതൻ, നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ സാധാരണ മുത്തപ്പ സമ്പ്രദായം ഇല്ല. ഇപ്പൊ ഞാൻ പറയുന്ന എല്ലാം മധ്യ കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വള്ളുവനാട്ടിന്റെ സാധനങ്ങളാണ്. അതിപ്പോ എന്താ പറയാ, പറക്കുട്ടി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ പാക്കനാര് മുറമിറ്റ കഥയായിട്ട് ബന്ധപ്പെട്ടാണ്. ആ ഒരു ചെറിയൊരു ഏരിയ ഉള്ള. എന്നാൽ വെട്ടത്ത് നാട്ടിൽ അതില്ല. കാരണം വെട്ടത്ത് നാട്ടില് അതിനൊക്കെ പുറകിൽ കഥയില്ല. അതുകൊണ്ട് അത് ഇങ്ങോട്ട് വരാൻ ക്ഷേത്രങ്ങളിൽ സാധാരണ കാണുന്ന മന്ത്രമൂർത്തിയും യോഗീശ്വരനാണ്. അപ്പൊ ഞങ്ങൾ തറവാട്ടിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് യോഗീശ്വരനുണ്ട്. അപ്പൊ എല്ലാ അങ്ങനെ നേരത്തെ പറഞ്ഞ കാര്യമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാ കുടുംബങ്ങളിലും ഒരാള് ഇതുപോലെ വഴിമാറി അദ്ദേഹം ഈ പറഞ്ഞ യോഗി ഭാവത്തിലേക്ക് ഉയർന്ന ആളെ യോഗീശ്വരൻ ആവുമ്പോൾ വിളിക്കണ്ടാവുക. എനിക്ക് കൃത്യമായിട്ട് പറയാറില്ല. അപ്പോ എന്തായാലും കാരണവരെന്ന് പറയും. അവിടെ കാരണവരെന്ന് പറയും. നമ്മളിപ്പോ വിളിക്കുമ്പോ ഇനി ഇദ്ദേഹത്തിന് ശേഷം അവിടെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടല്ലോ. ഇവരെല്ലാവരും ഈ പീഠത്തിലേക്ക് ചേരുകയാണ്. അതായത് ഒരു ചങ്ങലക്കണ്ണിയിലേക്ക് അടുത്ത കണ്ണിയായിട്ട് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ആരെങ്കിലും ഒരാൾ അതൃപ്തിയായിട്ട് നിൽക്കുന്ന നേരത്ത് പിതൃക്കൾക്ക് കോപം എന്ന് പറയുന്ന സാധനം. അതായത് ഈ ചങ്ങല തിളങ്ങി നിൽക്കേണ്ട ഒരു ചങ്ങലയിൽ ഒരു കണ്ണി ശരിയില്ലാതിരിക്കുന്നുണ്ടെങ്കിൽ പിതൃക്കൾക്ക് കോപം എന്ന് പറയും. അപ്പൊ അവിടെയാണ് ഈ പറഞ്ഞ പോലെ ബലികർമ്മങ്ങൾ ചെയ്യേണ്ടി വരണം എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ. അപ്പോൾ ഭഗവതി ഇരിക്കാൻ ഒരു പീഠമുണ്ട്, മറ്റേ ഗുരുവിന് ഇരിക്കാനൊരു പീഠമുണ്ട്, ഗുരുക്കന്മാർക്ക് ഇരിക്കാനൊരു പീഠമുണ്ട്. ഈ പീഠം ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല പഴയ സമ്പ്രദായം അനുസരിച്ച്. കാരണം അവർക്ക് ഇരിക്കാനൊരു പീഠം എന്ന് മാത്രമേ. പക്ഷെ ഇത് തറവാടുകളുടെ രീതി മാറിയിട്ട് ഈ പൂജകളെല്ലാം ചെയ്യേണ്ടത് നമ്പൂതിരിമാരാണ് എന്ന തീരുമാനത്തിലേക്ക് തറവാട്ടിലുള്ളവർ മാറിയൊരു കാലമുണ്ട്. അതായത് തറവാട്ടിലുള്ള അന്നത്തെ കാരണവർ ഈ പൂജാ സമ്പ്രദായം ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വല്ല ഭ്രാന്തുണ്ട്, ഏത് നൂറ്റാണ്ടിൽ നിങ്ങൾ ജീവിക്കണം എന്നുള്ള ഒരു പരിഹാസം അവർക്ക് കിട്ടി തുടങ്ങിയപ്പോൾ അവർ പതുക്കെ മിണ്ടാണ്ടായി. അങ്ങനെ അടുത്ത തലമുറയ്ക്ക് ഇത് കൊടുക്കാതെ പോയവരുണ്ട്. എന്താണ് അതിന്റെ സിസ്റ്റം, എങ്ങനെയാണ് പൂജിക്കേണ്ടത്, എന്താ വിളിക്കേണ്ടത്, അല്ലെങ്കിൽ ദേവി മഹാത്മ്യത്തിന്റെ ഏതേത് ചാപ്റ്ററുകളാണ് നമ്മൾ വായിക്കാറ്. എല്ലാവരും 11-ാം അധ്യായം വായിക്കാറുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് ഏതൊക്കെ അധ്യായങ്ങൾ വായിക്കണം എന്ന് അവിടെ തീരുമാനമായിട്ടുണ്ട്. കാരണം പിന്നെ നമ്മളൊരു തീരുമാനമുണ്ട്, എന്ത് നേരത്തെ കൊടുക്കുന്ന തീരുമാനമുണ്ട്. എനിക്കും എൻ്റെ പരമ്പരയിലും അവർക്ക് എല്ലാവരും ഉള്ളിടത്തോളം കാലം തന്നെ ഞങ്ങൾ നോക്കിക്കോളാം, തിരിച്ച് നീ ഞങ്ങളെ നോക്കണം. അഥവാ എന്തെങ്കിലും വീട്ടിൽ എനക്കേട് വന്നു കഴിഞ്ഞാൽ അവർ പറയും ചെയ്യും, എന്നെ നോക്കാത്ത ദേവരെ എനിക്കും വേണ്ട, എടുത്ത് കാട്ടുകളെന്ന് പറയാൻ എന്നൊരു മടിയില്ല. അവർക്ക് പറയാൻ നല്ല ധൈര്യം ഉണ്ടായിരുന്നു. അപ്പൊ ദേവത അവരുടെ ഒരു കൂട്ടുകാരി എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ ഭാര്യ എന്നുള്ള നിലയ്ക്കോ അമ്മ ഏത് നിലയ്ക്കെടുത്താലും ശരി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്നൊരു ബന്ധം അവർക്കുണ്ടായിരുന്നു. അപ്പൊ ഇവര് മരിക്കുന്ന സമയത്ത് അവർക്കൊരു പീഠം ഇവർക്കൊരു പീഠം. അപ്പൊ ആ പീഠത്തിൽ അവർ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല, പീഠം എങ്ങനെ വെച്ചാലും അവർ ഇരുന്നോളും. പക്ഷെ നമ്പൂതിരി അകത്ത് കയറി, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇതിന്റെ അറിവ് പകർന്നു കൊടുക്കാതെ പോയിട്ട് വീട്ടിലൊക്കെ പ്രശ്നങ്ങൾ തുടങ്ങി, പൂജ മുടങ്ങി, ചിലർ വീടെടുത്ത് കളഞ്ഞു, പീഠം ഒഴുക്കി. അപ്പോൾ ഇതൊന്നും ഇനി കൊണ്ടു നടക്കണമെന്ന് എളുപ്പമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ജ്യോത്സ്യന്മാർ വരും. എല്ലാ ജ്യോത്സ്യന്മാരെന്നല്ല പറഞ്ഞു, കാരണം ദക്ഷിണ കിട്ടൽ മാത്രം ഉദ്ദേശിക്കുന്ന പറഞ്ഞ ജ്യോത്സ്യന്മാർ എന്തായാലും നാട്ടിലുണ്ടാവില്ല. അപ്പോൾ അവർ വന്നിട്ട് ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം എന്ന് പറഞ്ഞിട്ട് ഇതിനെ പുഴയിൽ ഒഴുക്കിക്കോളൂ, ഇതിനെ കാട്ടിൽ കളഞ്ഞോളൂ, ഇതിനെ അമ്പലത്തിൽ കൊടുത്തോളൂ, നമുക്ക് ആവാഹിച്ചിട്ട് ലക്ഷ്മിനാരായണ പ്രതിമയ്ക്ക് ആവാഹിച്ച് അപ്പോഴാണ് പ്രേത സാന്നിധ്യം ഉണ്ടെന്ന് പറയും. പ്രേത സാന്നിധ്യം മുഴുവൻ നമ്മുടെ കാരണവന്മാരാണ്. ദുർമരണം സംഭവിച്ചാണെങ്കിൽ അഗ്നിയിൽ വീണത്, പാമ്പ് കടിച്ചത്, തൂങ്ങി മരിച്ചത്, വണ്ടി അടിച്ചതൊക്കെ കൃത്യമായിട്ട് അങ്ങനെ തന്നെ പറയും. അല്ലാത്തൊരു പ്രേത സാന്നിധ്യം കണ്ടാൽ അത് കാരണവരാണ്. അതിനെ ആവാഹിച്ച് കൊണ്ടുപോയാൽ നമ്മുടെ ശക്തിയാണ് ആവാഹിച്ച് കളയുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരം പ്രേത സാന്നിധ്യം എന്ന് പറയുമ്പോഴേക്കും ചാടിക്കര അതിനെ ആവാഹിച്ചു, ആ പ്രേതം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പേടിയാണ്. പക്ഷെ അത് നമ്മളെ സഹായിക്കാൻ വന്ന ഗുരുക്കന്മാരിൽ ഒരാളാണ്. ചിലർ സുബ്രഹ്മണ്യനെ ഉപാസിച്ചിട്ടുണ്ടാവാം, ചിലർ ഭദ്രകാളിയെ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം, ചിലർ കല്ലടിക്കോടെ നീലിയെ ഉപാസിച്ചിട്ടുണ്ടാവാം. എന്താണെങ്കിലും ഇവരൊക്കെ നമ്മുടെ തറവാടിന്റെ രക്ഷാമൂർത്തികളായിരുന്നു. അപ്പൊ ഇതിനെല്ലാം കൊണ്ട് കളഞ്ഞപ്പോൾ ഇവര് ഇരിപ്പിടം കൊണ്ട് കളഞ്ഞു. ഇവരെ കൊണ്ട് കളയാനും പറ്റില്ല, ഇവർക്ക് ആവാഹിക്കാനും പറ്റില്ല. അതിനുള്ള ആൾക്കാരൊന്നും ഇപ്പൊ എന്തായാലും തൽക്കാലം ജീവിച്ചിരിക്കില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്ന വെച്ചിട്ട് അവിടെയൊക്കെ നടക്കും,
നോക്കുമ്പോൾ അവർക്ക് ദേദ്യവും ഇല്ല, വിളക്കും ഇല്ല, ഇരിക്കാനുള്ള പീഠമില്ല എന്ന് പറയുമ്പോൾ അവർ സൂചനകൾ തരാൻ തുടങ്ങും. ആദ്യം തൊഴുത്തിലെ പശുയാവും, പിന്നെ കൂട്ടിലെ കോഴിയാവും, പിന്നെ നായ പാമ്പ് പിടിച്ചാവും. ഇങ്ങനെ ജീവികളിലാണ് തുടങ്ങുക. പിന്നെ ഒരു മരം വീടിന്റെ തെക്കേ മൂലയ്ക്ക് വീഴും. ഇങ്ങനെ ഓരോരോ ലക്ഷണങ്ങൾ കാണിച്ചിട്ട് പിന്നെ കുട്ടികൾക്ക് അസുഖം വരിക, അല്ലെങ്കിൽ ദുർമരണങ്ങൾ സംഭവിക്കുക, ആക്സിഡന്റ് സംഭവിക്കുക, അടുപ്പത്ത് എന്തെങ്കിലും വയ്ക്കുമ്പോൾ വസ്ത്രത്തിന് തീപിടിക്കും. ഇങ്ങനെ നിരന്തരം ഒരു സൂചനകൾ തരും. കാരണം ഉപദ്രവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തടിക്കെടുക്കാത്ത എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അപ്പൊ ഒക്കെ നമ്മള് അതിനെ വണ്ടി അടിച്ചാൽ വീഴാതിരിക്കുമോ, മുറിയാതിരിക്കുമോ, അടുപ്പത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കത്താതിരിക്കുമോ. അപ്പോൾ അങ്ങനെ അവഗണിച്ച് പോയിട്ട് അവസാനം ഇവർ ഒരു കാലത്ത് ഇവർക്ക് മനസ്സിലാവില്ല എന്ന് കാണുമ്പോൾ ഏറ്റവും ഇളയ കുട്ടിയെ പിടിക്കും. ജനിക്കുന്ന സമയത്ത് ആ കുട്ടി പ്രശ്നങ്ങളും ഒന്നുകിൽ അപസ്മാരമാവാം, അതല്ലെങ്കിൽ മറ്റേ എന്തിനാ കണ്ടിട്ട് കരയാൻ തുടങ്ങും, ഫുൾ ടൈം കരയുക, അതല്ലെങ്കിൽ ഉറക്ക നിലവിളിക്കുക, എന്തിനാ കാരണം മനസ്സിലാവില്ല. ഇങ്ങനെ അപ്പോഴാണ് ഡോക്ടർമാരുടെ അടുത്തേക്ക് പോവും, പല ചികിത്സയും ചെയ്യും. പക്ഷെ അവർക്കൊന്നും പിടികിട്ടുന്നില്ല. അവസാനം അവർ അച്ഛനമ്മ കളിയാക്കാൻ തുടങ്ങും. പരിഹാസമാണല്ലോ നമ്മുടെ തലമുറയ്ക്ക് കൊടുത്തത്. അത് നമുക്ക് പുറത്ത് കിട്ടണം, പ്രപഞ്ചത്തിന് കിട്ടണം. അപ്പോൾ ഡോക്ടർമാർ പറയും, ഇത് ലോകത്ത് ആദ്യമായിട്ട് നല്ലൊരു കുട്ടി അച്ഛനമ്മയും പ്രസവിക്കണം ഉണ്ടാക്കണതൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന കുട്ടിക്ക് ഒരു കാഴ്ച അവരെ ഒരു ഇന്ന് കാണാൻ പറ്റില്ല. അങ്ങനെ അവരുടെ പരിഹാസമാകുമ്പോഴാണ് ഇവർ നമുക്കൊന്ന് ജോത്സ്യനെ പോയി കണ്ടാലോ എന്നാലോചിക്കും. അപ്പോഴാണ് ഈ ജോത്സ്യൻ്റെ പിൻതലമുറയോ മുൻതലമുറയോ എന്തോ ആയിക്കോട്ടെ, ഭുവനേശ്വരി കോപമുണ്ട്, കാരണവന്മാർ കോപത്തിലാണ് അതിനൊക്കെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നത്. കളഞ്ഞതൊക്കെ തിരിച്ചു കൊണ്ടുവരാനാണ് അതിനടുത്തത്. അപ്പോൾ 5 ലക്ഷത്തിന് കളഞ്ഞാൽ 50 ലക്ഷത്തിന് തിരിച്ചു കൊണ്ടുവരേണ്ട അവസ്ഥയിലേക്ക് ആ വീടെത്തും. അപ്പോഴേക്കും ആവശ്യത്തിൽ കൂടുതൽ ഇനിയുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി നമ്മുടെ അടുത്ത് വഴക്ക് കൂടിയിട്ട് പിണങ്ങി പോയിട്ട് റൂമിൽ പോയി കിടന്നു വിചാരിക്കുക. ചെന്ന പിന്നാലെ തന്നെ നമ്മൾ പോയിട്ട് ആ സാറിലട എന്നൊക്കെ പറഞ്ഞ് വിളിച്ചാൽ ചിലപ്പോൾ പോരും. പക്ഷെ നമ്മൾ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് 2 മണിക്കൂർ അവനെ കരയാൻ വിട്ടിട്ട് അതിനുശേഷം അവന് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരം കൊണ്ടേ കൊടുത്താൽ അവനത് അടിച്ചു തീർക്കുകയും എനിക്ക് നിങ്ങൾ വേണ്ട, ഞാൻ പട്ടിണിയാണെന്ന് ചത്തോട്ടെ എന്നൊരു തീരുമാനമുണ്ട്. ആ ഒരു അവസ്ഥയാണ് ഇനി കാരണന്മാരും ഭുവനേശ്വരിക്ക് കിടക്കുന്നുണ്ടായിട്ടത്. കാരണം പിന്നെ നമ്മൾ പരിഹാരം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ഇരട്ടി തിരിച്ചടിയും. അപ്പോൾ നമ്മളത് നിർത്തും പേടിച്ചിട്ട്. സത്യത്തിൽ അവർ ദേഷ്യം വന്നിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. നമ്മൾ ബലിയിടാൻ പോകുമ്പോൾ നമ്മളവിടെ എത്തിയാലേ ബലിയുള്ളൂ. അതിന് മുമ്പ് വണ്ടി ആക്സിഡന്റ് ആവുകയോ കാറ്റ് പോവുകയോ ടയർ പഞ്ചറാവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. സമയത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അങ്ങനത്തെ സമയത്ത് പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരുമ്പോൾ അവർ നമ്മൾ തട്ടിത്തെറിപ്പിച്ചു എന്ന് വരും. നമ്മൾ ബലിയിടാൻ പോകുന്ന സമയത്ത് നമ്മൾ വണ്ടി മറിഞ്ഞു എന്ന് വരും. നമ്മൾ ഒന്നും പറ്റൊന്നുമില്ല. അത്രയും യാത്രകൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. നമുക്ക് അപകടം വരത്തില്ല. കാരണം അവരിങ്ങനെ മുടക്കിക്കൊണ്ടേയിരിക്കും. അതായത് തന്നെ ഞങ്ങൾ ഇനിയും പേടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ നിർത്തോ അതോ തൊട്ടോ നോക്കട്ടെ എന്നാണ്. അവിടെ ഒരു വെല്ലുവിളി മൂഡിലാണ്. നമ്മൾ എന്താണെന്ന് ശരി നമ്മൾ പരിഹരിക്കും, എന്ത് പ്രശ്നമെങ്കിലും പരിഹരിക്കുന്ന നമ്മൾ ഇറങ്ങി തിരിച്ചു വിചാരിക്കാം. ഒരു കുറച്ചു നേരം മാറി നിന്ന് നോക്കും. അപ്പോൾ നമുക്ക് അനുകൂല ഭാഗത്തിലൊരു വരില്ല. അതായത് നമ്മൾ താമരപ്പൂ വാങ്ങാൻ ഇപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പ് വരാറില്ലേ, താമര കഴിഞ്ഞു പറയും. ഈ രീതിയിൽ നമുക്കിങ്ങനെ അടുത്തെത്തി നമുക്ക് മനസ്സിലാവും. അപ്പോഴും ബസ്സിൽ ഒരു സീറ്റ്, ഒരാൾക്ക് ഒരു സീറ്റ് ഇല്ലാന്ന് വിചാരിക്കുക, നമ്മളായിരിക്കും. നമുക്കായിട്ടൊരു സീറ്റ് കിട്ടുന്ന സമയം വരും. അതുവരെ നമ്മൾ ഇതിൽ തുടർന്നുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കടയിൽ പോകുന്ന സമയത്ത് 5-6 ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് എന്താ വേണ്ടത് നമ്മളടുത്ത് ചോദിക്കുക ഒരാൾ. നമ്മൾ പറയുമ്പോൾ നമ്മുടെ കാര്യം തന്നിട്ട് നമ്മളെ ഒഴിവാക്കി വിടുക. അങ്ങനെ നമുക്ക് പരിഗണന കിട്ടിത്തരണം. അതാണ് അതിൻ്റെ ലക്ഷണം. അതായത് അവർ തെളിഞ്ഞു തുടങ്ങി അതിൻ്റെ ആദ്യത്തെ ലക്ഷണം. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ ഇവർക്ക് വേണ്ട വിളക്ക് വയ്ക്കലും നേദ്യം വയ്ക്കലും പ്രായശ്ചിത്തം ചെയ്യുള്ളൂ. കാരണം വെച്ചാൽ ഞാൻ ചെയ്താലും എൻ്റെ മുൻ തലമുറ ചെയ്താലും ഒഴുക്കേണ്ടത് ഒഴുക്കി. എന്താണെങ്കിലും ആ ഭാവത്തിലേക്ക് ഇനി ഇത് തിരിച്ചു വരാൻ പോകുന്നില്ല. കാരണം അവർ ഉപയോഗിച്ച വാള്, അവർ വിളയാടിയ വാളൊക്കെയാണ് കൊണ്ടേ ഒഴുക്കി കളഞ്ഞിരിക്കുന്നത്. ആ ക്ഷേത്രത്തിൽ കൊടുത്തു എന്നൊക്കെ പറയുന്നത്. എന്തായാലും അതിലേക്ക് ഇനി വരില്ല. പക്ഷേ ആ ചൈതന്യം ആ ഭൂമിയിലുള്ളത് കൊണ്ട് നമ്മൾ പുതിയൊരു നല്ല പീഠം വെച്ചിട്ട് ഇരുത്തുക എന്നുള്ളതാണ്. അവിടെയാണ് അടുത്ത അബദ്ധം വരാൻ പോകുന്നത്. ഇത് ചെയ്യാൻ അറിയുന്ന ആരും തൽക്കാലം നമുക്ക് അറിയണ്ടാവില്ല. കാരണം നമ്മളൊരു വലിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഇത്തരം ക്രിയകളിൽ. അപ്പോൾ നമ്മൾ ഓടിപ്പോയി അമ്പലത്തിലെ ആളോട് പറയും. അവിടെ ഇതന്നെയാണ് അവസ്ഥ. ദക്ഷിണമായിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ട് അവർ നിൽക്കുന്നത്. അവർ വന്നിട്ട് പീഠത്തിൽ ദേവി അവർക്ക് അറിയുന്ന മന്ത്രം കൊണ്ട് ബന്ധിച്ചിരുത്താൻ അറിയാം. അമ്പലത്തിൽ അതാണ്. അപ്പോൾ ഇവർ മന്ത്രം കൊണ്ട് ബന്ധിച്ച് ദേവി ഇരുത്തും. ഓക്കെ, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷെ ദേവിക്ക് ഇഷ്ടം തറവാട് മുഴുവൻ നടക്കാനാണ്. അത് പറ്റാത്ത രീതിയിൽ ഇരിക്കണതിൻ്റെ അനിഷ്ടം അവിടെ ഉണ്ട്. അപ്പോൾ കൃത്യസമയത്ത് വിളക്ക് വയ്ച്ചില്ല, കൃത്യസമയത്ത് നേദ്യം കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദേഷ്യം വേറെ വരും. കാരണം വെച്ചാൽ ബന്ധിച്ചിട്ട് പിന്നെ എനിക്കിവിടെ വിശക്കുണ്ട് ഇറങ്ങി പോകാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലോടെ വരുമല്ലോ. അതിനേക്കാൾ അപകടം എന്ന് വെച്ചാൽ ഭുവനേശ്വരി പൂജ ദിവസം ചിലപ്പോൾ ഈ പീഠം എടുത്തിട്ട് കഴുകാൻ കൊടുക്കും. നല്ലോണം ഉറച്ച് കഴുകി വൃത്തിയാക്കി തിരിച്ചു വയ്ക്കുമ്പോൾ തിരിഞ്ഞു പോയെന്ന് വിചാരിക്കാം. ഭുവനേശ്വരി അങ്ങോട്ട് തിരിഞ്ഞിട്ടിരിക്കണം, കെട്ടി വെച്ചിരിക്കണം. അതിൽ മന്ത്രം കൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ പിന്നിൽ കൊണ്ടിട്ട് നേദ്യം വെച്ചിട്ട് അമ്മ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിൻ്റെ ദേഷ്യം വേറെ വരും. അപ്പോൾ അതിൻ്റെ അനിഷ്ടങ്ങൾ വേറെ വരും. അപ്പോൾ ഈ ബ്രാഹ്മണർ ചെയ്യേണ്ട ക്രിയയല്ല വീട്ടിലെ ക്രിയയാണ്. എൻ്റെ വീട്ടിലെ അമ്മ, എൻ്റെ കാരണവർ കൊണ്ടുവന്ന അമ്മ, എൻ്റെ കാരണവരുടെ ഇഷ്ടം, എൻ്റെ വീട്ടിലെ ഭക്ഷണ രീതി, ഇതെല്ലാം ചേർന്നൊരു ദേവതയാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് ഞാനാണ്.
അത് എൻ്റെ സ്വഭാവം പോലെ. എൻ്റെ അച്ഛൻ്റെ അച്ഛനും പെട്ടെന്ന് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു, അതാണ് എൻ്റെ ദേഷ്യം എന്നതുപോലെ തന്നെയാണ് ഈ ദേവത. അപ്പോൾ ഇവർ പാലിച്ചു വന്ന ഭക്ഷണം, നിർമ്മാനന്ദ സ്വാമി തന്നെ ഒരിക്കൽ പറയുന്നുണ്ട്, രാജാവ് പെട്ടെന്ന് ഒരു ദിവസം സാത്വിക ജീവിതം, ലളിത ജീവിതം നയിക്കാൻ തീരുമാനിച്ച് വെള്ളച്ചോറും കഞ്ഞിയും കുടിച്ച് ജീവിക്കാൻ തുടങ്ങിയാലും പാടത്ത് പണിക്കാരൻ ഒരു ദിവസം അമൃതത്തിൽ കഴിക്കാൻ തീരുമാനിച്ചു, രണ്ടാളും മരിച്ചു പോകും. കാരണം ഇത് അവർക്ക് ശീലമില്ലാത്ത ഭക്ഷണ രീതിയാണ്. ഈ ഭക്ഷണം എടുക്കുന്ന ദേവത അവരുടെ ശരീരത്തിന് ഉള്ളിലുമില്ല. അതുകൊണ്ട് കുലധർമ്മം, കുലാചാരം, കുലദേവത ഇതെല്ലാം വളരെ പ്രധാനമാണ് സ്വസ്ഥതയ്ക്കും ആരോഗ്യത്തിനും. അതായത് ഞാനൊരു ആശാരിയാണെങ്കിൽ, ഞാനൊരു അധ്യാപകനായിട്ട് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഉളിയെടുത്ത് ഞാൻ ഒരു മരത്തിൽ എന്തെങ്കിലും പണിയെടുത്തില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ദേവത കോപിക്കും. കാരണം എൻ്റെ കുലത്തൊഴിലാണ്. ആ തൊഴിലിന് വേണ്ടിയിട്ട് ആരോ ഉപാസിച്ച്, എൻ്റെ തൊഴിലിൽ പെർഫെക്ഷന് വേണ്ടിയിട്ട് എൻ്റെ കാരണവർ ഉപാസിച്ചു വന്ന ദേവത എൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. എനിക്കൊന്നും ചെയ്യാറില്ല, ബോറാണ്, എനിക്ക് പഠിപ്പിക്കാറില്ല. ദേവതയുടെ ഭാവാതാണ്, എനിക്ക് പഠിപ്പിക്കാറില്ല. ആണ് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യം കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ അത് തിരിച്ചടിക്കും. ജാതീയത അല്ല അത്. പറഞ്ഞു വരുമ്പോൾ അയ്യോ ഇതാ ജാതി പറയണമെന്ന് പറഞ്ഞിട്ട് മറ്റുള്ള ആ ജാതീയത അല്ല അത് നമ്മുടെ തൊഴിലിൻ്റെ ബലത്തിന് വേണ്ടിയിട്ട് പണ്ടുള്ളവർ നടത്തിയിട്ടുള്ള ഒരു ദേവതാ സങ്കല്പമാണ്. അപ്പം അതിന് എഴുത്തച്ഛനാണെങ്കിൽ എന്ത് പണിക്ക് പോലും കുറച്ച് നേരങ്ങളിൽ അവൻ്റെ അറിവ് പഠിപ്പിക്കാൻ ഉപയോഗിക്കണം. കാരണം അവൻ്റെ വാഗ്ദേവത അവൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ കൂടെ നിൽക്കുന്നത്. ഇതാണ് കുലാചാരങ്ങൾ പാലിക്കുന്നതിൻ്റെ പിന്നിലെ ശാസ്ത്രീയത എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം ഇതന്നെയല്ലേ നമ്മൾ ഈ ഗീതയിൽ പറയുന്നത് ക്ഷേത്രേ കുരുധർമ്മം എന്ന് നമുക്ക് തന്നെ പറയാമല്ലോ. ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര എന്നുള്ളത് നമ്മൾ മാറ്റിയിടുമ്പോഴത്തേക്ക് ക്ഷേത്രേ കുരുധർമ്മം എന്ന് പറഞ്ഞു. അപ്പോൾ ആ നമ്മൾ ജനിക്കുന്ന ആ കുലത്തിൻ്റെ ധർമ്മം നമ്മൾ ഓരോരുത്തരും നിർവഹിക്കണം. അപ്പോൾ അതാണ് ഒരു വ്യാധഗീതയിലും പറയുന്നത്, അതാണ് ഓരോരുത്തർ അവരവരുടേതായ ധർമ്മം നിർവഹിക്കുക. അതിൽ യുദ്ധ ഭൂമി ഏതാണെന്നും ശരീരം എന്താണെന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിടെ. അതെ അതെ. അപ്പുറത്ത് യുദ്ധം നടക്കുന്ന സമയത്ത് ഇതേ സാധനത്തിൻ്റെ തന്നെ നമ്മുടെ പിണ്ടാണ്ടത്ത് നടക്കുന്നതായിട്ടും പറയുന്നുണ്ട്. അതെ അതെ. അപ്പോൾ നമ്മളിപ്പോൾ പൊടിയിലൂടെ ദേവത നടക്കുന്നു എന്ന് പറയുമ്പോൾ, സ്വതന്ത്രമായ ആനന്ദത്തോടുകൂടി നടക്കുന്നു എന്ന് പറയുമ്പോൾ, അതേ ദേവത നമ്മുടെ ശരീരത്തിനോട് സ്വതന്ത്രമായ ആനന്ദത്തോട് നടന്നാലാണ് ഈ ആരോഗ്യം ഉണ്ടാവുള്ളൂ. രണ്ടും തമ്മിൽ ഒന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കുലധർമ്മം അതുപോലെ അനുഷ്ഠിക്കുക എന്നുള്ളതാണോ ഓരോ വ്യക്തിയുടെയും? കുലധർമ്മം അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. വേണമെന്നല്ല പറഞ്ഞത്. സ്വസ്ഥതയും സമാധാനവും സമ്പത്തും ഐശ്വര്യവും വീട്ടിൽ കുട്ടികളുണ്ടാവലും അവർക്ക് അസുഖം ഉണ്ടാവാതിരിക്കലും ഒക്കെ വേണമെങ്കിൽ ഈ ഒരു സിസ്റ്റമാണ് ചെയ്ത് ഈ മണ്ണിൻ്റെ സിസ്റ്റമാണ്. നമ്മൾ മുസ്ലിം നിയമം ഇംപ്ലിമെൻ്റ് ചെയ്തുള്ള സ്ഥലത്ത് നമ്മൾ ട്രൗസർ ഇട്ട് ഡാൻസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വെടിവെച്ച് കൊല്ലും. അവിടുത്തെ ധർമ്മം അതാണ്. കാരണം അവിടെ നിയമം അതാണ്. കാലങ്ങളായിട്ട് പാലിച്ചു പോരുന്ന നിയമം അതാണെങ്കിൽ അത് നമ്മളവിടെ പാലിക്കേണ്ടി വരും. അതുപോലെ നമ്മുടെ ഈ മണ്ണിൻ്റെ ധർമ്മം കാലങ്ങളായി നമ്മൾ ഇവരുമായി വെച്ചിരിക്കുന്ന കരാർ ഇതാണ്. അപ്പം അതിനോട് ചേർന്ന് ജീവിച്ചാൽ നമുക്ക് തൽക്കാലത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ചിലർ പറയുന്നുണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പോലെ ജോലിച്ച് വന്നിട്ട് പറഞ്ഞിട്ട് എല്ലായിടത്തും ഒഴുക്കിയതാണല്ലോ, ഇത് അവർക്കൊരു കുഴപ്പമില്ല, ആൾ അമേരിക്കയിലാണല്ലോ ജോലി, വേറെ ഇംഗ്ലണ്ടിലാണ് പറയും. ഇത് അവന്റെ ബലമല്ല, അവന്റെ കാരണവന്മാരുണ്ടാക്കിയ ബലം തൽക്കാലത്തേക്ക് അവന് കിട്ടിയിരിക്കുകയാണ്. അടുത്ത തലമുറയിൽ അവൻ വീഴാൻ പോകുന്നുണ്ട്. ഒരു ബലവും ട്രാൻസ്ഫർ ചെയ്യാനില്ല ഇനി. കാരണം അവൻ ഇതൊക്കെ മറന്ന് സുഖമായി ജീവിച്ചു പോയി. ഇനി വരുന്ന മക്കളുടെ മക്കളോ അനുഭവിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടിയതുപോലെ മുൻ തലമുറയിൽ നിന്ന് ഒരു വഴി കാണിക്കാനോ ഒരു ബലം പകരാനോ നമ്മുടെ കയ്യിലില്ല. കാരണം നമ്മളിതിനെ പുച്ഛിച്ച് മുഴുവനായിട്ടും അവസാനിപ്പിച്ചാണ്. അപ്പോൾ എന്തുകൊണ്ട് അവനത് വരുന്നില്ല എന്ന് വെച്ചാൽ അവന്റെ കാരണവന്മാർ ഈ കാരണവന്മാരെയൊക്കെ ക്യാമന്മാരായിരുന്നു അതുകൊണ്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അവർക്ക് ആ ബലം. നമ്മൾ തന്നെ ഈ പുനർജന്മങ്ങളിൽ വിശ്വസിക്കുന്നല്ലാതെ സത്യമാണ്. അപ്പോൾ പുനർജന്മങ്ങൾ എടുത്ത് പോകുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ ജനിച്ചൊരു കുലത്തിലായിരിക്കില്ല ഞാൻ കഴിഞ്ഞ ജന്മത്തിലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അടുത്ത ജന്മം മറ്റൊരു കുലത്തിലായിരിക്കും. അപ്പോൾ എനിക്ക് ഈ വരുന്ന കുലദേവതകൾ എന്ന് പറയുന്നതിൽ വ്യത്യാസങ്ങളുണ്ടാവില്ലേ? ഒരു ബീജം തൻ്റെ സംസ്കാരത്തിന് യോജിച്ച രീതിയിൽ മുമ്പത്തെ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് വന്ന് ജനിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇപ്പം ഞാനൊരു ഫുട്ബോൾ കളിക്കാരനാണെങ്കിൽ ഇന്ത്യയിൽ അതിനുള്ള യാതൊരു സാഹചര്യം ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ ബ്രസീലിലും അർജന്റീനയിലൊക്കെ പോയി ജനിച്ചു എന്ന് വരാം. പക്ഷെ എൻ്റെ ഫുട്ബോൾ ഞാൻ കളയില്ല. അതുപോലെ ആ ഒരു ഇഷ്ടങ്ങളും ഒക്കെ നമ്മൾ പാലിക്കാൻ കഴിയുന്ന ഒരു സംസ്കാരം നോക്കി നടക്കും. അപ്പോൾ ഇവിടുത്തെ രീതിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഗ്രാമത്തിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ തന്നെ വന്ന് ജനിക്കാനാണ് സാധ്യത. അത് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്താ നാള് എന്ന് ചോദിക്കും ചില കുട്ടികൾ ജനിക്കുമ്പോൾ. നാള് പറഞ്ഞുകൊണ്ട് പറയും, ഓ മുത്തശ്ശൻ തന്നെ വന്ന് ജനിച്ചോ പോലെ എന്ന് പറയും. കൃത്യമായിട്ട് ആ നാളോട് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ പിന്നാലെ അങ്ങനെ പഠിക്കാൻ പോയിട്ടില്ല, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ സ്വഭാവം വരെ ഉണ്ടാവുന്നതാണ് പറയുന്നത്. അത് നിർമ്മാണ സ്വാമിയും പറയുന്നൊരു സംഭവമുണ്ട്, അസുഖം വന്ന് മരിക്കരുത്, അസുഖം മാറിയിട്ടേ മരിക്കാവൂ. നിങ്ങൾ 100 വയസ്സ് 90 വയസ്സാണെങ്കിൽ ശരി, നമുക്ക് പെട്ടെന്ന് കേൾക്കും അസുഖം വന്നിട്ട് മരിക്കില്ലേ തോന്നുന്നു. എന്നുവെച്ചാൽ നമ്മൾ ഒരു ജനറലൈസ് ചെയ്താണ്. അസുഖം വന്നിട്ടല്ല മരിക്കേണ്ടത്, പ്രായമായി മരിക്കാറാകുമ്പോഴാണ് മരിക്കേണ്ടത്. അല്ലാണ്ട് നെഞ്ചുവേദന എടുത്തും മേലുമുഴുവൻ പൊട്ടി കളിഞ്ഞും ശ്വാസം കിട്ടാണ്ട് ഊർജ്ജം വലിച്ചും ഇങ്ങനെ കിടന്ന് മരിച്ചാൽ ഇതിന്റെ തുടർച്ചയാണ് അടുത്ത ജീവിതം. അപ്പോൾ ഈ അവസ്ഥയിൽ അടുത്ത വണ്ടിയിൽ ഓടിക്കയറുമ്പോൾ ഈ ഊർജ്ജം വലിച്ചുകൊണ്ടായിരിക്കും.
അപ്പോൾ വന്ന് ജനിക്കുന്ന കുട്ടിക്ക് ആസ്മ ഉണ്ടാവും അർത്ഥം. കാരണം ഇത് വീണ്ടും വന്ന് ജനിക്കല്ലോ. അപ്പോൾ ഈ വലിവുമായിട്ടാണ് ഇവിടെ വന്ന് ജനിക്കുക. അപ്പോൾ അതിനെ അച്ഛനെയോ അമ്മയോ മുത്തച്ഛനെയോ കൃത്യമായി ചികിത്സിക്കാതിരുന്ന ഒരാളുടെ പേരക്കുട്ടിയായിട്ട് തന്നെ ഇത് വന്ന് ജനിച്ചിട്ട് ഈ ആസ്മയ്ക്ക് ഇയാൾ നടക്കേണ്ടി വരും വഴിപാടും ചികിത്സയായിട്ട്. അത് വിട്ടുപോകുന്നു. ചോദിക്കുന്ന കേരളത്തിൽ മൊത്തം എത്ര കുലങ്ങളുണ്ടെന്ന് ഡിഫൈൻ ആയിട്ടുണ്ടോ? ഞാൻ അത്ര ഒരു ഗവേഷണത്തിക്കൊന്നും പോയിട്ടില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതും ശരിയാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായിട്ടുള്ള കാര്യം ലളിതമായിട്ട് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ നിങ്ങൾ പറയുന്ന ഭഗവത്ഗീത പോലും ഞാൻ വിശദമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഒന്ന് ഓടിച്ച് നോക്കിയിരുന്നതിലാണ് തന്ത്രം അറിയാം. ഇങ്ങനെ ഒരു ചോദ്യം വരാം. കാരണം വെച്ചാൽ നമ്മുടെ ഈ പല കുലങ്ങളിൽ ജനിക്കും എന്ന് പറയുമ്പോൾ അപ്പോൾ കാരണം ചില ആളുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ഒരിക്കൽ ചണ്ടാല കുലത്തിലായിരുന്നു ജനിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ കർമ്മ ശ്രേഷ്ഠത കൊണ്ട് അദ്ദേഹം അടുത്ത ജന്മം നമ്മൾ പറയുന്ന സോക്കോൾഡ് ഉന്നത കുലത്തിൽ ജനിച്ചു എന്നൊക്കെ പറയുന്ന ഒരു രീതി വായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഓരോ കുലത്തിനും അതിൻ്റെതായ ഒരു അനുഷ്ഠാന ദേവതയും അവരുടേതായ ഒരു കുല ദേവതയും ധർമ്മവും വരുമ്പോൾ ഈ ഒരു വേരിയേഷൻ അവിടെ വരില്ല എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കിപ്പോൾ അതിനോട് ഉത്തരം പറയാൻ ഇപ്പോൾ നമ്മുടെയൊക്കെ ഗുരുവായിട്ടുള്ള കേരളത്തിലെ ഒരു നല്ലൊരു ശതമാനം ആൾക്കാരും ഗുരുവായിട്ടുള്ള നിർമ്മലാനന്ദ സ്വാമി പറഞ്ഞ കുറച്ച് ഉദാഹരണങ്ങൾ എടുത്താൽ ചിലപ്പോൾ അതിന് ഉത്തരവാകുമായിരിക്കാം. അതായത് കൊശവൻ അല്ലെങ്കിൽ കുമ്പാരൻ എന്ന് പറയുന്ന ഒരു വിഭാഗം മണ്ണ് കുഴച്ചുകൊണ്ടിരിക്കുക, ചവിട്ടി കുഴച്ചുകൊണ്ടിരിക്കുക. അതിന് മുകളിൽ കയറി ചവിട്ടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഒരു കുപ്പിച്ചിലുണ്ട്. ഇവനറിയില്ല. ഇവൻ ചവിട്ടുമ്പോൾ ഈ കുപ്പിച്ചിൽ ഇങ്ങനെ ഒരുപാട് ചവിട്ട് കൊള്ളുമ്പോഴേക്കും അപ്പോൾ അതൊക്കെ ചെരിഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അവൻ്റെ കാലിൽ കൊള്ളാൻ പാടില്ല. കാരണം മണ്ണിന്റെ ദേവത അവൻ്റെ ഉള്ളിലുണ്ട്. അവനൊന്ന് തൊട്ട് നിറയിൽ വെച്ചിട്ടാണ് ഇതിൽ കയറിയിരിക്കുന്നത്. ഇയാൾ എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരട്ടെ എന്ന് പറയുമ്പോഴാണ് ഈ യൂട്യൂബിലോ ആൾക്കാരൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ വ്ളോഗേഴ്സ് വന്നിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി ഉണ്ടാവും. ഞാനൊന്ന് ചവിട്ടി നോക്കട്ടെ, ആ ചവിട്ടി ഞാൻ ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇവർ കയറുമ്പോൾ ഇങ്ങനെ കിടന്ന ചില്ല് ഇങ്ങനെ വരും, കാല് പൊളിയും. കാരണം ഇവന്റെ ദേവത അല്ല അത്. മാത്രമല്ല പെർമിഷൻ ഇല്ലാണ്ടാണ് കയറിയിരിക്കുന്നത്. ഒന്ന് തൊട്ട് നിറയിൽ വെച്ചിട്ടില്ല. ഒന്ന് തൊട്ട് നിറയിൽ വെച്ചാൽ ആ ദേവത അവനെ കാക്കും. ഒന്ന് രണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചത് ഞാൻ ഇതിലൊന്ന് ചവിട്ടിക്കോട്ടെ, ആ ചവിട്ടിക്കോളും. പണ്ട് ആചാര്യമാർ ഉള്ളി എടുത്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഉള്ളിയുടെ മോശ പോകാൻ തുറണ്ടാന്ന് പറയും. ഉള്ളിയുടെ മോശ പോലും അല്ല അവിടെ. കാരണം ആ ദേവത നമുക്ക് ഇണങ്ങില്ല. അതുകൊണ്ട് വെറുതെ കൈ മുറിയുന്നതാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിലൊരു ഓർമ്മയുണ്ട്, നിങ്ങൾ കളരിപ്പയറ്റ് അറിയുന്നതാണ്, ഞാനും കളരിപ്പയറ്റ് അറിയുന്നതാണ്. പക്ഷെ ഞാൻ നിങ്ങളുടെ ഓർമ്മ എടുത്ത് വീശിയാൽ ചിലപ്പോൾ അതേ ഓർമ്മ കൊണ്ട് എനിക്ക് മുറിയും. നിങ്ങൾ തന്നു എന്ന് വിചാരിക്കും. ഇതാ ദേവത അടക്കമാണ് നിങ്ങൾ തരുന്നത്, പ്രസാദഭാവത്താണ്. അപ്പൊ ആ ദേവത എനിക്കും അനുകൂലമായിട്ട് വരും. അപ്പൊ എപ്പോഴും മരത്തിൽ കയറുന്നതിന് തൊട്ടുമ്പോ മരത്തിലൊരു ദേവതയുണ്ട്, അതിനെ തൊട്ട് അറിയിൽ വെച്ചിട്ട് ചവിട്ടുകയാണ്. സങ്കല്പത്തിൽ കയറുന്നു, വണ്ടിയിൽ കയറുന്ന എല്ലാവരും അങ്ങനെ ചെയ്യുന്നതാണ്. ഒരാൾ ചവിട്ടിയാലും നമ്മളൊന്ന് പ്രാണനെയാണ് ചവിട്ടിയത്, ബോധപൂർവ്വമല്ല അറിയാതെ കൊണ്ടതാണ്. അപമാനിക്കാതെ ഉദ്ദേശം ഉണ്ടാകും, അല്ലെങ്കിൽ അകത്തുള്ള ആൾക്ക് എന്താ തോന്നുന്നു പറയാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു അനുഷ്ഠാനം നമ്മുടെ ജീവിതത്തിൽ മൊത്തത്തിലുണ്ടായിരുന്നു. പേന പോലും എന്റെ സമ്മതമില്ലാതെ നിങ്ങൾ എന്റെ പോക്കറ്റിൽ നിന്ന് പേന വലിച്ച് എഴുതാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് കാറ്റടിച്ച് പേപ്പർ പറഞ്ഞു പോയി. നിങ്ങൾ ആ പേപ്പർ എടുക്കാൻ പോകുമ്പോൾ പേന താഴെ നിന്നുകൊണ്ട് അത് എടുക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വീണ് ചിലപ്പോൾ നെഞ്ചിൽ കുത്തി കയറി ചിലപ്പോൾ മരിച്ചു എന്ന് വരാം. കാരണം അത് സമ്മതമില്ലാതെ ഒരു ദ്രവ്യവും ഒരാളുടെ കയ്യിൽ നിന്ന് എടുക്കരുതെന്നാണ്. അപ്പോൾ കടം വാങ്ങാം, കക്കരുത്. കട്ട് കഴിഞ്ഞാൽ ദേവത കോപിച്ചിട്ടാണ് കൂടെ വരുന്നത്. ഇപ്പോൾ അലക്സാണ്ടർ ജേക്കബ് ഒക്കെ പറയുന്ന മൃദംഗ ശൈലേശ്വരിയിലത്തെ കഥ അതാണ്. കാരണം മോഷിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് സമ്മതമില്ലാണ്ടേ പോയിരിക്കുന്നത്. ഒരുപക്ഷെ അവൻ തന്നെ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കൂടെ വരണം അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ചിലപ്പോൾ ഇളക്കിയ കൂടെ പോയി എന്ന് വരും. അപ്പൊ അതുകൊണ്ട് വിത്തൗട്ട് പെർമിഷൻ ഒരു കളിക്ക് നിൽക്കുക. പുതിയ പല കേസുകളും തെളിയാത്തില്ല. അതെ, അവരതിന്റെ തന്ത്രമണി പഠിച്ചു. അതിന് ശാസ്ത്രം ചോരശാസ്ത്രം എന്ന് പറഞ്ഞ ശാസ്ത്രം തന്നെ. അപ്പൊ അങ്ങനെ ഭഗവാനൊന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പോ മാമാങ്കത്തിൽ തന്നെ സാമൂതിരി തിരുവനന്തപുരത്തിൽ അമ്മ വിളിച്ചിട്ടില്ലേ. അതായത് എന്താ ഞങ്ങൾ എന്നും ഇങ്ങനെ തോൽക്കണമെന്ന് ചോദിച്ചപ്പോൾ മങ്ങാട്ടച്ചൻ പറഞ്ഞത് എന്താ ഇങ്ങനെ എന്നും തോൽക്കുന്നത്. കാരണം വെച്ചാൽ ശക്തിയിൽ നമ്മളാണ് കൂടുതൽ, സൈനിക ബലത്തിൽ നമ്മളാണ് കൂടുതൽ, വീര്യത്തിൽ നമ്മളാണ് കൂടുതൽ. പക്ഷെ എന്നിട്ട് നമ്മളെന്താ തോൽക്കണം മങ്ങാട്ടച്ച ചോദിച്ചു. മങ്ങാട്ടച്ചൻ ഗുരുവായൂരപ്പൻ്റെ ഭക്തനൊക്കെ ആണല്ലോ. അത് അടുത്ത യുദ്ധത്തിൽ കാണിച്ചു തരാറ്. 11 വർഷമാണ് തിരുനാവായ യുദ്ധങ്ങൾ നടന്നിരിക്കുന്നത്. അടുത്ത യുദ്ധത്തിൽ കാണിച്ചു തരാണ്. അപ്പോൾ അദ്ദേഹം ഭയങ്കര കൗതുകത്തിൽ ചോദിച്ചു, അടുത്തവണ നമ്മൾ ജയിക്കില്ലേ? അപ്പോൾ എന്ന് വെച്ചു, ഇല്ല അടുത്തവണ നമ്മൾ തോൽക്കും. പക്ഷെ കാരണം ഞാൻ കാണിച്ചു തരാറ്. 10ാമത്തെ യുദ്ധത്തിലാണ് പറഞ്ഞത്. അടുത്തവണ യുദ്ധം പറഞ്ഞപ്പോൾ അതുപോലെ സാമൂതിരി തോറ്റുകൊണ്ടിരിക്കുന്ന നേരത്ത് ചോദിച്ചു, മങ്ങാട്ടച്ചൻ എന്താ കാണിച്ചു തരാന്ന് പറഞ്ഞു. വളരെ ദയനീയമായിട്ട് പറഞ്ഞു, എന്നെ ഇന്ന് തൊട്ടു നോക്കാൻ പറഞ്ഞു. തൊട്ട് നോക്കിയപ്പോൾ അപ്പുറത്ത് യുദ്ധം ചെയ്യണം തിരുവനന്തപുരം അമ്മയാണ്. ചോദിച്ചാൽ അങ്ങേക്ക് തോന്നുന്നുണ്ടോ അമ്മയോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ തോന്നുന്നുണ്ടോ ചോദിച്ചു. ഇല്ല, പക്ഷെ എനിക്ക് ജയിക്കണം, അതിനെന്താ വഴിയെന്ന് വെച്ചു. പറഞ്ഞു അമ്മ എന്നെ പിടിക്കാമല്ലോ, അത് വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ അദ്ദേഹം വേഷം മാറി തിരുവനന്തപുരം ഉപാസനയിരുന്ന് അമ്മയെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് പറഞ്ഞത് സാന്നിധ്യം ചെയ്യണം എൻ്റെ നാട്ടിൽ നിന്ന്. അമ്മയാണ് ഉപാസനാണ് വിളിക്കുന്നത്, അമ്മയ്ക്ക് ഉപകരിക്കാൻ പറ്റില്ല. അമ്മ വള എടുത്തിട്ട് ഇറങ്ങി. ആ വള ഒരാഴ്ച കിടന്ന് കറങ്ങി. അതാണ് ആഴ്ചവട്ടം എന്ന് പറയുന്നത്. ആ വള പോയി വീണ സ്ഥലമാണ് വളയനാട്. തിരുവനന്തപുരം അമ്മ തന്നെയാണ് വളയനാട് ഇരിക്കുന്നത്. ഇപ്പൊ എന്താണ്, അപ്പുറത്തും തിരുവനന്തപുരം അമ്മ യുദ്ധമുണ്ട്, ഇപ്പുറത്തും തിരുവനന്തപുരം അമ്മ യുദ്ധമുണ്ട്. അപ്പൊ ഇനി ആൾബലം എവിടെയാണോ വീര്യം എവിടെയാണോ അവിടെ ജയിക്കും. അതിൽ സൗന്ദര്യം ജയിച്ചു, 12ാമത്തെ വർഷം ജയിച്ചു, ലോകനാഥിരെ ഔട്ടായി. അപ്പൊ ദേവത വിളിച്ചാൽ വരും, നമ്മളെങ്ങനെ വിളിക്കുന്നു എന്നനുസരിച്ചാണ്. അപ്പൊ ഇനി ആൾബലം എവിടെയാണോ വീര്യം എവിടെയാണോ അവിടെ ജയിക്കും. അതിൽ സൗന്ദര്യം ജയിച്ചു, 12ാമത്തെ വർഷം ജയിച്ചു, ലോകനാഥിരെ ഔട്ടായി. അപ്പൊ ദേവത വിളിച്ചാൽ വരും.
നമ്മൾ എങ്ങനെ വിളിക്കുന്നു എന്നനുസരിച്ചാണ്. അപ്പോൾ ഈ കേരളത്തിൽ മാത്രമാണോ ഈ ഒരു സമ്പ്രദായം ഉള്ളത്? നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് മാറി തമിഴ്നാട്ടിലോട്ട് പോകുമ്പോൾ തമിഴ്നാട്ടിൽ എന്തായാലും ഉണ്ട്. കാരണം ഈ മുത്തശ്ശി എന്ന് പറയുന്നത് തമിഴ്നാട് സമ്പ്രദായമായിട്ടാണ് പറയുന്നത്. അപ്പോൾ കേരള തമിഴ്നാട് പറഞ്ഞ പണ്ടത്തെ കൊങ്ങുനാടൊക്കെ ഉണ്ടല്ലോ, അതെ അതെ അതെ. അപ്പൊ ആ ഒരു ഏരിയ കൂടി ചിലപ്പോൾ ചേരമാൻ പെരുമാളൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുത്തില്ല. പറഞ്ഞാൽ മുമ്പത്തെ പെരുമാക്കന്മാർ, അതായത് ഇവിടുത്തെ നായർപടി നമ്പൂതിരിപ്പടിയും കൂടി യുദ്ധം ചെയ്തിട്ട് തോറ്റു കൊങ്ങുനാടിനോട്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്താ നമ്മൾ തോൽക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അത് അവിടെ തന്നെ പോയി ചോദിച്ചാലോ എന്ന് ചോദിച്ചു. ആലോചിക്കണം, പണ്ടത്തെ ശത്രുതയാണെങ്കിൽ പോലും എന്ത് രസമുള്ള ശത്രുത. അതിന് ഇവിടുന്ന് ഒരു യുദ്ധം അവിടെ പോയി ചോദിച്ചു. വെള്ളയിൽ നമ്പൂരിയാണ് പോയ സംശയം, പേര് ഓർമ്മയില്ല. അദ്ദേഹം അവിടെ പോയിട്ട് ഞങ്ങൾ പടയിൽ ഞങ്ങൾ ക്യാമറ പക്ഷെ എന്നിട്ട് ഞങ്ങൾ തോറ്റു ചോദിച്ചു. അവർ നിങ്ങൾക്ക് 100 ആൾക്ക് 100 അഭിപ്രായമാണ്. ഞാൻ ക്ഷത്രിയധർമ്മം പാലിക്കുന്ന ആളാണ്, ഞാൻ പറഞ്ഞ ആൾക്കാർ കേൾക്കും, അതുകൊണ്ട് നിങ്ങൾ തോറ്റ പറഞ്ഞു. ഉടനെ പറഞ്ഞു അങ്ങേക്ക് ഞങ്ങളെ നയിക്കാൻ പറ്റുമോ ചോദിച്ചു. അങ്ങനെയാണ് ആദ്യത്തെ പെരുമാൾ കേരളത്തിൽ വരുന്നത്. ആ പെരുമാളാണ് പിന്നീട് മാമാങ്കത്തിന് അധ്യക്ഷനായി മാറുന്നത്. അതായത് നയിക്കാൻ ഒരു പ്രാപ്തിയുള്ള ഒരാൾ വേണ്ടേ. അപ്പോൾ തമിഴ്നാടും ഇതൊക്കെ ചേർന്നൊരു ഭാഗമായിരുന്നു. തിരുവഞ്ചിക്കുളവും മറ്റേ സുന്ദരമൂർത്തി നായനാരും ചേരമാൻ പെരുമാളിൻ്റെയൊക്കെ ക്ഷേത്രമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ കേരളത്തിൽ രണ്ടോ മൂന്നോ നമ്പരുണ്ട്, സിദ്ധന്മാരുണ്ട്, പെരുമാക്കന്മാരുണ്ട്. അപ്പൊ അത് കേരള തമിഴ്നാടിന്റെ ഒരു സ്വഭാവമുള്ള ഒരു ഭൂമിയുടെ ദേവതയായിരിക്കാനാണ് സാധ്യത. കർണാടകയിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഭൂമി പ്രവിശ്യ എന്തായാലും വരും. ഗോകർണത്തിന്റെ ആ ഭാഗത്ത് ചിലപ്പോൾ തന്നെ ആയിരിക്കും. കാരണം ഇപ്പൊ ഈ കാന്താര എന്നുള്ള സിനിമ ഇറങ്ങുമ്പോൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത് അവിടെയുള്ള ഈ സങ്കല്പങ്ങളൊക്കെ നമ്മളുമായിട്ട് വളരെ എന്താണെങ്കിൽ ഈ കോസ്റ്റൽ ഏരിയ ഒക്കെ പ്രകൃതി എന്നാണ് ഇത് മുഴുവൻ ഉണ്ടാവുന്നത്. പ്രകൃതിക്ക് ഒരു കോമൺ സ്വഭാവം ഉണ്ടെങ്കിൽ ഏതാണ്ട് ഗോവ വരെയും അങ്ങനെ എനിക്ക് സമ്പ്രദായം വരണം. കാരണം വലിയ വ്യത്യാസം കാലാവസ്ഥയില്ല. ഇവിടെ മഴ പെയ്യുമ്പോൾ അവിടെയും മഴയാണ്. ഏതാണ്ട് മറ്റേ നെല്ലും തെങ്ങൊക്കെ തന്നെയാണ്. അപ്പൊ ഇതിന്റെ അപ്പുറത്തേക്കുള്ള സ്ഥലങ്ങളിൽ ഈ പറയുന്ന സങ്കല്പങ്ങൾ ഇല്ല എങ്കിൽ അതിന് എന്തായിരിക്കും കാരണം? കാരണം നമ്മൾ വിശ്വസിക്കുന്ന എല്ലാം ഒന്നിൽ നിന്ന് വന്നു. എല്ലാ ദേവതകളും യഥാർത്ഥത്തിൽ ഒന്നിന്റെ തന്നെ പല രൂപങ്ങളാണ്. എല്ലാ മനുഷ്യരും ഒന്നിന്റെ തന്നെ പല രൂപങ്ങളാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിന്റെ അപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്നും ഈ പറയുന്ന ആരാധനാക്രമങ്ങളിൽ ഇല്ലാതാകുന്നതിന് എന്തായിരിക്കും ഒരു കാരണം? അല്ല, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കരടികളെല്ലാം ഒന്നാണെന്ന് സങ്കല്പിച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ കാട്ടിലെ കരടി പിടിച്ചിട്ട് മറ്റേ മഞ്ഞൾ ഹിമക്കരടിയുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവൻ ജീവിക്കും. കരടിയൊക്കെ ഒന്നല്ലേ, കരടി തന്നെയല്ലേ. ആഴ്ചയ്ക്ക് ഒരു വ്യത്യാസമില്ല, ചെറിയ നിറ വ്യത്യാസം ഉണ്ടെന്നല്ലാണ്ട് പറഞ്ഞല്ലോ. അപ്പം അതല്ല, സമ്പ്രദായങ്ങളൊക്കെ പലതാണ്, മനുഷ്യരും പല തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ തല്ലുകൊണ്ടും കാര്യമില്ല. ഈ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന എല്ലാം പരമമായ ഊർജത്തിൽ നിന്നും വന്നു എന്നുള്ളത് ശരി. പക്ഷെ പിന്നെ അവന്റെ പൂർവ്വജന്മ ചോദനകളും അവന്റെ വാസനകളൊക്കെ അതിൽ കലരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒരേ സ്വഭാവത്തിലേക്ക് എന്തായാലും വരില്ല. ഭാരതത്തിൽ നിന്ന് പോയ ഒരു സന്യാസി ശ്രേഷ്ഠൻ ഭാരതത്തിന്റെ 4 ഭാഗങ്ങളിൽ പോയി 4 മഠങ്ങൾ സ്ഥാപിക്കുകയും ഹിന്ദുമതത്തിനെ നവീകരിക്കുകയും പുനരുദ്ധാനം ചെയ്യുക ചെയ്തു. അപ്പോൾ അദ്ദേഹം ഒരു ഏകീകൃതമായ ഒരു സമ്പ്രദായം കൊണ്ടുവന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് ഏകീകൃതമായ സമ്പ്രദായമല്ല കൊണ്ടുവന്നിരിക്കുന്നത്. കേരളത്തിലുള്ള ആള് വേണം കാശ്മീരിൽ പോയിക്കാൻ, കർണാടകയിലുള്ള ആള് വേണം മഹാരാഷ്ട്രയിൽ പോയിക്കാൻ, ഗോവക്കാരൻ വേണം തമിഴ്നാട്ടിൽ പൂജിക്കാൻ എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടാക്കി. എല്ലാ രാജ്യങ്ങളും തമ്മിലും ശത്രുത ഉണ്ടെങ്കിലും ഒരു സന്യാസിക്കും ഒരു രാജ്യവും കടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു രാജാവും തടഞ്ഞിരുന്നില്ല. കാരണം അതാണ് നമ്മളുടെ ആ ധർമ്മത്തിന്റെ ഒഴുക്ക് എന്ന് പറയുന്നത്. ഈ സന്യാസിമാര് അവരെ നദികളായിട്ടാണ്, പുണ്യ നദികളായിട്ടാണ് സന്യാസിമാരെ കരുതുന്നത്, കാരണം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്ര ശത്രുരാജ്യത്തിൽ കൂടി സന്യാസിക്ക് ധൈര്യമായിട്ട് കടന്നു പോകുന്ന ഒരു സാധനം ഉണ്ടാക്കിയത് ശങ്കരാചാര്യരാണ്. ഈ പരസ്പരം തല്ലുകൂടാതെ ഉള്ള സമ്പ്രദായങ്ങളെ മുഴുവൻ യോജിപ്പിച്ചു. അല്ലെങ്കിൽ ഒരു പ്രത്യേക സമ്പ്രദായത്തിന്റെ പുറകെ പോയിട്ട് ഈ പറഞ്ഞ ഏകദൈവ വിശ്വാസത്തിൽ നമ്മൾ പോയി ചാടുകയാണ്. അതിന് ദീർഘവീക്ഷണത്തിൽ അദ്ദേഹം മാറ്റിയതായിരിക്കാനാണ് ഒരു സാധ്യത. 2, കേരളം എന്ന് പറയുന്നത് സൃഷ്ടിയുടെ ഭൂമിയാണ്. കേരളം തന്നെ സൃഷ്ടിച്ചെടുത്ത ഭൂമിയാണ്. കേരളം സൃഷ്ടിയുടെ ഭൂമിയാണ്. സൃഷ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ദേവതയും ഇവിടെ ഉണ്ടായിട്ടേ ഉള്ളൂ, ബാല്യാവസ്ഥയിലാണ്. അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണം. ഒരു അമ്മ കുഞ്ഞിനെ എന്ന പോലെ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം. ഇവിടുത്തെ കറികൾ നോക്കിയാൽ അറിയാം. നമ്പൂതിരി ചെയ്യുന്ന അമ്പൂരി തൊടാൻ പാടില്ല, ക്ഷേത്രത്തിനുള്ളിൽ കയറാൻ പാടില്ല, ശ്രീകോവിൽ തൊടാൻ പാടില്ല, പൂജാസാധനങ്ങൾ തൊടാൻ പാടില്ല. കാരണം കൈമാറി കുട്ടിയെടുക്കരുത് എന്ന് പഴയ കുട്ടികളെ കുറിച്ച് അമ്മമാരോട് പറയുന്ന അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അശുദ്ധി വരും, അശുദ്ധമാക്കണം. അവർ സൃഷ്ടിക്കപ്പെട്ട അധിക കാലമാവാത്ത ബാല്യാവസ്ഥയിലുള്ള ദേവതകളാണ് കേരളത്തിലുള്ളത്. കേരളം, തമിഴ്നാട്, കർണാടക എന്ന് പറഞ്ഞാൽ അതാണ് സൃഷ്ടിയുടെ ഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അത് കഴിഞ്ഞ് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്രായമായതാണ്. അപ്പോൾ അവിടെ നമ്മൾക്ക് തൊട്ട് പൂജിക്കാവുന്ന അവസ്ഥ, വിഗ്രഹങ്ങൾ നമുക്ക് തൊട്ട് നമുക്ക് തന്നെ. അത് കഴിഞ്ഞ് കാർണോരായി മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ സംഹാരത്തിന്റെ ഭാവത്തിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ പൂജയെ ചെയ്യേണ്ട കാര്യമില്ല. അവിടെ പോയി നിന്നാൽ മതി. ആ ഭൂമി തന്നെ പുണ്യമാണ്. നമ്മൾ ആ കാർണോരുടെ അല്ലെങ്കിൽ ശിവന്റെ ഒക്കെ അടുത്ത് നിന്നാൽ മതി. ഹരിദ്വാർ പോലെ കേദാർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വെറുതെ നിന്നാൽ പോലും അതിന്റെ തേജസ് നമ്മളിലേക്ക് വരും. അതാണ് അതിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നുള്ളതിൽ ഇവിടെ സൃഷ്ടിക്കപ്പെട്ട ബാല്യാവസ്ഥയാണ്, യൗവനാവസ്ഥയാണ്, വാർദ്ധക്യാവസ്ഥയാണ്. അങ്ങനൊരു വ്യാഖ്യാനം ഉണ്ടെന്നല്ല. അതാണ് ഇവിടെ ഇത്രയും സൂക്ഷിച്ചിരിക്കുന്നത്. അല്ലാണ്ട് ഇവിടുത്തെ നമ്പൂതിരിമാർ കുഴപ്പക്കാരായതുകൊണ്ടോ അയിത്തമുള്ളതുകൊണ്ടൊന്നല്ല. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിന്റെ പ്രൊപ്പഗാൻഡകളാണ്. അയിത്തം എന്ന് പറഞ്ഞ സാധനം. ഇതൊന്നും അയിത്തം കൊണ്ടല്ല.
നിങ്ങളുടെ ദേവതയും എൻ്റെ ദേവതയും ചേരില്ല. കാരണം ഞാൻ ഇറച്ചിയും ചോരയും കഴിക്കുന്ന എൻ്റെ ശരീരത്തിൽ ആ ദേവത, നിങ്ങൾ ഈ പൂവും പായസം മാത്രം കഴിക്കുന്ന ദേവതയായിട്ട് ചെന്ന് ചിലപ്പോൾ നിങ്ങളെ തോൽക്കുക, അതുകൊണ്ട് ഞാൻ മാറിപ്പോകുക എന്നുള്ളതാണ്. അത് പിന്നീട് ഇതിപ്പോൾ കോവിഡിൻ്റെ സമയത്ത് രണ്ടാൾക്കാർ ഇത്ര അകത്തിൽ നിൽക്കണം പറഞ്ഞാൽ അയിത്തായിരുന്നത്, അതിന് അയിത്തെന്നാണ് പറഞ്ഞത്. പക്ഷെ അതൊക്കെ അയിത്തായിട്ട് മാറിയിട്ടുണ്ട്. നമ്പൂതിരിമാർ വളരെ മോശമായിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഹിന്ദുവിൻ്റെ തകർച്ചയ്ക്ക് നല്ലൊരു ശതമാനം സംഭാവന നമ്പൂതിരിമാരനെ തന്നിരുന്നു, ഈ പറഞ്ഞ ഭ്രഷ്ടം അയിത്തൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ തുടക്കം ഇതൊക്കെ ശുദ്ധാവസ്ഥയിൽ തന്നെ, പിന്നീട് അധികാരവും പണമൊക്കെ വരുന്ന സമയത്ത് ഇത് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കേരളത്തിൽ നിലനിൽക്കുന്ന ഈ ആരാധന സമ്പ്രദായങ്ങളുടെ അത് തുടക്കം യഥാർത്ഥത്തിൽ ഈ മലബാർ സമ്പ്രദായമാണോ അതോ ഈ നമ്പൂതിരി സിസ്റ്റമാണോ? നമ്പൂതിരി സിസ്റ്റം ഒന്നാവില്ല, അത് മലബാർ സമ്പ്രദായത്തിൽ തന്നെ. കാരണം ഇവിടെ എല്ലാ മലകളും ദേവതകളായിരുന്നു. അതുകൊണ്ടാണ് മലയിടിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്നിട്ട് ഇപ്പൊ ആരും പ്രതിഷേധിക്കില്ലല്ലോ. ഏതെങ്കിലും ഒരു മലയിൽ മണ്ണ് മാന്തി ജെസി ആരെങ്കിലും അവിടെ പ്രതിഷേധിക്കുന്നു. പക്ഷെ ഒരു 40 കൊല്ലം അങ്ങനെ ആയിരുന്നില്ല. ഒരു മലയിൽ നിന്ന് ഒരു മണ്ണ് മാന്തെടുത്തു കഴിഞ്ഞാൽ അപ്പോഴേക്കും അവിടെ ജനകീയ സമരങ്ങൾ. എന്തിനാ ജനകീയ സമരം? പ്രത്യേകിച്ച് എനിക്കൊന്ന് കമ്മീഷൻ കിട്ടിയിരുന്നല്ല. പക്ഷെ ആ പ്രതിഷേധം പോലും നമ്മുടെ ഉള്ളിലില്ലാതെ, കാരണം വെച്ചാൽ അതൊക്കെ ദേവതകളുടെ ആസ്ഥാനങ്ങളായിരുന്നു. ആ ദേവതകളുടെ സ്ഥാനം ഇളകുമ്പോൾ ആ ദേവത പ്രഭാവത്തിൽ നിൽക്കുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളിലും രോഷം ഉണ്ടാവുകയും അവർ പ്രതിഷേധിക്കുകയാണ് ചെയ്തത്. ആ ദേവതകളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരാല് മുറിക്കുമ്പോൾ നമുക്ക് പ്രതിഷേധം ഉണ്ടാകും. എത്ര കൊല്ലം മുമ്പേ? ഇപ്പൊ പ്രതിഷേധമില്ല. അത് റോഡ് വീതി കൂട്ടുണ്ടായി, അത് വികസനം വരണ്ടേ പറഞ്ഞിട്ട് നമ്മളതിനെ ന്യായീകരിക്കണം. കാരണം നമ്മുടെ ബലം പോയി. ആ ബലം ആദ്യം കളഞ്ഞാണ്, പ്ലാൻ ചെയ്ത് കളഞ്ഞിട്ടുള്ളതാണ്, പഠിച്ചു കളഞ്ഞിട്ടുള്ളതാണ്. അത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇതൊന്നും ആകസ്മികമായിട്ട് സംഭവിക്കുന്ന കാര്യം. ഹിന്ദുക്കൾക്ക് മാത്രമേ ഹിന്ദു എന്താ പറയുക, ബാക്കിയെല്ലാവരും നന്നായി പഠിച്ചിട്ടുണ്ട്. എങ്ങനെ തകർക്കണമെന്ന് നന്നായി പഠിച്ചിട്ടുണ്ട്. സംസ്കൃതം നന്നായി പഠിച്ചിട്ടാണ് അവർ കളിക്കുന്നത്. ക്ഷേത്രങ്ങൾ തകർക്കുന്നത്, കാവുകളെ ക്ഷേത്രങ്ങളാക്കി മാറ്റുന്നത്. കാവുകളുടെ ദേവത സ്വതന്ത്രമായി ഇറങ്ങി നടക്കുന്ന ദേവതയാണ്, തട്ടകത്തിൽ മുഴുവൻ സഞ്ചരിക്കുന്ന ദേവതയാണ്. അതിനെ ഈ പറഞ്ഞ മന്ത്രം കൊണ്ട് കെട്ടി കൊടിമരം നാട്ടിയിട്ട് ബന്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് രക്ഷയുണ്ട് നാടിനെന്നാണ്? ആ നാട് നശിക്കും. പക്ഷെ കാവുകളാണ്, ക്ഷേത്രങ്ങൾ ക്ഷേത്രമാണ്. രണ്ടും സമ്പ്രദായമേ പറയണം. ഗ്രന്ഥങ്ങൾ, അടിസ്ഥാന ഗ്രന്ഥങ്ങൾ പറയണം, പൂജാവിധാനങ്ങൾ പറയണം, ദ്രവ്യങ്ങൾ പറയണം, എല്ലാം വ്യത്യാസമുണ്ട്. നമ്മുടെ ഈ കേരളത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പറയുമ്പോൾ സാധാരണ പരശുരാമനുമായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ട്. അപ്പോൾ പരശുരാമൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ച ഒരു സിസ്റ്റം, അതിനുശേഷമാണ് ഇവിടെ യഥാർത്ഥത്തിൽ പൂജാവിധികൾ ശരിയായ രീതിയിൽ ശാസ്ത്രീയമായിട്ട് വന്നതെന്നൊരു വാദം കേൾക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ആദ്യമേ ചോദിച്ചത്, അങ്ങോട്ട് ഈ നമ്പൂതിരി സമ്പ്രദായമാണോ അതോ മലബാർ സമ്പ്രദായമാണോ? അല്ല, പരശുരാമൻ ചെയ്തത് നമുക്കതിൽ എടുക്കാവുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞത്, പരശുരാമൻ ഈ ഭൂമി സൃഷ്ടിച്ചു. അദ്ദേഹത്തിന് തപോബലത്തിൽ ഭൂമിയല്ല എന്തും സൃഷ്ടിക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിന് യാഗം ചെയ്യാൻ വേണ്ടി ഭൂമി ചോദിച്ച സമയത്ത് യാഗം ചെയ്യാൻ ഭൂമി തരാൻ പറ്റില്ല. നിങ്ങൾ മഹാഭാവിയാണ്, നിങ്ങൾക്കൊരു ഭൂമി യാഗം ചെയ്യാൻ വേണ്ടി തന്നാൽ അതിൻ്റെ പാപം എനിക്ക് കൂടി വരാം. ക്ഷത്രിയ 24 വട്ടം ക്ഷത്രിയ വന്നു. കാരണം ഒരാളെ കാണിച്ചില്ലെങ്കിൽ പോലും ഇവരെല്ലാവരും അതിന് പെടേണ്ട കാര്യമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നിന്ന പരശുരാമൻ എങ്കിൽ പിന്നെ ഒരു കുറ്റബോധം ഉണ്ടല്ലോ, ഇനി എനിക്ക് ഈ മഴു വേണ്ട. ഗോകർണത്തുനിന്ന് പ്രാർത്ഥിച്ച് മഹാദേവന് മുന്നിൽ നമസ്കരിച്ച് ആളുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. ആ മഴു വലിച്ചെറിഞ്ഞ സമയത്ത് ഇനി ഞാനിത് ചെയ്യില്ല, അതായത് ഒരാളെ ഇനി കൊല്ലില്ലാൻ തീരുമാനിക്കുന്ന സമയത്ത് കൃത്യമായ പശ്ചാത്താപം നടന്ന സമയത്ത് അദ്ദേഹത്തിന് യാഗം ചെയ്യാൻ വേണ്ട ഭൂമിയോട് ഉയർന്നു വരും. കേരളം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ കേരളം ഉണ്ടായി വേറെ എവിടെയൊക്കെ സൃഷ്ടിച്ചതിന് മുമ്പ് കേരളം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നോക്കിയൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞാൽ അതിൻ്റെ പ്രകൃതിയിൽ ഓക്കെ, അതിൻ്റെ പ്രായശ്ചിത്തം പൂർണ്ണമാണെങ്കിൽ നിന്റെ ആഗ്രഹം നടത്താൻ ഞാനൊരു വഴി ഒരുക്കി തരുന്നതാണ്. കേരളം ഉയർന്നത് കടലിൽ നിന്നാണ് വന്നത്, ലവണ ജലമായിട്ട് കിടന്നത് ഭൂമിയാണ്, ഉപ്പാണ്, നാഗങ്ങളുടെ ഭൂമിയാണ്. സ്വാഭാവികമായിട്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇത് കടലിലേക്ക് തന്നെ തിരിച്ചു പോകും. കാരണം അതിന്റെ പൂർവാവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ ഒരു ബുദ്ധിമുട്ടില്ല. പ്രകൃതിക്ക് നീ യാഗം ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ പോകണം എന്ന് പറയാം, നിന്റെ യാഗം കഴിഞ്ഞാലും ഞാൻ പോകാം. അപ്പൊ ഇനി ഇത് തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടി, ശരിക്കും യാഗഭൂമിയാണ്. അപ്പൊ ഇനി ഇത് തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അതാണ് പരശുരാമൻ ചെയ്തിരിക്കുന്നത്. 108 ദുർഗാക്ഷേത്രങ്ങളും 108 ശിവക്ഷേത്രങ്ങളും വെച്ചിരിക്കുന്നത്. എൻ്റെ ആദ്യം 4 ചതുരാംബികമാരെ വെച്ചു. ബാലാംബിക കന്യാകുമാരിയിൽ, ലോകാംബിക കൊടുങ്ങല്ലൂരിൽ, ഹേമാംബിക പാലക്കാട്, മൂകാംബിക കൊല്ലൂര്. 4 അതിർത്തിയിൽ, കിഴക്ക് വടക്ക് പടിഞ്ഞാറ് തെക്ക് എന്നുള്ള അതിർത്തിയിൽ 4 അംബികമാരെ വെച്ചു. 108 ദുർഗാലയങ്ങൾ വെച്ചു, 108 ശിവക്ഷേത്രങ്ങൾ വെച്ചു. നിങ്ങൾ നോക്കിക്കോളൂ, ഈ വിദേശ ആക്രമണികൾ വന്നിട്ട് തകർത്തത് ഈ 108 ദുർഗാക്ഷേത്രങ്ങളും 108 ശിവക്ഷേത്രങ്ങളും തെരഞ്ഞു പിടിച്ചിട്ട് തകർത്തുണ്ടാവുക. വിഷ്ണു ക്ഷേത്രങ്ങൾ നേരെ ഒരു വന്നിട്ടുണ്ടാവില്ല. വിഷ്ണു ക്ഷേത്രങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ സമ്പത്ത് കൊള്ളടിക്കാനായിരുന്നു. പക്ഷെ പവർ പോയിന്റ് എന്ന നിലയ്ക്ക് തകർത്ത്. കാരണം വെച്ചാൽ ഈ രാജ്യം നശിക്കണമെങ്കിൽ ഈ 108 മാത്രം തൊട്ട്, കാരണം 108 എന്ന് പറഞ്ഞ ശരീരത്തിലെ മർമ്മമാണ്. അപ്പൊ കേരളത്തിന്റെ മർമ്മസ്ഥാനങ്ങളാണ്. മർമ്മത്തിൽ അടിച്ചു കഴിഞ്ഞാൽ മരണമാണ്. അപ്പൊ ഇതും അവർ പഠിച്ചിട്ട് തന്നെ വന്നിരിക്കുന്നത്. അപ്പൊ ആ ഊർജങ്ങളുടെ ഇരിപ്പിലാണ് ഈ ഭൂമി ഇങ്ങനെ നിൽക്കുന്നത്. അതിനെ നശിപ്പിച്ച് കഴിഞ്ഞാൽ അത് കടലെടുക്കും. എന്റെ ഒരു ലോജിക്കാണ് ഞാൻ പറഞ്ഞത്. യുക്തിക്ക് തോന്നുന്നതാണെങ്കിൽ എടുത്താൽ, അല്ലെങ്കിൽ തള്ളി കളഞ്ഞെങ്കിൽ മണ്ടനാണ്, അന്ധവിശ്വാസം പ്രചരിപ്പിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് വിരോധമൊന്നുമില്ല, ഞാനിത് പറയും. അപ്പൊ അദ്ദേഹം സ്വാഭാവികമായിട്ടും പൂജിക്കാൻ പറ്റുന്ന ആൾക്കാർ ആരാന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പാമ്പുകൾ ധാരാളം, എവിടെ തിരിഞ്ഞാലും പാമ്പുകളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന വഴികൾ നോക്കിയിട്ടാവും പാമ്പുകൾ ധാരാളം വന്നിട്ടുണ്ടാവും. മറ്റേ ഒരു സ്ഥലത്തും ഇല്ലാത്ത അത്രയും പാമ്പുകൾ കേരളത്തിലുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അന്തരീക്ഷം
ശുദ്ധമാവാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആലുകൾ ഉണ്ടായിരുന്നത് കേരളത്തിലായിരുന്നു. ഈ ആലുകൾ തകർത്തതിന് ശേഷമാണ് ഇവിടെ ഇത്രയും വരൾച്ച വന്നതിലും മദ്രാസിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠനം വരെ നടന്നത്. അതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആലുകൾ ഇപ്പോഴും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുട്ടിക്കാലത്തിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10 കിലോമീറ്റർ എടുത്തു കഴിഞ്ഞാൽ ചുരുങ്ങിയത് 20 ആല് നമുക്ക് ഓർമ്മയുണ്ടാവും. ഇന്ന് ഒരെണ്ണം പോലും ഇല്ല. വെട്ടലല്ലാതെ പുതിയത് വെക്കില്ല. ആലിന് വെള്ളത്തിനെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെക്കാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ആല് ധാരാളം ഉണ്ടാവുന്ന ക്ഷേത്രകുളം വറ്റാതിരിക്കുന്നത്. മതിലിടിയും പിന്നെ ഇത്ര സ്ഥലമൊക്കെ വെറുതെ കളയാൻ വെറുതെ ഒന്നും ആരും കളയണമെന്നില്ല. ആ ആര് കാണിക്കുന്ന ധർമ്മം ചെറുതല്ല, മറന്നിട്ടാണ് ഈ കളിക്കുന്നത്. ആദ്യം മറ്റു മതങ്ങളെ നോക്കി പഠിക്കൽ അവസാനിക്കണം. അവര് കാശുണ്ടാക്കി, അവര് നന്നായി എന്നുള്ളത് അസൂയോട് കൂടിയുള്ള പഠനം അതല്ല വേണ്ടത്. അവർക്കൊന്നും ആനന്ദമില്ലെങ്കിൽ ആ ആനന്ദത്തിന്റെ വഴി എൻ്റെ മതം പറഞ്ഞു തന്നിട്ടുണ്ട്, എൻ്റെ സംസ്കാരം പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് വെച്ചിട്ട് അതിലേക്ക് തിരിച്ചറങ്ങണം. ആ ആനന്ദത്തിൽ നിന്നും ഈ പറഞ്ഞ പോലെ എന്തും സൃഷ്ടിക്കാൻ കഴിയും. കേരളം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരാൾ പുറത്തുണ്ടായിരുന്നു. അതവിടെ ഇപ്പോഴത്തെ മതങ്ങൾക്ക് ആരെങ്കിലും ഒരു ഭൂമി സൃഷ്ടിക്കാൻ പറ്റില്ല. അങ്ങനെ ആലോചിക്കാലോ. മഹാഭാരത രാമായണം പോലെ ഒരു കൃതി സൃഷ്ടിക്കാൻ കഴിയുന്നു. അതിന് പകരം അവർക്ക് കാശുണ്ടായി. എന്ത് കാശുണ്ടായി? മീൻ വിറ്റിട്ട് കാശുണ്ടായി. മീൻ വിറ്റൂടെ? അത് വിറ്റിട്ട് കാശുണ്ടാക്കി, നന്നായി പറഞ്ഞിട്ട് കാശുണ്ടാക്കിയത്. അല്ലാണ്ട് പണിയെടുക്കൂല, അവനെ കുറ്റം പറയുക പറഞ്ഞാൽ മോശമാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഒന്നുകിൽ അവന്റെ ധർമ്മം ആചരിക്കുക, അല്ലെങ്കിൽ അവൻ മറ്റവനെ പോലെ പണിയെടുക്കുക. ചുമ്മാ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ഈ കേരളത്തിൽ ധാരാളം നാഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇവിടെയുള്ള നായന്മാർ യഥാർത്ഥത്തില് നാഗ ആരാധന ചെയ്തിരുന്ന ആൾക്കാരാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ മുൻകുടുമയും പിൻകുടുമയും ഒക്കെ വയ്ക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് അതിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന്റെ വാസ്തവത എന്താണ്? ഞാൻ അത്തരം ചരിത്ര പഠനങ്ങളോട് താല്പര്യമുള്ള ആളല്ല. കാരണം വെച്ചാല് വാക്കുകളെടുത്ത് കളിക്കുക എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ അല്ല, ഈ കുടുംബ സമ്പ്രദായം ഈ ബ്രാഹ്മൺസും നായേഴ്സും ആർക്കും കുടുംബമില്ലാത്തത് അല്ല, വല സൈഡ് അങ്ങനെ വെച്ചിട്ട് അതിപ്പോ കുലം അറിയാൻ വേണ്ടിയിട്ട് ഇടതും വലതൊക്കെ ആർക്കാണ് കുടുംബമില്ലായിരുന്നു കേരളത്തിൽ. ആചാര്യശ്രേഷ്ഠനായ ഓരോ കുലത്തിലെയും കാരണവർക്ക് കുടുംബിയുണ്ടായിരുന്നു, പൂണൂലുണ്ടായിരുന്നു. ഇവിടുത്തെ ആശാരിക്കും മോശാരിക്കും കൊല്ലനും കരുവാനും എല്ലാവർക്കും പൂണൂലുണ്ടായിരുന്നു. അവ ഈ പൂണൂര് നമ്പൂതിരിമാരുടെ കുത്തക ആയിരുന്നില്ല. അവ കുടുംബയും പൂണൂരും ഇവിടെ പുരുഷന്റെ ജ്ഞാനത്തിന്റെ ലക്ഷണങ്ങളായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയൊരു ധാരണ വെച്ചിട്ട് ഞാൻ എഴുതുന്ന ചരിത്രങ്ങളാണ് അതൊക്കെ വരുന്നത്. എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞ ഭാരതത്തിൽ ചരിത്രങ്ങളില്ല, ചരിത്ര പുസ്തകങ്ങളില്ല. അതിന് കാരണം കൂടി പറയാം. ഞാൻ എന്താണെങ്കിലും എൻ്റെ അടുത്തൊരു ചരിത്രം എഴുതാൻ പറഞ്ഞു. അപ്പൊ പറയുന്നത് പിണറായി വിജയനാണ്. എങ്ങനെ പോയാലും എൻ്റെ ചരിത്രത്തിൽ കുറച്ച് 2 വർഷം ചായ ഉണ്ടാവും ഉറപ്പാണ്. എനിക്ക് ആശയം എന്നിട്ട് എഴുതിക്കുന്നത്. ഇനി അതല്ല മറ്റേ വി ഡി സതീശൻ, മറ്റേ തീവ്രവാദം അടിച്ചു കൊടുക്കാൻ പറഞ്ഞ മുഖ്യമന്ത്രിയില്ലേ, അപ്പൊ അദ്ദേഹമാണ് എഴുതാൻ പറഞ്ഞെങ്കിൽ ഞാൻ സ്വാഭാവികം കോൺഗ്രസിന് അനുകൂലമായിട്ട് എഴുതി വരും. ഇപ്പുറത്ത് BJP സുരേന്ദ്രനാണ് പറയണമെങ്കിൽ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എഴുതി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു ചരിത്രവും നിഷ്പക്ഷമായിട്ട് വരാനുള്ള സാധ്യത കുറവാണ്. അഥവാ അങ്ങനെ നിഷ്പക്ഷമായി വന്നാൽ പോലും ഞാനിപ്പോൾ ഈ പറഞ്ഞ പരശുരാമനെ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ എഴുതുന്ന പരശുരാമൻ മഴ എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ അത് തെറ്റാണെങ്കിലോ? ഞാനൊരു അക്ഷരത്തിലേക്ക് അതിനെ കടത്തി സ്ഥാപിച്ചു കഴിഞ്ഞാൽ 7 തലമുറ കടന്നു വന്ന ജ്ഞാനമേ ഗ്രന്ഥമാകാവൂ എന്നൊരു ശാസ്ത്രമുണ്ട് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുകയാണ് പരശുരാമൻ ഉണ്ടായിരുന്നു, ആൾ കോഴിക്കോട് നിന്ന് ചായ കുടിച്ചിട്ടാണ് പോയെന്നൊക്കെ എനിക്കാണ് തോന്നുന്നത്. ഞാനതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറ അത് വിശ്വസിക്കും. ഇത് ബ്രഹ്മഹത്യാപാപത്തിന് തുല്യമാണ്. അത് എൻ്റെ നേരെ, എൻ്റെ പരമ്പര നേരെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് തോന്നിയ കാര്യങ്ങള് കാവ്യാത്മകമായിട്ട് കവിതയിൽ എഴുതി വെക്കാൻ നമ്മുടെയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ചരിത്രം എന്ന് നമുക്ക് കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ ഇപ്പൊ കവളപ്പാറ കൊമ്പൻ എന്ന് പറഞ്ഞാൽ മറ്റേ 5000 വരിയായിട്ടുള്ള ഒരു കവിതയുണ്ട്. അതൊരു ആനയുടെ യാത്രയാണ്, പോകുന്ന വഴിയിൽ ചരിത്രം വേണം പറയുന്നുണ്ട്. പക്ഷെ അത് കവിതയാണ്. ഇത് ചരിത്രമാണെന്ന് വെച്ചാൽ അതൊന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ചരിത്രം കിട്ടിയെടുക്കാം. ഇത് ചരിത്രമാണെന്ന് പറഞ്ഞാൽ ചരിത്രം എന്താണ്? ഡോക്യുമെന്റ് ആണ്, സത്യസന്ധമായിരിക്കണം. അപ്പൊ എഴുതി കഴിഞ്ഞാൽ സത്യസന്ധമാണെന്ന് ആൾക്കാർ ധരിച്ചാൽ, അതായത് തെറ്റായ ഒന്ന് ശരിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാൽ ബ്രഹ്മഹത്യഭാവമാണ്. എന്റെ പരമ്പര മുടിഞ്ഞു പോകുന്നതാണ് കണക്ക്. അതുകൊണ്ട് ഇവിടെ ബുദ്ധിയുള്ള ആൾക്കാരൊന്നും ചെയ്തിട്ടില്ല. അന്ന് ബുദ്ധിയുള്ളതും ജ്ഞാനം കൈകാര്യം ചെയ്തതും നമ്പൂരിമാരായതുകൊണ്ടാണ് അവര് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. പഴയ ചരിത്രകാരന്മാർ ധാരാളം നമ്പൂരിമാർ വരും. അവര് ഇത് ധർമ്മം പാലിച്ചിട്ട് എഴുതിയിരിക്കുന്നത്. അവര് കഥയും കവിതയും കോക സന്ദേശം, ഉണ്മയിലെ സന്ദേശം, മയൂര സന്ദേശം എന്നൊക്കെ പറഞ്ഞ് പല സന്ദേശ കാവ്യങ്ങളൊക്കെ എഴുതിയിട്ടാണ് ചരിത്രം എഴുതി വെച്ചത്. അപ്പൊ ചരിത്രം എഴുതാൻ അറിയാഞ്ഞിട്ടൊന്നുമില്ല, വെറുതെ വേണ്ടാത്ത പണിക്ക് നിങ്ങളിപ്പോൾ തുഞ്ചത്തെഴുത്തച്ഛൻ തത്തെ കൊണ്ട് പറയിപ്പിച്ചു പറഞ്ഞാല് ഞാൻ പറഞ്ഞു അതിലൊരു ഉത്തരവാദിത്തം എടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞ ഒരു സാധനം ഇവരൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ ചരിത്രമൊന്നും പുസ്തകങ്ങൾ എഴുതിയൊന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ അത് മുന്നോട്ട് വെച്ചാലും പിന്നോട്ട് വെച്ചാലും സൈഡിലേക്ക് വെച്ചാലും ആ കാലം കഴിഞ്ഞു. ഇനി എന്ത് എന്ന് ചോദിക്കേണ്ട കാലമാണ്. അതുകൊണ്ട് പഴയൊന്നും ചതിഞ്ഞു പോകുന്നില്ല, അതിന് അർത്ഥമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിലും ഈ നാഗാരാധന കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതെന്ന് തോന്നുന്നു പൊതുവെ നോക്കുമ്പോഴത്തേക്ക്. അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം? നാഗവും സർപ്പവും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ഒരുപാട് ജ്യോത്സ്യന്മാരും തന്ത്രിമാരുണ്ടല്ലോ. നാഗവും സർപ്പവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് പോയി ചോദിച്ചു കൃത്യമായിട്ട് ഉത്തരം കിട്ടുമോ?
കേരളത്തിൽ നാഗം എന്ന് പറയുമ്പോൾ സ്വർണ്ണ നിറത്തിലുള്ള ഒരു ചെറിയ സംഭവമായിട്ട് തന്നെ നാഗം എന്ന് പറയും. അങ്ങനെയൊക്കെ പറയുന്നുള്ള ഒരു അപ്പൊ വ്യക്തമാണ്. പാമ്പും സർപ്പകാവും നാഗക്കാവും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ എന്താ പറയാ, ആർക്കറിയില്ല. ആർക്കും അറിയില്ല. അപ്പൊ ഞാനിത് കുറെ അന്വേഷിച്ചിട്ടാണ് അവസാനം എനിക്ക് കിട്ടിയൊരു ഉത്തരമുണ്ട്. നമ്മുടെ ശരീരം മുഴുവൻ ഒഴുകി നടക്കുന്നത്, അതായത് പാമ്പ് ഇഴയുന്നത് പോലെ ഇഴഞ്ഞുകൊണ്ടിരിക്കുന്നത് നാഡികളിലൂടെ ഒഴുകുന്ന രക്തം, അത് സർപ്പമാണ്. എന്ന് വെച്ചാൽ ശരീരം മുഴുവൻ ഒഴുകുന്നത് സർപ്പമാണ്. പക്ഷെ ഇവിടെ അത് ഒഴുകുന്നില്ല, ഇവിടെ ഒഴുകുന്നില്ല, ഇവിടെ ഒഴുകുന്നില്ല. അങ്ങനെ കുറെ മർമ്മങ്ങളുണ്ട്. ചക്രങ്ങളാണ്. ചക്രം എന്ന് വേണമെങ്കിൽ ചക്രം അവിടെ മാത്രമല്ല, കാലിലൊക്കെ ഉണ്ട്. ചക്രം മാത്രമല്ല, ചക്രം പ്രധാനം. അവിടെയും ഉണ്ട് പ്രാണൻ. അപ്പോൾ ചരിക്കുന്ന പ്രാണനും ഉണ്ട്, സ്ഥിതപ്രാണനും ഉണ്ട്. ഈ സ്ഥിതപ്രാണൻ നാഗമാണ്. അതായത് വിരൽ മുറിച്ചാൽ നമ്മൾ മരിക്കില്ല, കൈ മുറിച്ചാൽ നമ്മൾ മരിക്കില്ല, ഇവിടെ ഒരൊറ്റ കുത്തിക്കിട്ട് നമ്മൾ മരിക്കും. ഇതാണ് നാഗം, മറ്റേത് സർപ്പമാണ്. അപ്പൊ സർപ്പക്കാവിൽ ചെറിയ ക്ഷതങ്ങൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കൈ മുറിച്ചാലും മരിക്കില്ല പറഞ്ഞാൽ. പക്ഷെ ഇവിടെ ഒരു കുത്തിക്കിട്ടേ മരിക്കും. അതായത് നാഗക്കാവിൽ വിഗ്രഹത്തിന് വല്ല കേടും വന്നാൽ തറവാട് അവസാനിക്കും. അപ്പൊ ആദ്യം ജ്യോത്സ്യം തീരുമാനിക്കുന്നത് നാഗമാണോ സർപ്പമാണോ എന്നുള്ളത്. അങ്ങനെ ആര് പരിശോധിക്കുന്നത് കേരളത്തിൽ? ആരും പരിശോധിക്കുന്നില്ല. ഒരാൾ അറിയണം. ബ്രഹ്മരക്ഷത്തിനെ കുറിച്ച് ചോദിച്ചോ. കേരളത്തിൽ 50 ജ്യോത്സ്യനെ വിളിച്ചിട്ട് നിങ്ങൾ പോയിട്ട് ബ്രഹ്മരക്ഷസ് എന്താണെന്ന് ചോദിച്ചോളൂ, 50 ഉത്തരം കിട്ടും. നാഗമാണിക്യം എന്താണെന്ന് ചോദിച്ചോളൂ, 50 ഉത്തരം കിട്ടും. സാന്ദർഭികമായിട്ട് നമ്മൾ ഈ നാഗങ്ങളിലേക്കാണ് എത്തിയത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായൊരു നാഗക്ഷേത്രം എന്ന് പറയുന്നത് മണ്ണാറശാലയാണ്. അപ്പോൾ അവിടെ നാഗമാണോ സർപ്പമാണോ അവിടുത്തെ ആരാധന? എനിക്കറിയില്ല, അത് അവിടുത്തെ അമ്മ തീരുമാനിക്കേണ്ടതാണ്. അല്ല, നേരത്തെ അങ്ങ് പറഞ്ഞുകൊണ്ട് രണ്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ അത് അത്രയും പ്രധാനപ്പെട്ട സ്ഥലമായിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ളതെല്ലാം ഉണ്ടാകുന്നുണ്ട്. നാഗം എന്ന് പറഞ്ഞ വളരെ അപൂർവമായിട്ടുണ്ടാവുന്നത്. തറവാടുകളിലൊക്കെ, അത്രയും പഴയ തറവാടുകളിലേക്കാണ് ഈ പറഞ്ഞ നാഗക്ഷേത്രം എന്ന സാധനം വരാൻ സാധ്യതയുള്ളൂ. സർപ്പങ്ങളിലേക്കും സാധ്യത കൂടുതൽ. നമ്മുടെ ശരീരത്തിൽ തന്നെ യഥാർത്ഥത്തിൽ സഹസ്രകോടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത്രയും സംഖ്യയിലുള്ള നാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ സർപ്പങ്ങളുണ്ട്. അതാണ് ഇപ്പോഴാണ് ഒരു വ്യത്യാസം നമ്മൾ പറയുന്നത്. അപ്പൊ നാഗങ്ങളെ ധരിക്കുന്ന പരമശിവൻ ആണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ദേവത. എന്നാൽ അതേപോലെ തന്നെയാണ് എല്ലാവരിലും ഉണ്ട്. പ്രാണന്റെ, പ്രപഞ്ചത്തിലെ പ്രാണന്റെ ആദ്യത്തെ രൂപമാണ്. ഉദാഹരണത്തിന് പുരുഷബീജം പോകുന്നത്. അപ്പോൾ ആ ബീജം തന്നെയാണ് ഉത്തമമായ അവസ്ഥയിലേക്ക് കുണ്ടലിനിയിൽ ഉറങ്ങിക്കിടന്ന ഊർജത്തിന്റെ രൂപത്തിൽ അത് പിന്നെ ഉണർന്ന് ഈ 6 പത്മങ്ങളും ഭേദിച്ച്, സഹസ്രാര പത്മം ഭേദിച്ച് പുറത്ത് ചാടുന്നത്, അയാൾ സമാധിയാവുമ്പോൾ പുറത്ത് ചാടുന്നത് ഇതേ നാഗം തന്നെയാണ്, ശ്രേഷ്ഠമായിട്ടാണെന്ന് മാത്രം. ആ നാഗം തന്നെയാണ് ഭൂമിയുടെ ഊർജ്ജം, അല്ലെങ്കിൽ പാമ്പുകാവ്, അല്ലെങ്കിൽ നാഗാവരണം. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഈ മോഡേൺ സയൻസിനും യഥാർത്ഥത്തിൽ അതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ നാഗത്തിന്റെ രൂപത്തിലുള്ള ഊർജ്ജം, അതുപോലെ തന്നെ ഈ നാഗത്തിന്റെ ഹുഡ് പൊസിഷൻ, അതിൽ നിന്ന് വരുന്ന ഊർജ്ജമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഊർജ്ജമാണെന്ന് ക്രിലിയൻ ഫോട്ടോഗ്രാഫി വെച്ച് തെളിയിക്കപ്പെട്ടതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ഒരു നാഗ ഊർജ്ജം ശാസ്ത്രം അംഗീകരിക്കുന്നു. നമ്മുടെ ബാക്കിയുള്ള എല്ലാത്തിലും പറയുന്നു, നമ്മൾ ആരാധിക്കുന്ന ദേവതകളുടെ ഏറ്റവും വലിയൊരു ഇതായിട്ട് നാഗത്തിന് സ്ഥാനം കൊടുക്കുന്നെങ്കിലും, അപ്പോൾ കേരളത്തിൽ ഈ നാഗ ആരാധനയ്ക്ക് യഥാർത്ഥത്തിൽ അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നാഗപ്പാട്ട് വായിക്കുന്ന ഒരു പ്രത്യേകമായ ജാതി വിഭാഗമുണ്ട്. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പുള്ളുവൻ്റെ വീണയും പുള്ളുവക്കുടവും ഒക്കെ വെച്ചുകൊണ്ട് അവരിങ്ങനെ ചെറിയ രീതിയിലൊന്നും വീട്ടി പാടുന്നതല്ലാതെ ഈ നാഗ ആരാധനയ്ക്ക് നമ്മൾ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആ പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നത് ഏതെങ്കിലും പ്രത്യേകമായ ഒരു കാലഘട്ടത്തിന് ശേഷമാണോ? അപ്പോൾ അതുകൊണ്ടുണ്ടായ നമുക്കുണ്ടാകുന്ന അപജയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. നാഗാരാധനയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്ന സ്ഥലമാണ് കേരളം. അതെ, എല്ലാ ക്ഷേത്രങ്ങളിലെയും ഉത്സവങ്ങൾക്ക് പുള്ളുവത്തിയും പുള്ളുവനും കൂടി വീണക്കുടവും മറ്റേ വയലിൻ പോലെയുള്ള അതുമായിട്ട് വന്നിട്ട് എല്ലാ വീടുകളിലും വന്നത് ആവൂറുമാടി പോകുമായിരുന്നു. അത് പിന്നെ അവരുടെ പിൻതലമുറയിലെ ആൾക്കാരെ എല്ലാറ്റിനോടും പുച്ഛവും പരിഹാസവും വന്നതുപോലെ അവർക്ക് മാത്രമായിട്ട് അത് ഒഴിവാകാനൊന്നും പോകില്ല. പാരമ്പര്യ തൊഴിൽ ചെയ്യാനാണ് നമുക്ക് ഏറ്റവും നാണക്കേട്. ആശാരിയുടെ മകൻ ആശാരി പണിക്ക് പോകാനേ ബുദ്ധിമുട്ടുള്ളൂ, 8 മണിക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഇതുപോലെ അവനവൻ്റെ തൊഴിൽ ചെയ്യാൻ എന്തോ ഒരു നാണക്കേട് എന്നുള്ള മട്ടിലേക്ക് ഈ രാഷ്ട്രീയ സംവിധാനങ്ങളെല്ലാം പ്രേരിപ്പിച്ച് മനസ്സിൽ വിഷം കയറ്റിയിട്ട് അത് മാത്രം പേര് ചെയ്യില്ല. അതായത് എനിക്ക് കച്ചവടമാണ് അറിയെങ്കിൽ കച്ചവടം മാത്രം ഞാൻ ചെയ്യില്ല, ബാക്കി എല്ലാ പണിയും ചെയ്യും, എല്ലാറ്റിലും തോൽക്കും ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പരാജയപ്പെട്ടവരുടെ ഒരു വലിയ സമൂഹമായിട്ട് ഹിന്ദു മാറാനുള്ള കാരണം കുലാചാരങ്ങൾ തന്നെയാണ്. അപ്പൊ ഇവിടെ നാഗക്ഷേത്രങ്ങളിൽ നാഗങ്ങളുടെ പൂജയും ആരാധനകളും ഗംഭീരമായിട്ട് നടന്നിരുന്നു. ഓരോ ക്ഷേത്രങ്ങളിലും ഉത്സവ സമയത്ത് വീടുകളിൽ പുള്ളവൻ വന്നിട്ട് വായിച്ചു പോയിരുന്നു. ഇന്നും നിങ്ങളൊരു പാമ്പങ്കാവ് വിൽക്കാൻ നോക്കിക്കോളൂ, നിങ്ങളൊരു സ്ഥലം വിറ്റോളൂ, മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദു ഒക്കെ വന്ന് വാങ്ങും. നിങ്ങളൊരു പാമ്പങ്കാവ് വിൽക്കാൻ വെച്ച് നോക്കി കാര്യങ്ങൾ വാങ്ങാൻ നോക്കി നോക്കും, തൊട്ടില്ല അതിൽ. കാരണം അതിൽ തൊട്ട് കഴിഞ്ഞാൽ മേല് പൊട്ടി കളയുന്നതും കുഷ്ഠം വരുന്നതും വെള്ളപ്പാണ്ട് വരുന്നതും ആസ്മ വരുന്നതും സകലമായ അസുഖങ്ങളും ബുദ്ധിമുട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി ഇതിനെ ആവാഹിച്ചു കൊണ്ടുപോകാമെന്ന അഹങ്കാരത്തിൽ വന്ന കുറെ നമ്പൂതിരിമാരുണ്ട് ഇല്ലങ്ങളിൽ നിന്ന്, ഇവരുടെയൊക്കെ അതോറിറ്റി ആയിട്ടുള്ള നാഗങ്ങളുടെയും വ്യാപാരങ്ങൾ.
അവർ വീട്ടിൽ ദുരിതങ്ങൾ കയറാൻ തുടങ്ങിയപ്പോൾ അവർ നിർത്തിയപ്പോൾ പരിപാടി. ഇപ്പൊ ആവാഹനൊക്കെ നിർത്തിയതായിട്ടാണ് കേട്ടത്. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല ഇതിനെ. എങ്ങനെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയണത് നിങ്ങൾ ഇനി ഇത്രയും കുറച്ചു കാലം അവിടെയാണ് താമസിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അഥവാ നിങ്ങൾ ബലമായിട്ട് കൊണ്ടുപോയാൽ പോലും നിങ്ങൾ ശപിച്ചിട്ടില്ലേ വരുള്ളൂ. കൊണ്ടുപോയാലും ശപിക്കും, ഇറക്കി വിട്ട വീട്ടിനെയും ശപിക്കില്ലേ. അപ്പൊ പാമ്പുകളോട് കളിച്ചവർക്കൊക്കെ പണി കിട്ടിയിട്ടുള്ളതാണ് ചരിത്രം. ഇപ്പോഴും അത് വളരെ ശക്തമായിട്ട് തന്നെ കേരളത്തിലുണ്ട്. ഇനി ഇതൊരു ചികിത്സാ സമ്പ്രദായം കൂടിയായിരുന്നു. അതായത് പുള്ളുവന്റെ വീണയിലെ കമ്പി അല്ലെങ്കിൽ പുള്ളോത്തിലെ കുടത്തിലെ നാര് എന്ന് പറയുന്നത് ഔഷധങ്ങൾ അരച്ച് പിടിപ്പിച്ച ഒരു കമ്പിയാണ് അത്. അതിൽ മീട്ടുമ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന നാദം, ആ നാദം കേട്ടാൽ നമ്മുടെ ശരീരത്തിൽ അസുഖങ്ങൾ മാറുമായിരുന്നു. നാഗകോപം, സർപ്പശാപം തുടങ്ങിയുള്ള സകലമാസ എവിടെ മുമ്പിലിരിക്കുന്ന ആൾക്കല്ല, ആ നാദം എവിടേക്ക് എത്തുന്നുണ്ട് അവിടേക്ക് ശബ്ദരൂപത്തിൽ നടത്തിയ ഒരു ചികിത്സയായിരുന്നു അവരുടെ പാട്ട് എന്നുള്ളത്. പക്ഷെ ഇന്ന് അവർക്ക് പോലും അത് ഏത് ഔഷധം തേക്കണം എന്ന് അറിയില്ല. കാരണം അവരുടെ ആചാര്യമാര് പറഞ്ഞു കൊടുക്കുന്നപ്പോൾ അവരെ പരിഹസിച്ചു. അച്ഛനല്ല ഭ്രാന്തുണ്ടോന്ന് വെച്ച് ഒഴിവാക്കി, ചെയ്തില്ല, അറിവ് നഷ്ടപ്പെട്ടു. നഷ്ടപ്പെടുന്നില്ല ഇവിടുത്തെ അറിവുകൾ, എന്നാലും പുതിയ ആൾക്കാർക്ക് പലർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് അത് ഒരു കുറവുണ്ടായിട്ടൊന്നുമില്ല. വെറുതെ മണ്ണാശാലെന്ന് പോയി നോക്കി കുറവുണ്ടോ നോക്കൂ. പാമ്പമേക്കാട് അയല്യത്തിനോ അല്ലെങ്കിൽ മണ്ണാശാല അയല്യത്തിനോ പോയി നോക്കി എത്ര മണിക്കൂർ വന്നിട്ടാണ് തരാൻ പറ്റുക. ഇതാരും പരസ്യം ചെയ്ത് വിളിച്ചു കൊണ്ടൊന്നുമല്ല, അനുഭവങ്ങൾ കൊണ്ട് വന്നിട്ടുള്ള. അപ്പൊ അതുപോലെ ഈ നാഗമാണിക്യം എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പൊ അത് യഥാർത്ഥത്തില് വാസ്തവമാണോ, അതോ എന്തെങ്കിലും തരത്തിലുള്ള? നാഗമാണിക്യം, ഗജമുത്ത്, മുളമുത്ത്, ഗോരോചനം എന്നൊക്കെ ഒരുപാട് സാധനങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഇരുതലമൂരി പാമ്പുണ്ട്. പിന്നെ അതൊക്കെ അപൂർവമായിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളാണ് പ്രപഞ്ചത്തിലുള്ളത്. അപ്പൊ ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ തെളിയിക്കേണ്ടി വരും. എൻ്റെ ഇല്ല, പക്ഷെ ഉണ്ട്. മുളമുത്ത് എന്ന് പറഞ്ഞാൽ മുളയുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന മുത്താണ്. കടലിൽ ചിപ്പിയിൽ നിന്ന് കിട്ടുന്ന പോലെ മുളയിൽ കിട്ടുമ്പോൾ മുളമുത്ത് കിട്ടും. പക്ഷെ അത് ഇത് കേട്ടില്ല. ഗജമുത്ത് എന്ന് പറഞ്ഞത് ആനയുടെ വസ്ത്രത്തിൽ നിന്ന് കിട്ടുന്നതാണ്. പക്ഷെ അതിനുവേണ്ടി ആന ഓടിപ്പോയി കൊന്ന കിട്ടുന്നില്ല. അത് അതിന്റെ സമയത്ത് വന്നു ചേരേണ്ടവരല്ലോ വന്നു ചേരേണ്ടതാണ്. അല്ലാതെ നേടാൻ ശ്രമിച്ചാൽ പണിയും കിട്ടും. നാഗമാണിക്യവും ഉണ്ട്. നാഗമാണിക്യത്തിന്റെ വെളിച്ചം കടന്നുപോയ വഴികൾ, അതായത് കൃത്യമായി സഞ്ചരിക്കുമ്പോൾ ആ വെളിച്ചം കടന്നു പോയത് കൃത്യമായി കണ്ടിട്ടുള്ള ഒരുപാട് പേരെ എനിക്ക് നേരിട്ടറിയാം. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വള്ളിയമ്മ ഇന്റർവ്യൂ ചെയ്യാൻ പോയപ്പോഴും പഴയന്നൂരിൽ വൈദ്യരെ ഇന്റർവ്യൂ ചെയ്യാൻ പോയപ്പോൾ അവർ ആദ്യം പറഞ്ഞത്, നമ്മളിതുവരെ പുറത്ത് പറയാത്തൊരു കാര്യം എന്ന് പറഞ്ഞത് ഈ വെളിച്ചമാണ്. പക്ഷെ നമുക്ക് പുറത്ത് പറയാൻ പറ്റും. ഞാൻ ആകാശവാണി കണ്ടിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോയത് ഒരു ആദിവാസി ചികിത്സകാരൻ. അവർ വീട്ടിന് മുറ്റത്ത് ഈ സാധനം വന്നിട്ടുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഒരാളല്ല കണ്ടിരിക്കുന്നത്, അടുത്ത വീട്ടുകാരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സാധനം വരില്ല. അതായത് ഞാൻ അന്വേഷിച്ചിട്ട് എനിക്ക് കണ്ടെത്താൻ പറ്റാതിരുന്ന, അത് കഥകളിൽ പറയുന്നതിൽ കണ്ടെത്താൻ പറ്റാതിരുന്ന ഒരു സാധനം എന്ന് പറയുന്നത് വ്യാളി എന്ന് പറഞ്ഞ സാധനം അമ്പലത്തിലുണ്ട്. ഈ സാധനം ഈ പ്രപഞ്ചത്തിൽ എവിടെയുള്ളതായിട്ട് അങ്ങനെ ഒരു കഥ എവിടെയും ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി അയച്ചു തന്നു വ്യാളിയെ കുറിച്ചൊരു ലേഖനം വന്നു. ശരഭം എന്ന് പറഞ്ഞതാണോ? ശരഭം അല്ല, ശരഭം എന്തോ ആയിക്കോട്ടെ. ശരഭം എന്നൊരു സങ്കല്പം ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ബാക്കിയെല്ലാം തന്നെ മുരുകന്റെ വാഹനം മയിലാണെന്ന് പറഞ്ഞാൽ മയിൽ കൂടി ഉണ്ട്. ഈ പറഞ്ഞ പാമ്പ് ഇതാണെന്ന് പറഞ്ഞാൽ പാമ്പ് കൂടി ഉണ്ട്. എല്ലാറ്റിനും കൃത്യമായിട്ടൊരു ഉദാഹരണം നമുക്ക് ഇവിടെ പറയാം. പക്ഷെ വ്യാളിക്കൊരു ഉദാഹരണം കിട്ടാതിരിക്കുമ്പോഴാണ് ഏതോ ഒരു പുസ്തകത്തിന് ഏതോ ഒരു നാട്ടിൽ ഇങ്ങനത്തെ ഒരു ജീവി ഉണ്ടായിരുന്നു. അത് നമ്മുടെ ദിനോസറൊക്കെ പോലത്തെ ജീവി ഡ്രാഗൺ ഒക്കെ ഉണ്ടായിരുന്നു. ഇല്ലാത്തൊരു സാധനമൊന്നും ആരും സങ്കല്പിക്കാൻ സാധ്യതയില്ല. അതായത് പണ്ട് നസീർ മറ്റേ കളരിപ്പയറ്റ് കഥയിലൊക്കെ നസീർ ഇങ്ങനെ പറന്ന് കെട്ടിടത്തിന് മുകളിൽ പോകുന്ന ആലിന്റെ മുകളിൽ കൂടെ പറക്കണം കാണുമ്പോൾ നമ്മൾ ചിരിച്ചിട്ടുണ്ട്. നമ്മൾ ചിരിക്കാൻ കാരണം നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ലാഞ്ഞിട്ടാണ്. കാരണം അവരുടെ ശരീരത്തിൽ യോഗ ചെയ്തിട്ട് ആകാശ തത്വം എന്ന് പറയുന്ന അല്ലെങ്കിൽ വായു തത്വം ഉയർത്തി കഴിഞ്ഞാൽ അവർക്ക് പറക്കാൻ പറ്റും, ശരീരഭാരം മാറ്റാൻ പറ്റും. അങ്ങനെ ഇപ്പോ ഔണ്ണിക്ക എന്ന് പറഞ്ഞൊരു വൈദ്യൻ ഉണ്ടായിരുന്നു കുന്നോളം ഭാഗത്ത്. ഔണ്ണിക്ക നേരിട്ട് പറഞ്ഞിട്ടുള്ള സാധനമാണ്. ഔണ്ണിക്ക 80-90 വയസ്സിലെ ഈ ബൈക്കിലൊക്കെ എൻഫീൽഡിലൊക്കെ പറവച്ച് പോകുന്നൊരു വൈദ്യരായിരുന്നു. അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ മേലുമുഴുവൻ എണ്ണ തേച്ച് തോർത്ത് കൊടുത്തിട്ട് മേലുമുഴുവൻ എണ്ണ തേച്ചിട്ട് തോർത്താളൊരു തോർത്ത് വാങ്ങി ഭാര്യ വിളിച്ചിട്ട് ആ തോർത്തെടുക്കുക എന്ന് പറയുന്നത്. ആ തോർത്ത് വാങ്ങിയിട്ട് അദ്ദേഹം പറന്നിട്ട് കുളത്തിലേക്ക് പോയത് ഔണ്ണിക്ക കണ്ടിട്ടുണ്ടെന്ന്. എന്നിട്ട് കുളി കഴിഞ്ഞിട്ട് പറന്നിട്ട് തിരിച്ച് വരും ചെയ്യുന്നത്. ഇത് ഔണ്ണിക്ക നേരിട്ട് കണ്ടിട്ടുണ്ട്. ഔണ്ണിക്ക വളരെ സ്വാഭാവികമായിട്ട് പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഇത് പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർ പോലും ഞാൻ തള്ളാന്നേ പറയുള്ളൂ. പക്ഷെ ഔണ്ണിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല. അത് വിറ്റ് ആശാക്ക് നിൽക്കുന്ന ആളും അല്ലാതെ ഔണ്ണിക്ക് പറഞ്ഞു, ഞാൻ എന്റെ ഗുരുനാഥനിൽ കണ്ടിട്ടുണ്ട്, എനിക്കത് സ്വാഭാവികമായിട്ട് സാധനമായിട്ടാണ് തോന്നി. അദ്ദേഹത്തിന് നല്ല കഴിവുണ്ടായിരുന്നു. അങ്ങനെ കഴിവുണ്ടായിരുന്ന ഒരു സമൂഹത്തിൽ
അന്നത്തെ സിനിമയിൽ അത് അവർ പ്രസന്റ് ചെയ്തിരുന്നുള്ളൂ. അല്ല, അങ്ങനെ ഇല്ലെങ്കിലും ഒരിക്കലും ശങ്കരാചാര്യന് ഈ ഇത്രയും സ്ഥലങ്ങള് കാൽനടയായിട്ട് പോയി ചെയ്തു തീർക്കാനും പറ്റില്ല. ഊർജവും മാസും തമ്മിൽ ഈ സമയം MC സ്ക്വയർ ഒക്കെ എന്നോ അവിടെ കളിച്ചു കഴിഞ്ഞ ആൾക്കാർ. അതെ അതെ അതെ. ഊർജം ലോകത്ത് ഇതുപോലെ കളിച്ച ഒരു ലോക ജനതയില്ല. എന്നാൽ ഊർജത്തിനെ അങ്ങോട്ട് മാറ്റിയിട്ട് മാസാക്കി പറഞ്ഞ ദേവത ഉണ്ടാക്കിയിട്ടുണ്ട്. ദേവതയും തിരിച്ച് വീണ്ടും ഊർജ്ജം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവയൊക്കെ സർപ്പ മഹാഭാരത യുദ്ധത്തിൽ പറഞ്ഞ സകല ആയുധങ്ങളുടെയും പുറകിൽ കിടക്കുന്ന ആഗ്നേയാസ്ത്രം, വരുണാസ്ത്രം, പാശുപ, അങ്ങനെ ഓരോരോ അസ്ത്രങ്ങൾ വരില്ല. ഇതെല്ലാം ഒരു ഊർജ്ജത്തിനെ വെച്ചിട്ടാണ് കളിച്ചത്. പക്ഷെ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഈ അമർചിത്രത്തിലേക്ക് തമാശ പോലെ കണ്ടിട്ടുള്ളതാണ്. നമ്മളുടെ അസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് ഇരുമ്പ് വെച്ചുണ്ടാക്കി ഒരു 50 എന്നുള്ള അർത്ഥത്തിലാണ് അവർ എടുക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, എന്റെ പിറകിലൊരു മന്ത്രമുണ്ടല്ലോ. മന്ത്രവാദ കളത്തില് കളം വരച്ച്, പാശുപതാസ്ത്ര കളം വരച്ച് അതിൽ ചെരാത് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അസ്ത്രം പോവും. സൂക്ഷ്മത്തിലാണ്. അതായത് നേരിട്ട് വിദ്യ ചെയ്യുന്നത് പോലെ, കളരിപ്പയറ്റിൽ ആയുധം കൊണ്ട് അല്ല ശരീരം കൊണ്ട് ചെയ്യുന്നത് പോലെ അതിനും അപ്പുറത്തേക്ക് സൂക്ഷ്മതലത്തിൽ ശത്രുവിന് നേരെ അസ്ത്രം അയക്കുന്നത്. ഇതിൽ ദീപം കത്തിച്ചാൽ ഇവിടുന്ന് അസ്ത്രം പോകും, അവന് കൊള്ളും. അതാണ് ഒരു പുല്ലെടുത്തിട്ടാണല്ലോ പാണ്ഡവായ ജപിച്ച് അയക്കുമ്പോഴല്ലേ അത് കൊള്ളുന്നുണ്ടല്ലോ. അതിന്റെ കഴിവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചരിത്രം നമ്മളെ പഠിപ്പിച്ചതിന്റെ കുഴപ്പമാണ്. നമ്മൾ ഈ അസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ ഇരുമ്പ് വെച്ചുണ്ടാക്കുന്ന കൂർത്ത അറ്റമുള്ള ഒരു സാധനമാണ് എന്ന് വിചാരിച്ച് അതാണ് അവിടെയാണ് കുഴപ്പം അത്രയും പറ്റിയത്. അല്ലെ, നമ്മളുടെതെല്ലാം മോശമാണ് എന്ന് പാഠപുസ്തകങ്ങളോട് പഠിപ്പിച്ചു. പിന്നെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ സാധനം, ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന എല്ലാം അന്ധവിശ്വാസം. അപ്പുറത്ത് ഈ മറ്റേ ചന്ദ്രനെ ആളുകൊണ്ട് മുറിച്ചൊന്നും, ഇപ്പുറത്ത് മറ്റേ പാമ്പ് ആപ്പിൾ കൊണ്ടുവന്നുള്ള കഥ, ഇതൊന്നും അന്ധവിശ്വാസം പറഞ്ഞിട്ടില്ല. അത് അതിനെക്കുറിച്ച് ആരും പരാമർശിക്കുക, അതൊന്നും കണ്ടില്ല. അതൊന്നും ഹിന്ദുക്കളുടെ നെഞ്ഞത്ത് കയറുക എന്നുള്ളത് ഹരമാക്കിയെടുത്തുള്ള ഹിന്ദു നാമധാരികൾ. മുസ്ലിമും ക്രിസ്ത്യാനി എന്നല്ല എന്തിനെ പറ്റി പറഞ്ഞത്. ഹിന്ദുവായിട്ട് ജനിച്ച് എൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും അനുഭവിച്ച് ആ ആനന്ദത്തിൽ നിന്നിട്ടാണ് കുറ്റം പറയുന്നത്. അതിനെയാണ് അവർ മതേതരം എന്ന് വിളിക്കുന്നത്. മറ്റുള്ളതിനൊന്നിനും ഒരു കുഴപ്പമില്ല. നമ്മൾ തന്നെ നമ്മളെ അവഹേളിച്ച് എല്ലാ അറിവുകളും കൈമോശം വന്ന അവസ്ഥയിലാണ്. പക്ഷേ ഭാരതത്തിലെ അറിവുകൾ കൈമോശം വരില്ല. കാരണം നാദരൂപത്തിലാണ് ഇവിടുത്തെ അറിവുകളെല്ലാം കിടക്കുന്നത്. അത് ഇവിടെ മുഴുവൻ ഉള്ളതാണ്. ഇത് ഞാൻ കുഴിച്ചെടുത്തൊന്നല്ല. എന്നിലേക്ക് അറിവ് വരാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നിലേക്ക് വന്നിരിക്കും. അതിന് ലോകത്തെ എവിടെയെങ്കിലും ഒരു ഗുരു ഇരുന്നാൽ മതി എന്നാണ്. അതെല്ലാം നമ്മുടെ ആചാര്യ ശർമ്മ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം മുകളിലുണ്ട്, നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാന്നാണ് പറയുന്നത്. നമ്മളതിലേക്ക് വേണ്ടി തയ്യാറായാൽ മാത്രം മതി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ ഈ ഗജമുത്തും ഈ മുളമുത്തിനെ കുറിച്ച് എന്തെങ്കിലും രണ്ടു വാക്ക് കൂടെ പറയാമോ? ഞാൻ കേട്ടിട്ടില്ല. അതിലേക്ക് പോകാതിരിക്കുന്നത് ചിലതൊക്കെ നമ്മൾ നിഗൂഢമായിട്ടാണ് വെക്കണം. കാരണം അങ്ങനെ ഒന്നും ഉണ്ടെന്ന് പറഞ്ഞാൽ, അല്ലാതെ എവിടെയെങ്കിലും എന്റെ പരാമർശങ്ങൾ ഉള്ളതായിട്ടുണ്ടോ? ഞാൻ ആദിവാസികളുടെ ഇടയിൽ പോയിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ല. എനിക്ക് ഇത്തരം കാര്യങ്ങൾ ഞാനതൊന്നും വിശ്വസിച്ചിരുന്ന ആളല്ല. അപ്പൊ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കള്ളമായിരിക്കും എന്ന് ഉറപ്പിച്ച് ഞാൻ ആദിവാസികളൊക്കെ പോയിട്ടുള്ളതാണ്. അവര് പറഞ്ഞ കഥകൾ കേൾക്കുമ്പോൾ എനിക്ക് അത് ശരിയാണെന്നാണ് തോന്നിയത്. കാരണം അവര് അനുഭവങ്ങൾ അവർ പറഞ്ഞു തരുന്നത്. അല്ല, ഒന്ന് രണ്ട് കഥകളൊന്ന് പറയാമോ? അല്ല, അവര് ഗജമുത്തുണ്ട് ഈ ആനയിലെന്ന് അവർക്ക് മനസ്സിലായിട്ട് അവരതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് അത് കൃത്യമായിട്ട് ആ ഗജമുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പ്രതിഷ്ഠിച്ച് ദേവതയായിട്ട് കണക്കാക്കാൻ തീരുമാനിച്ചത്. ആന ചരിക്കുന്ന സമയത്ത് ഇവരടുത്ത് വന്ന് കിടന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവരതെടുത്ത് പിന്നെ പ്രതിഷ്ഠിച്ചു എന്നൊക്കെ പറയുന്നത് അവര് പറയുന്നു. കാട്ടിനുള്ളിൽ അങ്ങനെ സ്ഥലമുണ്ട്, അവിടേക്ക് ആരും പോയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞത് എന്നെ അവിടെ കൊണ്ടുപോകുന്ന അവർ കൊണ്ടുപോയില്ല. കാരണം ഞാൻ അന്തവാസിയാണ്, ആദിവാസിയല്ല. അപ്പൊ അങ്ങനത്തെ ഇവര് പറയുന്ന കഥകളിലൂടെ നമുക്കത് എടുക്കലേ ഉള്ളൂ. പിന്നെ വേറൊന്നുണ്ട്, ഞാനൊരു കഥാകൃത്തായതുകൊണ്ട് ഇല്ലെങ്കിൽ ഉണ്ടെന്ന് വിശ്വസിക്കാൻ എനിക്ക് ഇഷ്ടം. കാരണം അതിന്റെ പിന്നിലൊരു കാൽപ്പനികതയും ഒരു ഭംഗി ഫാന്റസിയും ഒരു സൃഷ്ടിയുണ്ട്. അതുകൊണ്ട് അത് ഉണ്ടായിരിക്കാനാണ് സാധ്യത എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അപ്പൊ ഈ നാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക. അതായത് മറ്റൊന്നുമല്ല, നമ്മുടെ ഈ കുണ്ടലിനിയിൽ ഇരിക്കുന്ന മൂന്നര ചുറ്റുള്ള ഒരു പെൺപാമ്പ് എന്ന് പറയുന്ന ഒരു അതിന് പറയുന്നു. അപ്പോൾ ഇതും യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന നാഗാരാധനയും ഈ ഒരു സമ്പ്രദായമായിട്ട് എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ? ഉണ്ടല്ലോ. ഇപ്പൊ ഒരു ഭൂമിയിൽ ഇപ്പൊ 9.8 ഗ്രാവിറ്റേഷൻ ഫോഴ്സ് 9.8 എന്ന് പറയുന്നില്ലേ, അത് ഈ റൂമിൽ 9.8 തന്നെയല്ലേ, പുറത്ത് 9.8 അല്ലേ, ഇന്ത്യയിൽ മൊത്തം 9.8 അല്ലേ. അപ്പൊ അത് മാക്രോ ആണോ മൈക്രോ ആണോ? അതുപോലെ പ്രപഞ്ചത്തിനൊരു നാഗമുണ്ടെങ്കിൽ ആ പ്രപഞ്ചത്തിന്റെ ഭാഗമായി എല്ലാറ്റിലും ഒരു നാഗമുണ്ട്. നായയിലും പട്ടിയിലും പൂച്ചയിലും ഒക്കെ നാഗുണ്ട്, നമ്മളിലും ഉണ്ട്. അത് നാഗമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് വിശേഷ ബുദ്ധി കൊണ്ട് അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ ആരാധിച്ച് അതിനെ ഉണർത്തി അതിനെ പുറത്തേക്ക് എടുക്കാൻ കഴിയുന്നവർ ഈ പറഞ്ഞ സിദ്ധന്മാരെന്ന് പറയാം. അത് വീണ്ടും പ്രപഞ്ചത്തേക്ക് തിരിച്ചു കൊടുക്കണം. പാമ്പങ്കാവായിട്ടും നാഗക്കാവായിട്ടും തിരിച്ച് പ്രപഞ്ചത്തേക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അല്ലാണ്ട് അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഉള്ളിൽ മാത്രമുള്ളതല്ല, ആർക്കും ഇതിനെ എടുക്കാൻ പറ്റും. കാരണം കേരളത്തിൽ പവർ സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലത്തിന്റെ പേര് മൂലമറ്റം എന്നാണ്. അപ്പൊ അതിന് പേരിട്ടുണ്ട് ബുദ്ധിയറിയാം. കേരളം മുഴുവൻ കൊടുക്കാവുന്ന വൈദ്യുതി ഒളിഞ്ഞിരുന്ന വെള്ളത്തിൽ ആ ഭൂമി ഉപയോഗിച്ച് സൃഷ്ടിച്ച ആള് മൂലമറ്റം. അതാണ് നമ്മൾ മൂലമറ്റമാണ് കുണ്ടലിനി. നമുക്ക് ഉണർത്താവുന്നതാണ്.
ലോകത്തിന് മുഴുവൻ വെളിച്ചം കൊടുക്കാവുന്ന അവസ്ഥയ്ക്ക് നമുക്ക് മാറാൻ കഴിയും. അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ ചോദിച്ചു വന്ന കാര്യം ഇതാണ്. കാര്യം വെച്ചാൽ അപ്പൊ നമ്മുടെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ജീവിച്ചിട്ട് ഏറ്റവും ഒടുവിൽ അവന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും സഹസ്രാരപത്മത്തിലെത്തുക, മോക്ഷത്തിലെത്തുക, അല്ലെങ്കിൽ പ്രപഞ്ചത്തിലേക്ക്, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ നമ്മൾ പറയുന്ന ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. അപ്പോൾ നാഗങ്ങളുടെ ഊർജം പൂർണ്ണമായിട്ടും നിലനിൽക്കുന്ന ഒരു ഭൂമി, നമ്മൾ അതിന്റെ ചെറിയ രൂപത്തിലുള്ള നാഗങ്ങൾ അങ്ങ് പറഞ്ഞ പോലെ സർപ്പവും നാഗവും നമ്മുടെ ശരീരത്തിൽ ഒഴുകുന്നു. നമ്മുടെ ഏറ്റവും സൂക്ഷ്മമായ രൂപത്തിൽ നമ്മുടെ പ്രാണൻ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഏറ്റവും വലിയ ചൈതന്യം കുണ്ടലിനിയിൽ ഇരിക്കുന്ന നാഗമായിട്ടിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നാഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണോ ഈ ഭൂമി, അല്ലെങ്കിൽ നാഗങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ ഒരു ഒരു സമ്പ്രദായത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണോ ഭൂമി എന്നൊരു ചോദ്യം. അല്ല, അങ്ങനെ ഒരാൾക്ക് വേണ്ടിയുള്ളതല്ല ഭൂമി. ഈ ഭൂമി എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. നമ്മൾ എല്ലാത്തിനെയും ഗുരുവായി കണക്കാക്കിയിട്ട് ഇപ്പൊ ഭഗവത്ഗീതയിൽ 22 ഗുരുക്കന്മാർ അങ്ങനെ ഒരു ഭാഗം വരുന്നത് മഹാത്മത്തിലൊക്കെ. അപ്പൊ അതില് ഭഗവത്തിൽ അപ്പോ ഒരു നായയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്ന് വെച്ചാൽ നായയുടെ വിശ്വസ്തത, നായയുടെ അലർട്ട്നെസ്, പിന്നെ എന്താ പറയാ നല്ലതിനെ മാത്രം സ്വീകരിക്കാനുള്ള കഴിവ്. അപ്പൊ നായ നമുക്ക് ഗുരുവായിട്ട് സ്വീകരിക്കാം. പക്ഷെ നായയിൽ നിന്ന് സ്വീകരിക്കാൻ പാടില്ലാത്തതും നായ എന്ന ഗുരു പഠിപ്പിക്കുന്നത്. അത് തന്നെ ഇണചേരലാണ്. ഒരു രഹസ്യ സ്വഭാവം ഇല്ലാതെ നമ്മൾ റോട്ടിൽ നിന്നിട്ടാണ് ഇണചേരുന്നത്. അപ്പൊ അതും ഗുരു പഠിപ്പിക്കുന്നുണ്ട്, ഏത് എടുക്കരുതെന്ന്. അപ്പൊ എന്ത് എടുക്കാമെന്നും എന്ത് എടുക്കരുതെന്നും പഠിപ്പിക്കുന്നത് ഗുരുക്കന്മാരാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്രപഞ്ചം എല്ലാവർക്കും ഉള്ളതാണ്. ഏതിൽ നിന്ന് എന്ത് നമ്മൾ എടുക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരാണ് ഇവരെല്ലാവരും. അതിൽ നാഗങ്ങളിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വെറുതെ ഒരു ലോജിക്ക് വെച്ച് ആലോചിച്ചാൽ നമ്മൾക്ക് ഭൂമിയുമായിട്ട് എന്താ ബന്ധം? ഒരു ശരീരത്തിന്റെ ഒരു ഭാഗം നമ്മൾ ഭൂമിയിൽ തൊടാതെയാണ് നടക്കുന്നത്, ചെരുപ്പിട്ടാണ് നടക്കുന്നത്. നാഗം പൂർണ്ണമായും അതിന്റെ ശരീരം ഭൂമിയിൽ തൊട്ടാണ് നടക്കുന്നത്. എന്താണെങ്കിലും ഭൂമിയിൽ സംഭവിക്കുന്ന എന്ത് മാറ്റവും ഏറ്റവും കൃത്യമായിട്ട് അറിയുന്നത് പാമ്പിനായിരിക്കും. പാമ്പിന് കൈയില്ല, കാലില്ല. എന്നിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് അതിനെയാണ്. കാരണം അതിന് നമ്മളെ വെട്ടാൻ പറ്റില്ല, കുത്താൻ പറ്റില്ല, തുപ്പാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. എന്നിട്ട് നമുക്ക് അതിന് പേടിയാണ്. എന്ന് വെച്ചാൽ അവന്റെ പവർ എന്താന്ന് ആലോചിച്ച് വെക്കും. അതുകൊണ്ടാണ് നമ്മൾ ഭയന്നിട്ടാണ് അതിനെ കൊല്ലണത്. ഈ മറ്റേ സ്ത്രീകളെ അടക്കി ഭരിക്കുന്നത് സ്ത്രീകളെ ഭയന്നിട്ടാണ്. സത്യത്തിൽ ശക്തി സ്ത്രീകൾക്കാണ്. അത് തിരിഞ്ഞാലോന്ന് പേടിച്ചിട്ടാണ് നമ്മള് ഇപ്പൊ പുരുഷ കേന്ദ്രീകൃത വ്യവസ്ഥ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ അവർ മെക്കിട്ട് കയറാൻ പോകുന്നത്. അതുപോലെ പാമ്പിന്റെ ശക്തി അപാരമാണ്. അത് കാരണം അത് ഈ സ്പന്ദനം മുഴുവൻ ഭൂമിയിൽ നിന്ന് എടുത്തത് കൊണ്ടാണ് അതിന് കിട്ടുന്നത്. ഇനി നമ്മൾ നിശ്വസിക്കുന്ന വായുവിലെ വിഷാംശം സ്വീകരിക്കുന്നത് പാമ്പാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതാണ് ആ അന്തരീക്ഷത്തിൽ കലർന്ന ഈ വിഷം എല്ലാം അത് കളക്ട് ചെയ്തിട്ടാണ് അതിന്റെ വിഷസഞ്ചിയിൽ. ഇത് വല്ലാണ്ട് വിഷം നിർമ്മിക്കുന്ന ഫാക്ടറി ഒന്നും അതിന്റെ ശരീരത്തിലില്ല. ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ വേണം അതിന് അമൃതം ഉണ്ടാക്കാനും മറ്റേ വിഷം ഉണ്ടാക്കാനും. ഈ വിഷം മുഴുവൻ സ്വീകരിച്ച് അതിന്റെ വിഷസഞ്ചിയിൽ വെക്കുന്നത്. അപ്പൊ അന്തരീക്ഷം ശുദ്ധീകരിക്കുന്ന അങ്ങനെ നോക്കുമ്പോൾ പാമ്പാണ്. അപ്പൊ പാമ്പിനെ നമ്മൾ എങ്ങനെയൊക്കെ കാണണം എന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ പാമ്പ് കളിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പാമ്പാട്ടികൾ. ഒരു പാമ്പിനെ ഉപദ്രവിക്കാറുണ്ടല്ലോ. അവർക്ക് പാമ്പ് ദൈവം തന്നെയാണ്. അവർക്കതൊരു അന്നദാതാവാണ്. അപ്പൊ അന്നപൂർണേശ്വരി ആരാന്ന് വെച്ചാൽ അവർ പാമ്പാണെന്ന് പറയുന്നത്. അവർക്ക് അന്നം കൊടുക്കുന്ന അതാണ് പാമ്പ് എല്ലാവർക്കും. അപ്പൊ അതുകൊണ്ട് പാമ്പിൽ നിന്ന് എന്തൊക്കെ നമുക്ക് എടുക്കണം. ഇപ്പൊ ദിവ്യ സർപ്പങ്ങൾ എന്ന് പറയുന്ന സാധനമുണ്ട്. ദേവിയുടെ ദൂത് വരുന്നവരാണ് പാമ്പ്. ചേര എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയുടെ സാന്നിധ്യമാണ്. ഇങ്ങനെ ഇനി വട്ടക്കൂറ തുടങ്ങിയ അമലി തുടങ്ങിയ സാധനങ്ങൾ ദുർമന്ത്രവാദത്തിന്റെ സൂചനകളായിട്ട് വരാറുണ്ട്. പാമ്പ് നമുക്ക് ദൂത് വരും. ഇനി പാമ്പിൽ തന്നെ മറ്റേ അത്ഭുതകരമായ സ്വഭാവവിശേഷം. ചേര വീട്ടിൽ കയറി ലക്ഷ്മി വീട്ടിൽ വന്നതാണ്. ചേരയ്ക്ക് നമ്മളെ പേടിയില്ലല്ലോ, ശ്രദ്ധിച്ചു വെക്കറിയാം. പുതിയ തലമുറയ്ക്ക് ചേരയും പേടിയുണ്ട്, ചേരയ്ക്ക് അവരും പേടിയുണ്ട്. കാരണം തിരിച്ചറിയണതൊക്കെ പാമ്പതിന് കൊല്ലും ചിലപ്പോൾ. പക്ഷെ പണ്ടുള്ളവർ അത് ചേരയാണെന്ന് പറയും. അത് നമ്മൾ വളർത്തുന്ന ചേരയാണെന്ന് പറയും. ചേര പെൺകുട്ടികളെ പ്രണയിച്ച കഥ, ചേര വിസിലടിച്ച് വരും, ഇതൊക്കെ പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കുമോ? ചേര ശരിക്കും ചൂളം വിളിച്ചു വരും. ഞാൻ കേട്ടിട്ടുള്ളതാണ്. അത് പെണ്ണിന്റെ മേലിന്ന് പൂലിയ സാധനം ചാണകം കലക്കി ഒഴിച്ചാലേ മേലിൽ നിന്ന് ഇറങ്ങുള്ളൂ. ചുറ്റി പിടിച്ച് അള്ളി പിടിച്ച് നിൽക്കും മേലിൽ. സ്ത്രീകളോട് പ്രണയിക്കും അത് ചേര. കാരണം ഞാനിതിനെ അഴിക്കാൻ വേണ്ടി ചാണകം കലക്കി ഒഴിച്ചിട്ടുള്ള ആളായതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. അത് പ്രണയമാണോ എന്റെ അടുത്ത് ചേര പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാനിത് കണ്ടു, ഇങ്ങനത്തെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. വി.കെ. ശ്രീരാമനോട് എഴുതിയിട്ടുള്ള പാമ്പ് ചോളം വിളിച്ചിട്ട് ഒരാളെ പ്രേമിച്ച് പറഞ്ഞൊരു കഥ വി.കെ. ശ്രീരാമൻ എഴുതിയിട്ടുള്ള. അപ്പൊ ഇത്തരം ഒരുപാട് അനുഭവം. പക്ഷെ ഇത് പറഞ്ഞ ഉടനെ പരിഹസിക്കുകയാണ്. ഓ ചങ്ങാതി ഇരുന്ന് തള്ളണ് കണ്ടില്ല. എനിക്ക് പിന്നെ ആ തള്ളണ് കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമമില്ലാത്തതുകൊണ്ട് ഞാനത് പറഞ്ഞു. എന്റെ അനുഭവങ്ങളാണത്. മറ്റത് ഞാൻ കാണാത്തതാണ്. ഈ നാഗമുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല, കേട്ട കഥകളാണ്. ഗജമുത്തും അതെ, പുളമുത്തും അതെ. പക്ഷെ അത് പറഞ്ഞു തന്ന ആൾക്കാർ 99% കാര്യങ്ങളും അവർ പറഞ്ഞത് സത്യമായതുകൊണ്ട് ഇതും സത്യമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് അവർ കുറെ നുണ പറയുന്ന ആൾക്കാരല്ല. എനിക്കിത് പറഞ്ഞു തന്ന അറിവ് തന്ന ആൾക്കാർ. അതുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, ശ്രീ എമ്മിന്റെ പുസ്തകത്തില് ഒരു സെക്കൻഡ് കമാൻഡർ നാഗലോകത്ത് നിന്ന് വരുന്നതായിട്ടും ബാബാജിയുടെ അടുത്ത് വരുന്നതായിട്ടും ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും മികച്ച നാഗങ്ങളെല്ലാവരും തിരിച്ചു പിടിച്ചു വന്നു. ഇവിടെ ഉള്ളതിപ്പം വളരെ കുഴപ്പക്കാരായ കുറെ സാധനങ്ങൾ മാത്രമാണ് ഇവിടെ കിടക്കുന്നതെന്നൊക്കെ അതിൽ ഇങ്ങനെ പല സ്ഥലത്തും വായിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതാണ് ചോദിച്ചത്, ഈ നാഗലോകം എന്ന് പറയുന്ന ഒരു ലോകം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലോകമുണ്ട്.
അപ്പോൾ ആ ലോകത്തിന്റെ ഒരു റെപ്ലിക്കയാണോ ഈ ഭൂമി? അപ്പൊ നമ്മള് ഈ നാഗങ്ങൾ മനുഷ്യരൂപത്തിൽ വന്നതാണ്. അതാണ് ഈ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു പൂർണ്ണ രൂപം. അത് കശ്യപ മഹർഷിയുടെ രണ്ട് അതെ, അതെ, ഭാര്യമാര്, അതെ. അതിഥി വിനീത പറഞ്ഞ രണ്ടുപേര് തമ്മിൽ മത്സരം ഉണ്ടായിട്ട് വിശ്രവസ് എന്താ മറ്റേ ഉച്ചശ്രവസ്. ഉച്ചശ്രവസിന്റെ വാലിലൊരു കറുത്ത പാട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വെറ്റ് വെച്ച് അവസാനം കരിതാകങ്ങളെ പറഞ്ഞു വിട്ടപ്പോൾ വാസുകി ടീമൊന്നും തയ്യാറായില്ല. തക്ഷകൻ, കാളിയൻ, വാസുകി തുടങ്ങിയ പ്രധാനപ്പെട്ട പാമ്പുകൾ. അങ്ങനെ ബെറ്റിൽ ഇവര് ജയിച്ചു, കള്ളം പറഞ്ഞ് ജയിച്ചു. അങ്ങനെ ഇവരെ പുറത്താക്കുകയും ചെയ്തു. അമ്മ ശവിച്ചു, സമാധാനം ഇല്ലാണ്ട് പോട്ടെ അവർ ശവിക്കുകയും ചെയ്തു. കാരണം അമ്മയെ സഹായിച്ചില്ല അറിയില്ല. അങ്ങനെ ഇവര് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നേരത്ത് എന്താണ് നിങ്ങളുടെ വിഷമം എന്ന് ചോദിച്ചപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞു, അവരുടെ അമ്മയുമായി ബന്ധപ്പെട്ടൊരു വിഷമം എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആ അമ്മ തന്നെ വേണമെന്നല്ലോ, നിങ്ങൾ വേറൊരു അമ്മയെ സേവിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരുടെ പത്തിയിൽ ഭൂമി എന്ന് പറയുന്ന അമ്മയെ അവർ ഏറ്റി നിൽക്കാൻ തീരുമാനിച്ചു. അപ്പം 5 പത്തി, അതിൽ ഈ പത്തിയിൽ ഏറ്റി നിൽക്കുന്നു. കുറേ സമയം കഴിയുമ്പോൾ ഇത് തളരുമ്പോൾ അടുത്ത പത്തിയിലേക്ക് തട്ടും. അപ്പോഴാണ് ഭൂമി ഉൾക്കുണ്ടാവുന്നത്. ഒരു കഥയാണ്. അപ്പം നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായി ഭൂമി നിൽക്കുന്നത് തന്നെ പാമ്പിന്റെ മുകളിലാണെന്ന് പറയുന്നുണ്ട്. ഇത് ആരെ വിശ്വസിക്കുക? നമ്മളിൽ തെളിവുണ്ടോ? ക്ഷേത്രനാഗത്തിന്റെ മുകളിലാണോ അതോ 5 പാമ്പുകൾ ചേർന്ന്? അല്ലല്ല, ഒരു പാമ്പിന്റെ 5 പത്തികളായിട്ടുള്ള പാമ്പിന്റെ മുകളിൽ സർപ്പനാഗ രാജാവൻ. ഇപ്പൊ കാശി നഗരം എന്ന് പറയുന്നത് ഭഗവാന്റെ തൃശ്ശൂലത്തിന്റെ മുകളിൽ സൃഷ്ടിച്ചാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമ്മളെങ്ങനെ തെളിയിക്കാം? അപ്പോൾ ഇങ്ങനെ കുറെ നമ്മൾക്ക് മനസ്സിലാവാത്ത ഒന്നും വേണ്ട. ഇത് ഞാൻ അട്ടപ്പാടി ഭാഗത്ത് പോയി, അഗളി ഭാഗത്ത് പോയപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞിട്ടൊരു കല്ല് ഭൂമിയുടെ ഉള്ളിലേക്ക് കയറി കിടക്കുന്നുണ്ട്. അതിലൊരു പശുവിനെ എന്തിനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തത് ഇങ്ങനെ ഒരു കല്ല് ഇങ്ങനെ നിൽക്കുന്നത് എന്തെന്ന് വെച്ചപ്പോൾ അത് ഭൂതാനങ്ങൾ എറിഞ്ഞപ്പോൾ വീണിട്ടുള്ളതാണ്. ഞങ്ങളിപ്പോൾ അതിനെ പശുവിനെ കെട്ടാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് കുഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ താഴെ കണ്ടു. ഞങ്ങൾ കുറേ കുഴിച്ച് നോക്കിയിട്ടുണ്ട്, അതിൻ്റെ താഴെ നിന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു കല്ല് വരാൻ കാരണം ഇവിടെ നല്ല ഇതിങ്ങനെ ആ വരിയായിട്ട് അങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ ഏതോ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി ആകാശത്തു കൂടെ ഇങ്ങനെ കല്ലെറിഞ്ഞ് പോകുമ്പോൾ ഇടയ്ക്ക് പിടിക്കുമ്പോൾ കൈ വഴുക്കുകയല്ലേ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ വീണ കല്ലുകൾ ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഭൂമിയുടെ ഉള്ളിലേക്ക് പൊത്തി നിൽക്കുന്നത് അഗളി അട്ടപ്പാടി ഭാഗത്ത് നീളത്തിലൊരു കിലോമീറ്ററുകളാണ് കാണുന്നത്. ഇതിനെന്ത് ശാസ്ത്രീയം എന്താ പിന്നെ കാരണം പറയാം. അന്ന് സർവേകല്ല് നാട്ടാൻ ഇത്ര വലിയ സർവേകല്ല് അറിയില്ല. പണ്ട് ഈ സർവേകല്ല് ആരെങ്കിലും നാട്ടിയിട്ടായിട്ട് അറിയില്ല. അല്ലെങ്കിൽ ഇത്ര സർവേകല്ല് നാട്ടിയിരുന്ന അത്രയും വലിപ്പമുള്ള ആരോ അന്ന് ജീവിച്ചിരുന്നെങ്കിൽ നമ്മൾ ഊഹിക്കേണ്ടി വരും. എന്താണെങ്കിലും ഈ കഥയോട് ചേർന്ന് നിൽക്കുന്ന ഒരു തെളിവ് അവിടെ കാണുന്നുണ്ട്. ചോദ്യമായിട്ട് കണക്ട് ആവുന്നുണ്ട്. കശ്യപ അല്ലെങ്കിൽ പ്രജാപതി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ 2 ഭാര്യമാരിൽ ഒരു ഭാര്യയ്ക്ക് ജനിച്ച അത് മുഴുവൻ സർപ്പങ്ങളായിരുന്നു. അപ്പൊ മനുഷ്യനിൽ നിന്ന് സർപ്പം ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അല്ലേ? അല്ലെങ്കിൽ മനുഷ്യന്റെ പുത്രനായിട്ട് അല്ലെങ്കിൽ ഗരുഡനാണെങ്കിലും ഒക്കെ ഗരുഡനും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത്തരം ജീവികൾ ഇറക്കിയാണ് പകുതി ശരീരമായിട്ട്. അപ്പൊ അത് ആ പ്രപഞ്ചത്തിന്റെ ആദ്യകാലത്തെ സൃഷ്ടിയിലൊന്നും നമുക്കറിയാം. ഈ കഥ നമുക്ക് ഓർത്തു വെക്കാനാണ്. ആ കഥയ്ക്ക് പുറകിലൊരു തത്വം ഉണ്ടായിരിക്കും. അതായത് ഇപ്പൊ ബാലാനസ്വാമി പറഞ്ഞ സാധനം, ഗണപതി എന്തുകൊണ്ട് ഗണനായകൻ എന്ന് വിളിക്കുന്നത് ചോദിച്ചാൽ ക്ലാസ് എടുക്കുന്നത് കുട്ടികൾക്ക് ആശ്രമത്തിലാണ് പണ്ട്. അതൊരു മലയടിവാരത്തിൽ നദിയുടെ തീരത്താണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എനിക്ക് വിശക്കുന്നു എന്നൊരു തോന്നൽ ആ സിഗ്നൽ ആദ്യം ഉണ്ടാകുമ്പോൾ അതൊരു ദേവതയാണ് തോന്നിപ്പിക്കുന്നത്. നിനക്ക് വിശക്കുന്നുണ്ടെന്ന് വേറൊരു ദേവതയാണ് ഉറപ്പിക്കുന്നത്. നീ പോയി ചോദിക്കുക എന്നാലേ ഭക്ഷണം കിട്ടുള്ളൂ വേറൊരു ദേവത വീണ്ടും പ്രേരിപ്പിക്കുന്നു. ഉറക്കെ ചോദിച്ചു അല്ലെങ്കിൽ കിട്ടില്ല എന്ന് വേറൊരു ദേവത പറയുന്നു. ഇങ്ങനെ കൈമാറി എനിക്ക് വിശക്കുന്നു എന്നൊരു സന്ദേശം മോഡുലേറ്റ് ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് ടെലികാസ്റ്റ് ചെയ്ത് ഇതുവരെ വന്നു. വാഗ്ദേവതയ്ക്ക് കൊടുത്തിട്ടില്ല. അപ്പോഴേക്കും ഒരുപാട് ദേവതകൾ ഈ പണിയെടുത്തിട്ടുണ്ട് നടത്താൻ. അവസാനം വാഗ്ദേവതയ്ക്ക് കൊടുത്തു. വാഗ്ദേവതയ്ക്ക് കൊടുക്കുമ്പോൾ കറക്റ്റ് മോഡുലേഷനിലല്ല എങ്കിൽ അമ്മേ ചോറ് എടുക്കാന്ന് പറഞ്ഞാൽ പോയി പണിയാക്കാൻ പറയും. അമ്മയ്ക്ക് വിശക്കുന്നു ചോറുതാന്ന് പറഞ്ഞാലേ കിട്ടുള്ളൂ. അപ്പൊ ആ മോഡുലേഷൻ വരെ കറക്റ്റ് ആക്കിയിട്ട് ദേവത വിട്ടിട്ടുണ്ട്. വാഗ്ദേവതയ്ക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു ദേവതകളുടെ കൂട്ടത്തിനെ നിയന്ത്രിച്ചത് ഗണനായകൻ ഗണപതി. അപ്പൊ കൂട്ടത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ ആശ്രമത്തിലെ കുട്ടിക്ക് എന്താണ് കിട്ടുക? ആൾക്കൂട്ടല്ലേ അവിടെ, പശുക്കളുടെ കൂട്ടല്ലേ അവിടെ അവർ സ്ഥിരം കാണുന്ന കൂട്ടം ആനക്കൂട്ടാണ്. അപ്പൊ ആനെ റെപ്രസെന്റ് ചെയ്തിട്ട് വെച്ചു. വിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണത്. അപ്പൊ കുട്ടിക്ക് ഒരു കൂട്ടം എന്ന് പറയുമ്പോഴേക്കും ആനക്കൂട്ടം ഓർമ്മ വന്നു. അപ്പൊ അതിന്റെ ചീഫായിട്ടുള്ള ആളെ ഇതിനൊക്കെ നയിക്കുന്ന ആളായിട്ട് ഓർമ്മ വന്നു. അങ്ങനെ കഥയിലേക്ക് കണക്ട് ചെയ്ത് വെച്ചു. ആ കഥ അവൻ ജീവിതത്തിൽ മറക്കില്ല. ഇനി അതിന്റെ തത്വം പ്രതികരണം, ശാസ്ത്ര പ്രതികരണം. ഗണപതി ശരീരത്തിൽ എവിടെ ഇരിക്കണം, എന്തുകൊണ്ടത് വിഗ്രഹങ്ങൾ മാറ്റാനും വിഗ്രഹങ്ങൾ കൊടുക്കാനും ഗണപതിക്ക് കഴിയുന്നു, ഏറ്റെടുപ്പ് എന്താണ് ശരീരത്തിൽ സംഭവിക്കുന്നത്, ലെഫ്റ്റ് ബ്രെയിൻ എന്താണ്, റൈറ്റ് ബ്രെയിൻ എന്താണ്, ഇങ്ങനത്തത് നമ്മൾ അതൊന്ന് കണ്ടെത്തണം. കഥ എന്ന് പറയുന്നത് എളുപ്പം പഠിപ്പിക്കാൻ ഫോർമുലയാണ്. അത് സ്ട്രൈറ്റ് പറഞ്ഞാൽ മതി, ഇതാണ് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ. പക്ഷെ മറന്നു മറക്കാതിരിക്കാനാണ് അതിനെ കഥയിൽ കെട്ടിയിട്ട് പറയുന്നത്. കഥ എപ്പോഴും നമ്മൾ കശ്യപന്റെ വിനീതരൊക്കെ കഥയായിട്ട് ഓർത്തു വയ്ക്കാൻ കാരണം അത് കഥയായതുകൊണ്ടാണ്. അതിന്റെ സയൻസ് പറഞ്ഞാൽ നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. ഇനി അതിൽ നിന്ന് നമ്മൾ
അതിൻ്റെ തത്വവും ശാസ്ത്രവും നമ്മൾ വേർതിരിച്ചെടുക്കേണ്ടതാണ്. പണ്ട് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അതുണ്ടായിരുന്നു. കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുത്ത് അടുത്ത വിദ്യാഭ്യാസത്തിലേക്ക് കിടക്കുമ്പോഴേക്കും ഇതൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷെ ഇന്ന് LKG UKG വരെ കുട്ടികൾക്ക് നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ അവന് ഇതായിട്ട് യാതൊരു ബന്ധമില്ല. ഇതിലെ തത്വവും ശാസ്ത്രവും അവനിൽ നിന്ന് മിസ്സായിരിക്കുകയാണ്, കഥ മാത്രമായി മാറി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആ കഥയിൽ പറഞ്ഞു നിൽക്കുന്നത്. കഥ കഴിഞ്ഞ് എന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞാൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ആചാര്യന്മാർ വന്നിട്ടില്ല. അത് വന്നാൽ ഇതിനൊക്കെ ഉത്തരമാണ്, ഈ ചോദിച്ചതിനൊക്കെ ഉത്തരം. അതെ അതെ. അപ്പം നേരത്തെ പറഞ്ഞു വെച്ചതിൽ ഈ ഹൈന്ദവ സംസ്കാരം യഥാർത്ഥത്തിൽ അടുത്തൊരു തലമുറയ്ക്ക് ഇപ്പം പലപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്. കാര്യം നമ്മളൊരു കൾച്ചറൽ കാരിയറാണെന്ന് പറയും. ഇപ്പം നമ്മൾ കൊണ്ടുവന്ന കുറേ സാധനങ്ങൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുത്തിട്ട് പോകുക എന്നൊരു ജോലിയാണ്. ഇപ്പോൾ കേരളത്തിലെ കുഴപ്പമെന്ന് വെച്ചാൽ കേരളത്തിലെ ബുദ്ധിജീവികളെല്ലാം മരിക്കാറാവുന്നവരെ ഭയങ്കര റാഷണലിസ്റ്റുകളും മരിക്കാറാവുമ്പോൾ പെട്ടെന്ന് രഹസ്യമായിട്ട് പോയി ചെയ്യുന്ന ഒരു ഈശ്വര ഇന്ത്യയിലേക്ക് പോകും. പക്ഷെ അടുത്ത തലമുറയ്ക്ക് അത് കാണാൻ പറ്റുന്നില്ല. അവരെപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവരെല്ലാം അങ്ങനെ ജീവിച്ച് മരിച്ചു. അച്ഛനൊക്കെ നല്ല കുറി വരച്ചിട്ട് തന്നെയാണ് അവസാനങ്ങൾ അച്ഛനെ നന്നായിട്ട് കുറി. അതെ അതെ. പക്ഷെ അത് വെളിയിൽ പറയുമ്പോൾ കൃഷ്ണഭക്തിയായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ പല ആൾക്കാർ രഹസ്യമായിട്ടൊക്കെ ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട്. പക്ഷെ അവർ പരസ്യമായിട്ട് ചെയ്യാത്തതുകൊണ്ട് അപ്പം നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്ക് ഇത്രയും ഈശ്വരൻ നടത്തിയ ആൾക്കാരെല്ലാം സെറമോണിയൽ പരേഡും കിട്ടി വലിയ കാര്യമായിട്ട് അവർ ഇതായി പോകുന്നു. അപ്പോൾ അത് നമ്മുടെ ഇടയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. രണ്ട്, ഈ ഹൈന്ദവ മതത്തിലെ തന്നെ ആചാര്യസ്ഥാനത്തിരിക്കുന്ന പല ആളുകളും തമ്മിൽ പരസ്പരം ഒരു ക്ലാഷ്. ഈ അടുത്ത കാലത്ത് തന്നെ ഏറ്റവും ടോപ്പ് പൊസിഷനിലിരിക്കുന്ന രണ്ടുപേര് തമ്മിൽ ചെറിയൊരു വാഗ്വാദം ഉണ്ടായി. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പം മാതാ അമൃതാനന്ദമയും പൂജ്യ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജിയും ഈ ഇദ്ദേഹം സദ്ഗുരു അദ്ദേഹം ഒരു വേദിയിൽ എന്തുകൊണ്ട് വരുന്നില്ല, എന്തുകൊണ്ട് വന്നിട്ട് ഒരുമിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നില്ല? അത് അങ്ങ് ഇങ്ങനെ നോക്കിക്കാണുന്നു. ഈ എനർജി വേരിയേഷനൊക്കെ ഉണ്ടാവും, അത് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ എങ്കിലും അതൊരു ആവശ്യമല്ലേ എന്നുള്ളതാണ്. അലോപ്പതിയും ആയുർവേദവും ഒരുമിച്ച് ചികിത്സിക്കാൻ പറ്റുമോ? ചില സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. അതെങ്ങനെ ചെയ്യാൻ പറ്റും? അല്ല, അത് ഈ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, നമ്മുടെ ഈ എന്താ പറയുക, എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്. ഒരുമിച്ച് എല്ലാം കൊടുക്കുന്ന ഒന്ന് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തിനും ഉയർത്തി ശരീരത്തിനെ കൊണ്ട് ചികിത്സിപ്പിക്കുന്നതാണ് ആയുർവേദം. മറ്റത് നിങ്ങളുടെ പ്രതിരോധ വിഷയം നമുക്ക് വിഷയമേ അല്ല. ഞങ്ങൾ മരുന്ന് തന്നിട്ട് ഇത് രണ്ടും നമ്മൾ ചേരില്ല. പിന്നെ ചേർക്കുന്നു എന്ന് പറഞ്ഞാൽ മണ്ടത്തരാണ്, ചേരില്ല. അപ്പൊ അതുപോലെ ഇവരുടെ ആശയങ്ങൾ തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യം ഉണ്ടായിരിക്കും. ഹിന്ദുവിനെ ഇങ്ങനെയല്ല ഉദ്ധരിക്കേണ്ടത് ഇവർക്ക് തോന്നുന്നുണ്ടാവും, ഹിന്ദുവിനെ ഇങ്ങനെയാണോ ഉദ്ധരിക്കേണ്ടത് അവർക്കും തോന്നുന്നുണ്ടാവും. അപ്പൊ അവർ ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ അവർ തമ്മിൽ തർക്കിക്കും. ഒരു കാരണം ആചാര്യന്മാരെ കുറിച്ചാണെങ്കിൽ. സാമുദായിക നേതാക്കളെ കുറിച്ചാണെങ്കിൽ ഇത് കച്ചവട കേന്ദ്രങ്ങൾ. ഇപ്പം നാഗങ്ങളെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ നിർമ്മലാനന്ദ സ്വാമി പറയുന്നൊരു കാര്യമാണ്, നാഗം എന്ന് പറയുന്നത് മിന്നൽ രക്ഷാചാലകങ്ങൾ കൂടിയാണ്. അതായത് പാമ്പുകാവുള്ള ഒരു തൊടിയിൽ ഇടിമിന്നൽ ഏൽക്കില്ല എന്നാണ്. ശരിക്കും അതിൻ്റെ സിസ്റ്റത്തിലാണ് ഇരിക്കണമെങ്കിൽ ഏൽക്കില്ല എന്ന് മാത്രമല്ല, ആ ഇടിമിന്നലിൽ നിന്നും ഊർജം സ്വീകരിച്ച് പുതിയ സ്പീഷീസിനെ ഉണ്ടാക്കാനും ഭൂമിയിലെ മൂലകങ്ങളെ നിധിയാക്കി മാറ്റാനും കഴിയുന്ന കഴിവ് കൂടി യഥാർത്ഥത്തിൽ നാഗക്കാവിനുണ്ടെന്നാണ്. അപ്പം ഇതിന് സയൻറ്റിഫിക് പ്രൂഫ് എന്താണെന്ന് വെച്ചാൽ, നിർമ്മലാനന്ദ സ്വാമി ഉണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, അദ്ദേഹം ഗ്രന്ഥം കൊണ്ടുവരുമായിരുന്നു. അദ്ദേഹം അറിയാതെയൊന്നും പറയില്ല. ഞാനൊക്കെ ഈ കേട്ട കഥകൾ പറയും. നിർമ്മലാനന്ദ സ്വാമിക്ക് അടിസ്ഥാന ഗ്രന്ഥത്തിലാണെന്ന് പറയില്ല. ബാലാനന്ദ സ്വാമി, നിർമ്മലാനന്ദ സ്വാമി എന്നും ഗ്രന്ഥങ്ങളിൽ അതൊരു കാര്യം പറയില്ല. അവരാണ് ശരിക്കും വിദ്വാന്മാർ. അല്ല, അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത് 100%. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ ആദിവാസി പറഞ്ഞു കേട്ടു, അവിടെ ഉണ്ട് ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞത്. നിർമ്മലാനന്ദ സ്വാമി അങ്ങനെ പറഞ്ഞാൽ ഒരു സംശയം വേണ്ട, അതിൻ്റെ വലിയ അടിസ്ഥാന ഗ്രന്ഥം ഉണ്ടായിരിക്കും. ബാലാനന്ദ സ്വാമിയെ പോലെ തന്നെ കൃഷ്ണമാർജി എന്ന് പറഞ്ഞ ബാലാനന്ദ സ്വാമി ഏത് ഗ്രന്ഥത്തിലാണ് പറഞ്ഞത് കൃത്യമായിട്ട് ആ ഗ്രന്ഥം വെച്ചിട്ട് ആ ശ്ലോകം ചൊല്ലി തരും. അതിനൊന്നും വെറുതെ ഒന്നും പറയില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ആകത്തിൻ്റെ ഒരു സങ്കല്പം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം എന്ന് പറയാം. അപ്പോൾ നാഗങ്ങൾ യഥാർത്ഥത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട്, അപ്പോൾ ഈ നാഗപ്പുറ്റുകൾ പലയിടത്തും ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ചില ആളുകൾ തട്ടിക്കളയാറുണ്ട്, ചിലർ തട്ടിക്കളഞ്ഞുകൂടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സയൻറ്റിഫിക്കായിട്ട് നോക്കുമ്പോൾ ചില പ്രദേശങ്ങൾ ഈ സർപ്പൻറ്റൈൻ ഫീൽഡുകൾ അല്ലെങ്കിൽ സർപ്പ ഫീൽഡുകൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സർപ്പ ഫീൽഡുകളിൽ നമ്മൾ വീട് വയ്ക്കാനോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇതിനെ ശരിയായ രീതിയിൽ ഡിറ്റക്റ്റ് ചെയ്യാനും കണ്ടെത്താനുമുള്ള എന്തെങ്കിലും തരത്തിലുള്ള വിദ്യകളുണ്ടോ? പാമ്പ് പറ്റി കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. അതിനെക്കുറിച്ച് അറിവുള്ളവർ ഇപ്പോൾ സാധാരണ മഷ്റൂം കണ്ടറിയോ? നല്ല കൂൺ കണ്ടറിയോ? അത് കുറെ കൂനുണ്ടായി നിൽക്കുന്നത്, അതിൽ നല്ല കൂനുണ്ടെങ്കിൽ കണ്ട തിരിച്ചറിഞ്ഞത് വെച്ച് കറി വെച്ച് കഴിക്കുന്ന ധൈര്യമില്ലല്ലോ, കാരണം അല്ലെങ്കിൽ മരിച്ചു പോകും. അതുപോലെ തന്നെ പാമ്പും പുറ്റും മറ്റേപോലും കണ്ടാൽ തിരിച്ചറിയുന്ന ആൾക്കാർ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് അത് കണ്ടത് പാമ്പ് പുറ്റാണ് തൊണ്ട പറയും. പുറ്റുപോലും വരാത്ത രീതിയിൽ ചില ഏരിയകൾ പറയുന്നുണ്ടല്ലോ. പാമ്പ് വസിക്കുന്ന ഉദാഹരണത്തിന് പാമ്പ് വസിക്കുന്ന ഭൂമിയുടെ മുകളിൽ നമ്മൾ വീട് വെച്ചാൽ നമുക്ക് ഒരു കാലത്തും സ്വസ്ഥയും സമാധാനം ഉണ്ടാവില്ല, ഐശ്വര്യം ഉണ്ടാവില്ല. അത് നമ്മൾ തിരിച്ചറിയുന്നത് ഇതിൻ്റെ പോലെ ജ്യോതിഷത്തിലൂടെയാണ് തിരിച്ചറിയാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് നാഗങ്ങളോട് തന്നെ മാറാൻ പറഞ്ഞവർ മാറും. അല്ലാണ്ട് അവർ മാറിത്തരാത്തവരൊന്നല്ല. നിങ്ങൾ ഏറ്റവും ഉത്തമമായ സ്ഥലത്തേക്ക് മാറണം എന്ന് അവരോട് പ്രാർത്ഥിച്ച് പ്രായശ്ചിത്തം ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മൾ കൊടുത്ത സ്ഥലത്തേക്ക് അവർ വരും.
അപ്പോൾ നമ്മൾ നല്ലൊരു വൃക്ഷം തീരുമാനിക്കുക, അവിടെ പാമ്പുകളുടെ സ്ഥലമാണെന്ന് തീരുമാനിച്ചാൽ അതിർത്തി കെട്ടി തിരിച്ചിട്ട് ശുദ്ധമായി സൂക്ഷിക്കുക. മാസങ്ങളോളം കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവർ ഭൂമിയുടെ അടിയിലൂടെ സഞ്ചരിച്ച് അങ്ങോട്ട് വരും. അല്ലാണ്ട് അതിൻ്റെ മുകളിൽ നിന്നിട്ട് പിന്നെ പരിഹാരം ചെയ്ത് ബന്ധിക്കാനും ഒഴുക്കാനും ആവാഹിക്കാനും നിൽക്കരുത്. കാരണം അവർ ഭൂമിയിലുള്ളതാണ് കാലങ്ങളായിട്ട്. ഈ ബന്ധനത്തിൻ്റെ കാര്യം ഈ അയ്യപ്പൻ ഇപ്പോൾ അഷ്ടബന്ധനം വന്നു എന്നുള്ള രീതിയിൽ വന്നില്ല എന്നുള്ള രീതിയിൽ ഈ ആചാര്യന്മാർ തമ്മിൽ ഇങ്ങനെ തർക്കിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും ബന്ധിച്ചിട്ടുണ്ട്, എല്ലാ കാവുകളും ബന്ധിച്ചിട്ടുണ്ട്, എല്ലാ ദേവതയും ബന്ധിച്ചിട്ടുണ്ട്. അതിൽ എല്ലാ ദേവതകളെയും തിരുനാവായിൽ നിന്നും അയച്ചിട്ടുണ്ട്. ഓ, ഇപ്പോൾ നമ്മൾ ഈ ഇത് കഴിഞ്ഞപ്പോൾ മാഘമഹോത്സവം കഴിഞ്ഞപ്പോഴത്തേക്കാണ് അയ്യപ്പന് അവിടെ മോചനം കിട്ടിയിട്ടുണ്ട്. അവനൊന്നും എല്ലാവരും മോചനം. അപ്പോൾ ഇത് ചെയ്യുന്ന ആരായിരിക്കും ഈ പറയുന്ന അത്രയും പവർഫുള്ളായ ആൾക്കാരുണ്ടോ? ഉണ്ടായിരുന്നു. ഒരു ചുറ്റഴിക്കുമ്പോൾ 9 ചുറ്റുന്നതാണ് ബന്ധനത്തിൻ്റെ ശാസ്ത്രം. കഴിക്കാൻ നോക്കിയാൽ കഴിയില്ല. അത് ഈ അറബിക് മാന്ത്രിക സമ്പ്രദായം ബന്ധനമില്ല, അതൊക്കെ നമ്മുടെ നാട്ടിലുള്ള തന്നെയാണ്. ഹിന്ദുക്കൾ തന്നെയാണോ ചെയ്യുന്നത്? പാമ്പ് കൊണ്ടാണ് ബന്ധിക്കുന്നത്. ഹിന്ദുക്കൾ തന്നെയാണോ ചെയ്യുന്നത്? നിങ്ങളുടെ കയ്യിൽ ഒരു പാമ്പിനെ കൊണ്ട് ചുറ്റിയിട്ടുണ്ട്, ഞാനത് അഴിക്കാൻ വേണ്ടി എടുത്തിട്ട് പിടിച്ചു, ആ പാമ്പ് എന്നെ ചുറ്റും. തിരിച്ചു അടുത്ത കൈ കൊണ്ട് അഴിക്കാൻ നോക്കി എൻ്റെ മറ്റേ കൈ ചുറ്റും, കാലുകൊണ്ട് ചോട്ടം നോക്കിയാൽ കാല് ചുറ്റും. അതാണ് ഒരു ചുറ്റഴിക്കുമ്പോൾ 9 ചുറ്റുന്നതാണ് മന്ത്രം തന്നെ. അത് കഴിക്കാൻ പറ്റില്ല. പണ്ട് 60 വർഷം മുമ്പ് ചെയ്തിട്ട് പോയാണെങ്കിൽ കഴിക്കാൻ പറ്റില്ല. ഞാൻ അഴിച്ചു എന്ന് വിചാരിക്കുക, ഒരു 3 മാസം കഴിയുമ്പോഴേക്കും പുറത്തോടെ വീണ്ടും ചുറ്റും. അപ്പോൾ ഇവരുടെയൊക്കെ കുലങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾ ഈ പറയുന്ന കേവന്മാരെന്ന് പറയുന്ന ആൾക്കാരുടെ കുലത്തിലേക്ക് കയറി നോക്ക്, എണ്ണം കൂടിയിട്ടുണ്ടോ നോക്കൂ. കുലത്തിൽ എണ്ണം കൂടിയിട്ടുണ്ടോ, കുലം ഐശ്വര്യത്തിലാണോ, തറവാടുകൾ എണ്ണം കൂടിയിട്ടുണ്ടോ നോക്കൂ. മരിക്കുന്ന ഊർജ്ജം മരിച്ചിട്ടാണോ മരിക്കണം നോക്കൂ. അയാളുടെ കർമ്മം ശുദ്ധമാണെങ്കിൽ അയാൾ ഒരു ദിവസം പെട്ടെന്ന് കണ്ട് ഇറങ്ങി പോരും. അയാളങ്ങനെ വലിച്ച ആശുപത്രിയിൽ കുമ്പം കൊള്ളായിട്ട് കിടന്ന് മരിക്കില്ല. കർമ്മശുദ്ധി അങ്ങനെയാണ് തെളിയുക. അതുകൊണ്ടാണ് ഭാരതം പോസ്റ്റ്മോർട്ടം ചെയ്യാത്തത്. കാരണം മരണം അവൻ്റെ വിധിയാണ്. പിന്നെ അത് വീണ്ടും കയറി മറിച്ച് തലക്കടിച്ചു വന്നാലും അവൻ്റെ വിധിയാണ്. അവന് തലക്കടിക്കാനുള്ള ആൾ പുറകെ വരുന്നുള്ളതാണ് വിശ്വാസം. പക്ഷെ അത് മോഡേൺ കാലത്ത് അത് പ്രായോഗികമാണോ എന്ന് വെച്ചാൽ അല്ല. ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യണം, കുറ്റവാളിയെ കണ്ടുപിടിക്കണം, അതൊക്കെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടതാണ്. പക്ഷേ ഭാരതം അറിവില്ലാത്തതുകൊണ്ടല്ല പോസ്റ്റ്മോർട്ടം കണ്ടുപിടിക്കാൻ. ഇത് മുഴുവൻ കണ്ടുപിടിക്കാവുന്ന രാജ്യത്തിന് പോസ്റ്റ്മോർട്ടം. അത് ചകഞ്ഞ് പോകണ്ട. മരണം കഴിഞ്ഞാൽ അവിടെ അവസാനിച്ചു, അടുത്ത വണ്ടിയിലാവും കയറി എന്നല്ല. ഓക്കെ, അപ്പം ഇനിയിപ്പം ചോദിക്കാം, സമയം കൂടെ പ്രശ്നമാണല്ലേ? അവർ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അല്ല വല്ല ചോദിക്കേണ്ട ചോദിച്ചല്ലോ, ചോദിക്കേണ്ടതല്ല. ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമുക്ക് എന്തായാലും അടുത്തൊരു സെലക്ഷനിൽ ഇരിക്കാം, അങ്ങോട്ട് അവിടെ വരിക. അപ്പോൾ ഈ മാഹത്തെ കുറിച്ച് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഇതിനു വേണ്ടി പൂജകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? 19 കറികളുണ്ടായിരുന്നു. വിവിധ സമ്പ്രദായക്കാരുടെ എല്ലാ കുലങ്ങളിലെയും എല്ലാ ആചാരങ്ങളും വെച്ചിട്ട് തൃകാലത്തിലും അതിലും അധികവും പൂജകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അയ്യപ്പൻ എന്ന് പറയുന്ന പഴയതുപോലെ പവർഫുൾ ആയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ബന്ധമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഉടനെ തന്നെ കാണാനായിട്ട് സാധിക്കും. കിട്ടുന്നില്ല. അതുകൊണ്ടാണല്ലോ ഭുവനേശ്വരിയുടെ ലേഖനം എഴുതിയപ്പോഴേക്കും പല വീട്ടിലും ഭുവനേശ്വരി വന്നത്. അത് ഞാൻ എഴുതിയോണ്ട് വന്നതല്ല, വന്നിട്ടുണ്ട്. പക്ഷെ ഇനി അവർ ഓർമ്മിപ്പിക്കാനാണ് ഈ ലേഖനം. അത് വായിച്ചത് അവർക്ക് ഭുവനേശ്വരി ഓർമ്മ വന്നു. പണ്ട് തറവാട്ടിൽ ഉണ്ടായിരുന്നതാണ്, ഭുവനേശ്വരി പ്രത്യക്ഷമായി. ഭുവനേശ്വരിയുടെ ബന്ധനം മാറിയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങ് ചെയ്യുന്ന എന്തൊക്കെ ക്രിയകളാണ് ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നോർമലി എന്ത് തരത്തിലുള്ള ആളുകൾക്കാണ് അങ്ങനെ സമീപിക്കാൻ പറ്റുക? എൻ്റെ അടുത്ത് ഒന്നിനും ശ്രമിച്ചിട്ടും കാര്യമില്ല. എൻ്റെ അറിവില്ല, കാശില്ല, അധികാരമില്ല. ഞാൻ ഒരു സംഘടനയിലും അംഗമല്ല, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ പോലും അല്ല. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഒരു കാര്യം വായ്പുട്ട് മാത്രമേ ഉള്ളൂ. വർത്താനം പറയാം, എത്ര മണിക്കൂർ വേണം വർത്താനം പറയാം, എത്ര മണിക്കൂർ പ്രശ്നം. ഏതൊക്കെ വഴികളിലേ ഒരു വഴി കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നു? ഒരു വഴിയും കാണിച്ചു കൊടുക്കാൻ ഞാൻ ആരുമില്ല. അവനവൻ്റെ വഴി, എൻ്റെ അനുഭവം ഞാൻ പറയാം. എനിക്കിങ്ങനെയാണ് അനുഭവം, നിങ്ങൾക്ക് അത് ആയിക്കോളണമെന്നില്ല. ഈ മാടമ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? മാടമ്പിന് ഞാൻ ഒരിക്കൽ ചെന്നിട്ടുണ്ട്. അദ്ദേഹം കള്ള് മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട്, കുടിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞു. സിഗരറ്റ് മുമ്പിലേക്ക് വെച്ച് കുടിക്കണമെന്ന് വെച്ചിട്ടുണ്ട്. പുല്ലും മൈക്കോലെ കണ്ട് വേണോ ചോദിച്ചു, വേണ്ട പറഞ്ഞു. അപ്പോൾ എല്ലാവരോടും അദ്ദേഹം പറയുന്നത് തമാശ എന്നോടും പറഞ്ഞു, ഇവിടെ ഉണ്ട് കുറേ എണ്ണം, അവരെയൊക്കെ തൊഴുത്തിലാക്കിയിരിക്കുകയാണ് പറഞ്ഞു. അപ്പോൾ പലരോടും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ കേട്ടു. അല്ല, സംഭാഷണ ശൈലിയിൽ പലപ്പോഴും ആ ഒരു കടന്നു വരുന്നുണ്ട്, പല ബന്ധം അങ്ങനെയാണോ എന്നാണ് ചോദിച്ചത്. ശരി. അപ്പോൾ എന്തായാലും പിന്നെ കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വന്നായിരുന്നു, പിന്നെ ഇടയ്ക്ക് അതങ്ങോട്ട് മാറിപ്പോയതാണ്. അപ്പോൾ ഈ അടുത്ത കുംഭമേള കേരളത്തിൽ എന്നായിരിക്കും? അതിനെക്കുറിച്ച് എന്തെങ്കിലും അടുത്ത വർഷം ഉണ്ട്. പിന്നെ മഹാമാഘം കേരള കുംഭമേള എന്ന് അറിയപ്പെട്ടതാണ്. മഹാമാഘ മഹോത്സവം. എന്താണ് അതിൻ്റെ പ്രത്യേകത? എന്തായിരുന്നു അങ്ങനെ ഒന്ന്? മാഘമാസം എന്ന് പറയുന്നത് ഫാൽഗുന മാസവും പിന്നെ പൗഷമാസം, അതിനിടയിൽ ശകവർഷത്തിലെ മാസത്തിനിടയിൽ വരുന്നതാണ് മാഘമാസം. ആ മാഘമാസം എന്നത് മാസങ്ങളിലെ പുണ്യമാസമാണ്. ദേവതകൾ ഉത്തരായണത്തേക്ക് കടന്ന് ദേവതകളെല്ലാം ഉണർന്ന് സജീവമായി നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് പ്രയാഗ് പോലുള്ള സ്ഥലങ്ങളിൽ, അങ്ങനത്തെ പല സ്ഥലങ്ങളിലും അമൃതിൻ്റെ സാന്നിധ്യം വരുന്നതായതുകൊണ്ട് ഇവിടെ ഗംഗയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടും അവിടെ ഗംഗയിൽ അമൃതുണ്ടെങ്കിൽ ഇവിടെയും ഗംഗയിൽ അമൃത് വരണം. ആ പ്രഭാവം ഈ ഗംഗയ്ക്കും വരണം. ഇവിടെ ഗംഗയുടെ സാന്നിധ്യം വരുന്നത് എങ്ങനെയാണ്? സപ്തനദികളുടെ സാന്നിധ്യം ഉണ്ടെന്ന് പരശുരാമൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ തുടക്കം
ത്രിമൂർത്തി മലയിലാണ്. അവിടെ ഗംഗാനദി വരാനൊരു കാരണമുണ്ട്, കഥയുണ്ട്. അത്രി മഹർഷിയുടെ അനസൂയ മഹർഷിയുടെയും കഥയുണ്ട്. അപ്പോൾ ആ ഗംഗയിൽ അമൃതമുള്ള ഒരു സമയമാണ്. സപ്തനദികളുടെ സാന്നിധ്യമുണ്ട്. ഗംഗ ഭാരതത്തിലെ എല്ലാ നദികളെയും ഈ യജ്ഞത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഭാരതപ്പുഴയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭാരതപ്പുഴ എന്ന പേര് വന്നിരിക്കുന്നത്. ലോകത്തെവിടെയും അല്ല ഇന്ത്യയിലെവിടെയും ഭാരതപ്പുഴ എന്ന പേരിൽ ഒരു പുഴയില്ല. അപ്പോൾ ആ പുഴയുടെ തീരത്ത് നടക്കുന്ന നദി ഉത്സവം എന്ന് പറയുന്നത് ഭാരതം സംഖ്യയാണല്ലോ. ഇന്ത്യപ്പുഴയാണ് നല്ലത്. നമ്മൾ രാഹുലിന് അങ്ങനെ പറയാൻ സാധ്യത. അപ്പോൾ സമസ്ത ദേവതകളും അതിൽ പങ്കെടുത്തിരുന്നു. അവിടെ യാഗം നടന്ന ഭൂമിയാണ്. കേരളത്തിൻ്റെ ഇലക്ഷൻ നടന്നത് പണ്ട് ചേരമാൻ പെരുമാൾ പോലുള്ള രാജാക്കന്മാർ തിരഞ്ഞെടുക്കപ്പെട്ടത് അവിടെയാണ്. വിദ്വൽ സംഗമങ്ങൾ, ശാസ്ത്ര സംവാദങ്ങൾ, നവയോഗി സംവാദങ്ങൾ, യജ്ഞങ്ങൾ, മറ്റ് വിദ്വൽ സഭകൾ, സദസ്സുകൾ, കലാപ്രകടനങ്ങൾ, സാംസ്കാരികോത്സവം, കായിക പ്രകടനങ്ങൾ, സൈനിക പ്രകടനങ്ങൾ, ഒപ്പം ബജറ്റ് അവതരണം. ഇത്രയും നടന്ന ഒരു സ്ഥലം 45 ദിവസത്തെ ആഘോഷം അവിടെ വെച്ചിട്ട് അടുത്ത 12 വർഷം ആര് ഭരിക്കണമെന്ന് കേരളം തീരുമാനിച്ചിരുന്നത് അവിടെ വെച്ചിട്ടാണ്. ഇതാണ് 273 വർഷം, 271 വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷ് സർക്കാർ പൂർണ്ണമായും നിരോധിച്ചതിന് ശേഷം. അതിനു മുമ്പും ഹൈദരാലിയും ടിപ്പുവും എല്ലാവരും അവരെ കൊണ്ടാവുന്ന രീതിയിൽ നശിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. കാരണം ഇത് ഇത്രയും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സമ്പ്രദായം എന്നൊന്ന് ആലോചിച്ചോണം. ഇത്ര കാലം ജനവാൻ പെരുമാളുടെ കാലത്ത്. അപ്പോൾ അതിനെ തകർക്കാൻ നോക്കി, തകർത്തു. ഇന്നത് തിരിച്ചു വന്നിരിക്കുക. ചില സന്മനസ്സുകൾ ഒന്ന് വിളക്ക് വെച്ചു, ഒരു ഗണപതി ഹോമം നടത്തി, നീള ആരതി ഒന്ന് നടത്തി നോക്കി. അങ്ങനെ വിത്തിട്ടിട്ട് പലപ്പോഴും ശ്രമിച്ചു നോക്കി, നടന്നില്ല. അപ്പോൾ ആനന്ദവനം സ്വാമി നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചു കൂടിയിട്ട് സകല പരമ്പരകളും സകല ഗുരുക്കന്മാരും അദ്ദേഹത്തിന് പിന്തുണയായി വരുന്നു. ആ ഗുരുക്കന്മാരുടെ പരമ്പരകൾ മുഴുവൻ അദ്ദേഹത്തിന് അവിടേക്ക് ഒഴുകി വരുന്നു. എന്തായാലും അദ്ദേഹം നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. അവിടെ ഒരു ജാതി സമ്പ്രദായങ്ങളും ഒന്നും നമ്മൾ അല്ല, അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ ഷാർപ്പാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ പലതുപോലെ അല്ല. കാരണം അദ്ദേഹം പറയുന്നതെല്ലാം വളരെ കൃത്യമായിട്ട് നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നടത്തും. കാരണം ആ വാക്കുകളിൽ, ആ കണ്ണുകളിൽ പോലും ആ ഒരു ഇതുണ്ട്, തീക്ഷ്ണതയും അഗ്നിയും, മാത്രമല്ല കൃത്യതയുണ്ട്. കൃത്യത, അതാണ് ആ ഒരു പ്രിസൈസ്നെസ് വേണം. ധർമ്മസ്യ എന്ന് പറയുമ്പോൾ ഗ്ലാനി എവിടെയാണോ സംഭവിക്കുന്നത് അവിടെ വരുന്നത് പോലെ 10 വർഷം മുമ്പ് ഇങ്ങനെ മനുഷ്യനില്ലേ അവിടെ, നമ്മളാരും കേട്ടിട്ടില്ല. പൊട്ടി വീണ പോലെ പാരച്ചൂട്ടിൽ വന്നിറങ്ങിയ പോലെ വരികയാണ്. അതായത് അത്രയും അപകടാവസ്ഥയിലാണ് കേരളം എന്നാണ് അപ്പോൾ പ്രകൃതി പറയുന്നത്. കമ്മ്യൂണിസത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വളരെ ഷാർപ്പായിട്ട് അദ്ദേഹം പറഞ്ഞു. കാരണം വെച്ചാൽ ഒരു സൈക്കോപാത്ത് തന്നെ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു വെച്ചു. കാരണം വേറെ ആർക്കും അത് പറയാൻ പറ്റില്ല. കാരണം അത് അതിലൂടെ കടന്നു വന്നിട്ട് എന്താ മാർക്സ് എന്ന് പറയുന്നത് തർക്കിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് തർക്കിക്കാൻ പറ്റില്ല. അദ്ദേഹം അത് പഠിച്ചു പറഞ്ഞു. അതെ അതെ അതെ. പിന്നെ സത്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ആ പ്രിസൈസ് ഷാർപ്പായിട്ട് പറയുന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറം വേറെ ഇല്ല. അങ്ങനെയുള്ള ആചാര്യന്മാരാണ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിന് ആവശ്യം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ കൺമറ കെട്ടി പലതിലേക്കുള്ള ഒരു തരം ടാക്ടിക്സുകൾ മാറ്റിയിട്ട് എക്സാക്റ്റായിട്ട് ദിസ് ഈസ് ഹിന്ദുയിസം, നമുക്ക് അങ്ങനെ പറയാനായിട്ട് നിവർന്നെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, സ്വാമി വിവേകാനന്ദൻ. നിവർന്ന് നട്ടല് നിവർന്നെന്ന് പറഞ്ഞു. പറഞ്ഞതുപോലെ ഇന്ന് കാണുന്നത് ആനന്ദൻ സ്വാമി അതുപോലെ പറഞ്ഞപ്പോൾ ജനങ്ങൾ മുഴുവൻ വന്നു. ചതിക്കപ്പെട്ട ആണ് തീർച്ചയായിട്ടും. വേറെ പലരും പറയുമ്പോഴേ ഈ ആൾക്ക്, അതാണ് ഞാൻ അങ്ങോട്ട് നേരത്തെ പറഞ്ഞത്. അപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ലോജിക്കലായിട്ട് ഇപ്പം പറയുന്ന പല കാര്യങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നെങ്കിലും കൃത്യമായിട്ട് തണ്ടലിൽ നിവർത്തി ഒരാളെന്ന് പറയണം ഇതാണ് വഴി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആളുടെ അടുത്ത് ആളുകൾ പോവും. ഇപ്പം ഈ ഒരാൾ വളരെ മോശക്കാരനാണെങ്കിലും എന്ത് തരത്തിലുള്ള അഴിമതി ചെയ്താലും എന്തിൻ്റെ മുമ്പിലേയും കൂസാതെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അയാളെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പിന്നെ ഇരട്ടച്ചങ്കനെന്നോ എന്തെങ്കിലും പേര് വിളിച്ചാലും ശരി, നമ്മൾ അദ്ദേഹത്തിനെ ഒരു നേതാവായിട്ട് അംഗീകരിക്കും. അപ്പം അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഹിന്ദുവിന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരാളില്ലാതിരിക്കുന്നത്. അപ്പോൾ ആ ഒരു തീർച്ചയായിട്ടും അത് വന്നിരിക്കുന്നു. കാരണം വെച്ചാൽ ഇടതുപക്ഷമോ വലതുപക്ഷമോ അതിൽ പങ്കെടുത്തിട്ടില്ല. SNDP NSS പങ്കെടുത്തിട്ടില്ല. ശിവഗിരി മഠം പങ്കെടുത്തിട്ടില്ല. ഇങ്ങനെ ആരുമില്ലാതെയും ഹിന്ദുക്കൾ മുഴുവൻ അവിടെ വന്നു. അതെ, അതാണ് അങ്ങനെ ഒരാളിനെ നമുക്ക് വേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം നൽകിയ ധൈര്യവും പിന്തുണയും ധാർമ്മികമായ ഉത്തരവാദിത്വം അദ്ദേഹം കൃത്യമായിട്ട് നടത്തിയപ്പോൾ ഹിന്ദുവിന്റെ ധർമ്മം ഉണർന്നു, ഭയം മാറി, കൃത്യമായിട്ട് ഹിന്ദു വന്നു. അപ്പോൾ അത് പ്രകൃതിയുടെ നിയോഗമാണ്. അത്രേ ഉള്ളൂ. അപ്പൊ ഞാനിവിടെ പറഞ്ഞപ്പോൾ ദേവതകളെ മുഴുവൻ ബന്ധനം അഴിച്ചു വിട്ടു. ഇതിൽ ഭയക്കുന്ന ഒരു വിഭാഗം വീണ്ടും ബന്ധിക്കാൻ നോക്കില്ല എന്ന് ചോദ്യം വരും. എനിക്ക് ഭയമില്ല. കാരണം ഇനി ദേവതയെ ബന്ധിക്കാൻ നോക്കിയത് ഓർമ്മയുണ്ടാവുള്ളൂ. അതിനും കൂടി ചേർത്തിട്ടാണ് അയച്ചിരിക്കുന്നത്. ഇനി ദേവതയെ തൊടാൻ വരുന്നവന് എന്ത് കിട്ടുന്നുള്ളത് അറിഞ്ഞിട്ട് നമുക്കൊരു നേതാവ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പം ഭാരതം തന്നെ ലോകത്തിൻ്റെ മുമ്പ് നെഞ്ചു വിരിച്ചിരിക്കുന്നതിന് കാരണം നമുക്ക് അത്രയും ഇതായിട്ടുള്ള നേതാവുണ്ട്. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് എന്ത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ആദിവാസികളെയും ബാക്കി തന്നെ മൃഗങ്ങളെയും അവരെല്ലാവരെയും കൊന്നൊടുക്കിയിട്ട് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ വരാൻ പോകുന്നു, അത് ധർമ്മമാണോ? രാവിലെ ഒരാളെൻ്റെ തർക്കിച്ചതേ ഉള്ളൂ. അത് സനാതനമാണോ? സനാതനം എല്ലാത്തിനെയും ഒരേപോലെ കാണുന്നതല്ലേ? ഞാൻ പറഞ്ഞു ധർമ്മത്തിന് ഓരോ കാലഘട്ടത്തിനും അതിൻ്റേതായ ചില രീതികളുണ്ട്. ഇപ്പോൾ ഈ പിന്നെ കൃഷ്ണനും അർജുനും കൂടെ ചേർന്ന് ഒരു വനം, ഖാണ്ഡവനം ദഹിപ്പിച്ചു, അത് ധർമ്മമാണോ എന്ന് ചോദിച്ചു.
അപ്പോൾ പുള്ളിക്കാനും മറുപടിയില്ല. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ ഇത് വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഒരു നേതൃസ്ഥാനത്തേക്ക് ഒരാൾ നിന്നിട്ട് വരൂ എൻ്റെ കൂടെ വരുമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പോകാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ധൈര്യം ഉണ്ടാവും. അല്ല, ഇപ്പോൾ ഈ സനാതനത്തിനെ കുറിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ മഹാമാഘം നടക്കുന്ന സമയത്ത് പറഞ്ഞത് ഭാരതപ്പുഴ എല്ലാം മലിനാവാൻ പോകും, അത് നശിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ആളാണ് കുംഭമേളയെ കുറിച്ചുള്ള കഥ പറഞ്ഞു. ഇവിടെ എങ്ങനെ കുംഭമേള വരണത്? കുംഭമേളയൊക്കെ പ്രയാഗിലൊക്കെ അല്ലേ, അവിടെയാണ് ഗംഗ, അവിടെയാണ് അമൃത്. അവിടെ അമൃതമില്ല ഗംഗയില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ ഇതിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് അത് ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇവരുടെ ഉദ്ദേശം കേരളം വിഘടിക്കണം, കേരളത്തിൻ്റെ ഉള്ളിൽ വീണ്ടും വിഘടിക്കണം, തമിഴ്നാട് വേറെ പോകണം, ഉത്തരേന്ത്യയും നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും വേറെ പോകണം. ഇതൊക്കെ ആഗ്രഹിച്ചിട്ട് ഇതൊക്കെ ഈ നരേന്ദ്രമോദിയെ പോലെയും അമിത്ഷാനെ പോലെയും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അജിത് ഡോവൽ, അങ്ങനെ കുറേ ആൾക്കാർ ഇരുന്ന് നടക്കില്ല. അപ്പോൾ പിന്നെ അവർ ചിരിച്ചാലും കുഴപ്പം, ആ ചിരിച്ചു കാണില്ല, സൈഡിലേക്ക് ഒരു കോടിയെ ചിരി അങ്ങനെ ചിരിക്കാൻ പോലും മനുഷ്യൻ എന്ന് പറഞ്ഞ് കുറ്റം പറയാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതിലൊന്നും യാതൊരു അർത്ഥമില്ല. അവര് പഴയ ഭാരത ഖണ്ഡത്തിനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 19 കൊല്ലം സ്വർണ്ണത്തളിയിൽ വെച്ച് കൊടുത്തല്ലോ, എന്നിട്ട് എന്തെങ്കിലും ചെയ്തോ? ജ്യോതിബാസിനെ പ്രധാനമന്ത്രി ആക്കാന്ന് പറഞ്ഞില്ലേ, അന്ന് നമ്പൂതിരിപ്പാടല്ലേ പറ്റില്ല എന്ന് പറഞ്ഞത്. ആയിട്ട് ഭരിച്ച് നന്നാക്കായിരുന്നില്ലേ? കയ്യിൽ കിട്ടിയ എല്ലാ അവസരങ്ങളും കളഞ്ഞു കൊടുത്തിട്ട് മര്യാദയ്ക്ക് ഒരുത്തം ഭരിക്കുന്ന കാണുമ്പോൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കാന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അംഗീകരിച്ചു. അവിടെ പോയാലും കൈയടിയുണ്ട്. ഈ നാട്ടിൽ മാത്രം നമുക്കിപ്പോൾ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ പല രാജ്യങ്ങളിൽ നിന്നും പോയിട്ട് പറഞ്ഞത് ഇന്ത്യൻ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ പണ്ട് കേൾക്കുമ്പോഴത്തേക്ക് അവർക്കൊരു ഇതായിരുന്നു. കാരണം വെച്ചാൽ തിരിച്ചു വേണ്ട പൈസ കൂടെ കയ്യിലുണ്ടാന്ന് ചോദിച്ചിട്ട് അവർ പാസ്പോർട്ട് അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഭാരതത്തിൻ്റെ ഇപ്പോൾ മാർപ്പാപ്പയെ കാണാനായിട്ട് ഇവിടുന്ന് പോയ ആൾക്കാരെ ഇന്ത്യയിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ അവരെ അകത്തോട്ട് കയറ്റി വിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലോകം മൊത്തം നമ്മളെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു ഭാരതീയനാണെന്ന് പറയുമ്പോൾ ആ പഴയ ഒരു ഇത് നമുക്ക് വരുന്നുണ്ട്. അതിന് കാരണം ആ ഒരു നേതൃസ്ഥാനം തന്നെയാണ്. ഒരു സംശയമില്ല. നമുക്കിപ്പോൾ പണ്ടൊക്കെ ഇന്ത്യൻ ജനത തമ്മിൽ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അയ്യോ അപകടമാവില്ല, നമ്മൾ തോൽക്കുമെന്നൊക്കെ പേടിയുണ്ടാകും. ഇന്ന് നമുക്ക് ഒരു പേടിയില്ല. കാരണം ലോകം മുഴുവൻ ബോംബിനെ പേടിച്ച് നിൽക്കുമ്പോൾ നമ്മളോട് ഹോളി ആഘോഷിക്കണോ, ക്രിക്കറ്റ് കളി കാണണോ, ഒരു ബുദ്ധിമുട്ടും പ്രശ്നവും പേടി നമുക്കുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അതിനുശേഷം എനിക്കൊരു ട്രോമ ഉണ്ടായിരുന്നു. ഒരു വൃത്തികെട്ട മണമുണ്ട് റെയിൽവേ എന്ന് പറഞ്ഞാൽ. കാരണം ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും വിസർജിച്ച് നാട് മുഴുവൻ വെതറിപ്പോയിരുന്ന ഒരു കാലം. ഞാൻ ട്രെയിനിൽ കയറാതെ എവിടെ പോകണമെങ്കിലും ബസ്സിലാണ് പോയിരുന്നത്. അതിനുശേഷം ഒരു 5 കൊല്ലം ആയിട്ടുള്ളൂ ഞാൻ വീണ്ടും ട്രെയിൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഈ സിസ്റ്റം മാറിയത് ഞാൻ അപ്പോൾ അറിയുന്നത്. ഇത് ഇവിടെ ഭരിച്ചിട്ടുള്ള ഇതുവരെ ഭരിച്ച ഒരു സർക്കാരും ശ്രദ്ധിക്കാത്ത കാര്യം, എൻ്റെ മനസ്സ് വിഷമിച്ചിരുന്ന കാര്യം, ഇപ്പോൾ എനിക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മാറിയിട്ടുണ്ട്. അത് നരേന്ദ്രമോദി ഭരിച്ചതിന് ശേഷമാണെന്നുള്ളത് എൻ്റെ അനുഭവമാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ മുഴുവൻ ഭക്ഷണ സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് അതിൽ പെരിച്ചാഴി മെലിയും വൃത്തികെട്ട എല്ലാ ജീവികളും. ഇത് യൂറോപ്യൻസൊക്കെ വന്ന് ടൂറിസ്റ്റുകൾ വന്ന് കണ്ടു നിന്നിട്ട് അവർ നമ്മുടെ രാജ്യത്തിനെ കുറിച്ച് എന്ത് വൃത്തികെട്ട പിക്ചറായിരിക്കും കൊടുക്കുക എന്നുള്ള വിഷമം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. ഇന്നിപ്പോൾ ഞാൻ അഭിമാനത്തിലാണ് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നത്. അത് ഈ ഭരണം വന്നതിന് ശേഷം തന്നെയാണ്. അതിന് BJP ഭരിച്ചോ കോൺഗ്രസ് ഭരിച്ചോ കമ്മ്യൂണിസ്റ്റോ എൻ്റെ വിഷയമല്ല. ഈ സർക്കാർ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടോ ഞാനത് കണ്ടിട്ടുണ്ട്. പിന്നെ കള്ളപ്പണം നിരോധിക്കില്ല. ഇതിന് നോട്ട് നിരോധിച്ചുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ സമൂഹത്തിൽ ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. കള്ളപ്പണം കുത്തിമറിയായിരുന്നു. അതിനൊക്കെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അത്യാവശ്യം സ്ഥലമൊക്കെ വാങ്ങാവുന്ന വിലയിലേക്ക് വില ഇറങ്ങാൻ തുടങ്ങി. മറ്റത് അങ്ങനെയല്ല. നമ്മൾ നാട്ടിൽ തന്നെ 1 കോടി രൂപയ്ക്ക് പുറത്തുണ്ടായിരുന്ന ഒരു സെന്റിന് അങ്ങനെയൊന്നും ഒരിക്കലും വിലയില്ല. അത് ഇവർ കയറ്റി വെച്ചിട്ടുള്ള വിലയാണ്. അപ്പം അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ അയോധ്യയിൽ രാമക്ഷേത്രം പണിയണത് ശാസ്ത്രമാണെങ്കിലും അന്ധവിശ്വാസമാണെങ്കിലും അതിൻ്റെ ഒപ്പം തന്നെ ചൊവ്വയിലേക്കും പോകുന്നുണ്ട്. സൈനിക കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അതിർത്തിയിൽ ശാസ്ത്രം ഇവർക്ക് മനസ്സിലാകത്തിന്റെ കുഴപ്പമുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ പാർലമെന്റ് ഈ ത്രികോണാകൃതിയിൽ നമ്മളിപ്പം പുതുതായിട്ട് പുനർനിർമ്മിച്ചു. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ ഇവർക്ക് അത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലായാലേ പറ്റുള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിൽ പഠിക്കാൻ ശ്രമിച്ചാലും മനസ്സിലാവാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കവത്തെ കുടത്തിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചിട്ട് വല്ല കാര്യം ഉണ്ടെങ്കിൽ ഇവരോടൊന്നും പറഞ്ഞ് സമയം കളഞ്ഞ കാര്യമില്ല. ഇത് ഒരു വിധനം പറയും, എന്താ പറയുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോൽപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അവർ തോറ്റു എന്ന് അവരെ കൊണ്ട് സമ്മതിപ്പിക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, സമയം കളയാതിരിക്കാൻ മാത്രമേ. കാരണം നമ്മൾ അതിലൂടെ കടന്നു പോയതുകൊണ്ട് എനിക്ക് ആ ഭാഗം അറിയാം. ഞാൻ കമ്മ്യൂണിസ്റ്റായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് വല്ല ഭ്രാന്തുകൊണ്ട് പറയും. പുച്ഛമാണ് അടിസ്ഥാനം. എല്ലാവരോടും എനിക്കെല്ലാം അറിയാമെന്നുള്ളൊരു ഭാഗം അത് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. എനിക്കുണ്ടായിരുന്നു. അതൊക്കെ പാർട്ടി വിട്ടിട്ടും അതിൻ്റെ ഛായ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് നമുക്കൊന്നും അറിയില്ല എന്നുള്ള വിനയത്തിലേക്ക് ഇറങ്ങുന്നത്. കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ്. പിന്നെ ചോദിക്കുന്ന സമയത്ത് ആയിരിക്കാം അങ്ങനെ കേട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാലേക്ക് എത്തിയത്. അല്ലെങ്കിൽ ഞാൻ അടിച്ചു പറയും നാദിനെ ഞാൻ നാഗമണിക്ക് കണ്ടെന്നൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരും. കമ്മ്യൂണിസ്റ്റ് ആയിരുന്നെങ്കിൽ. ഇപ്പം അല്ലാത്തതുകൊണ്ടാണ് ഞാൻ കണ്ടിട്ടില്ല. ശരി. അപ്പോൾ എന്തായാലും നമുക്ക് തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ നല്ലൊരു ഷൂട്ട് കഴിച്ച് നല്ല തിരക്കിലും അതുപോലെ തന്നെ ക്ഷീണത്തിലൊക്കെ ആയിരിക്കും. ക്ഷീണം കാണില്ല. അതെ. നിങ്ങൾ ആ യാത്രയുടെയൊക്കെ ഒരു ചെറിയൊരു ഇതുണ്ടാവും. നാളെ തിരിച്ചു പോകും അല്ലേ? ശരി. അപ്പോൾ അടുത്ത പ്രാവശ്യം എന്തായാലും കുറച്ചുകൂടെ നമുക്ക് സമാധാനമായിട്ടിരിക്കാം. എന്തായാലും ഇത്രയും സമയം അനുവദിച്ചതിനും. കാരണം ഞാൻ ചോദിച്ചത് എൻ്റെ മാത്രമല്ല, കാരണം പല ആളുകളും അറിയാനായിട്ട് അവരുടെ ഒരു മുഖമായിട്ട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചതാണ്. അപ്പോൾ എന്തായാലും അങ്ങോട്ടൊരു സമയം അനുവദിച്ചതിനും ഇത്രയും സമയം നന്നായിട്ട് നമ്മളുമായിട്ട് സംസാരിച്ചതിനും വളരെ സന്തോഷം. തീർച്ചയായിട്ടും വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.